Hello. Hi. Good evening. Audio video ഒക്കെ ഓക്കെ ആണോ? തുടങ്ങാമോ നമുക്ക്? ഹായ് ഹായ്. ഓഡിയോ വീഡിയോ ഒക്കെ ഓക്കെ ആണോ? സ്റ്റാർട്ട് ചെയ്യട്ടെ? ഹായ് ഫലാഹ. ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ്. ഓക്കെ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പം ഞാൻ ആദ്യം എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് ഡോക്ടർ തബ്ഷീർ സദത്ത്. ഞാൻ കാലിക്കറ്റിലെ 58th ബാച്ച് MBBS പാസ് ഔട്ടാണ്, അതായത് 2014 ബാച്ച്. ഇപ്പോൾ ജനറൽ മെഡിസിൻ PG ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലർക്ക് എന്നെ അറിയുന്നുണ്ടാവും, ചിലർക്ക് എന്നെ അറിയുന്നുണ്ടാവില്ല. ചിലപ്പോൾ അധികം പേർക്കും അറിയാത്തവരായിരിക്കും കൂടുതൽ. കാരണം ഞാനൊരു കഴിഞ്ഞ 5-6 മാസമായിട്ട് ക്ലാസ്സസിലും ഒന്നും അങ്ങനെ വരാറില്ല. PG അങ്ങനെ കുറച്ച് ബിസി ആയിപ്പോയി. ഏതായാലും നിങ്ങളുടെ എക്സാം എത്തിയില്ലേ? നമുക്ക് എക്സാം ഏകദേശം ഇനി 10-20 ദിവസങ്ങളേ ഉള്ളൂ. നമുക്ക് അതിന് മുമ്പ് അപ്പോൾ ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു പൊസിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ തിയറി എല്ലാം പഠിച്ചു കഴിഞ്ഞു, ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തു. അപ്പോൾ നിങ്ങൾ എക്സാമിനെ ഫേസ് ചെയ്യാൻ റെഡിയാണ്. അപ്പോൾ ലാസ്റ്റിലോട്ടാകുമ്പം കോമൺ ആയിട്ട് ഉണ്ടാകുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാർ ഞങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട്, കുറേ പ്രോബ്ലംസ് എല്ലാം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇനിയുള്ള ഈ 10-15 ദിവസങ്ങൾ കൊണ്ട് ഞങ്ങൾ എങ്ങനെ ഇത് മൊത്തം റിവൈസ് ചെയ്തെടുക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നവിറ്റബിൾ 30 എന്ന് പറഞ്ഞ ഇങ്ങനത്തെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ ഇന്നവിറ്റബിൾ 30 നമ്മൾ ഓരോ ചാപ്റ്ററിലെയും 30 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആ 30 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ചാപ്റ്ററിലെ എല്ലാ ടോപ്പിക്കും, കവറിങ് എൻറ്റയർ ടോപ്പിക്സ് എങ്ങനെയെങ്കിലും ടച്ച് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ തിയറി അധികം ഡിസ്കസ് ചെയ്യില്ല, കാരണം തിയറി ഓൾറെഡി നിങ്ങൾ റെഡിയാണ്, യു ആർ റെഡി ടു ഫേസ് ദി എക്സാം. ശരിയല്ലേ? അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം പറയാം. ഞാൻ വളരെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, കാരണം നമ്മൾ എഴുതാൻ പോകുന്നത് നീറ്റ് എക്സാമാണ്. അപ്പോൾ നീറ്റ് എക്സാമിൻ്റെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ പാറ്റേൺ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഫിസിക്സ് അത്യാവശ്യം സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്, എക്സെപ്റ്റ് ഫോർ ലാസ്റ്റ് ഇയർ. കഴിഞ്ഞതിൻ്റെ തൊട്ട് മുമ്പത്തെ വർഷത്തെ ഫിസിക്സ് എക്സാം കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു പറഞ്ഞാൽ അതും ഭയങ്കര ലെവൽ ക്വസ്റ്റ്യൻസ് അല്ല, നിങ്ങളുടെ കോൺസെപ്റ്റ്സ് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ ഭയങ്കര ലെവലിൽ നമ്മളൊരു IIT ലെവലിലോ ഒരു എഞ്ചിനീയറിംഗ് എൻട്രൻസ് ലെവലിലോ ഫിസിക്സ് ഒരു മെഡിക്കൽ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ചോദിക്കുന്ന ലെവലിൽ മാത്രം നമ്മൾ പ്രിപ്പയർ ചെയ്താൽ മതി. ശരിയല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ആ ഒരു ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാം? ഹായ്. അപ്പോൾ ആ ഒരു ലെവലിൽ ചോദിക്കാൻ നമുക്ക് ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ കിഷോർ ചോദിക്കുന്നുണ്ട്, സർ ഇത് കണ്ടാൽ ഏകദേശം എല്ലാം സെറ്റ് ആവുമെന്ന്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് ഓരോ ടോപ്പിക്കും ഇൻക്ലൂഡ് ചെയ്യാൻ. അതായത് ഇന്നിപ്പോൾ നമ്മൾ യൂണിറ്റ്സും വണ്ടിയും ആണ് ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ, അതിലെ എല്ലാ ടോപ്പിക്സും ഇപ്പം റിലേറ്റീവ് വെലോസിറ്റി ആവട്ടെ, മോഷൻ അണ്ടർ ഗ്രാവിറ്റി ആവട്ടെ, നമ്മുടെ ഡിഫറൻഷിയേഷൻ വരുന്ന ഭാഗമാവട്ടെ, ന്യൂട്ടൺസ് ഇക്വേഷൻസ് ഓഫ് മോഷൻസ് ആവട്ടെ, ഗ്രാഫ്സ് ആവട്ടെ, എല്ലാം ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അപ്പം മാക്സിമം ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഏത് ഭാഗത്തെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്തതെങ്കിലും മനസ്സിലാവും. അപ്പോൾ ആ ഭാഗം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി, ബാക്കി മൊത്തം നമ്മൾ എന്ത് ചെയ്യും? ബ്രഷപ്പ് ചെയ്യും. അപ്പോൾ തിയറിയൊക്കെ സെറ്റാണെന്നൊക്കെ സിനാൻ ഹൈദർ പറയുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സെഷൻ എടുക്കുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒറ്റ കാര്യം ആദ്യമേ പറയാം. നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷൻ മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പം എന്നോട് പറയാം, നമുക്ക് എന്ത് ചെയ്യാം? ആ കാര്യം റിപ്പീറ്റ് ചെയ്യാം. നമ്മൾ അത്യാവശ്യം സ്പീഡിലായിരിക്കും പോകുന്നത് കേട്ടോ, നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ഫീഡ്ബാക്ക് തരിക. കാരണം ഞാനൊരു ക്യാമറൻ്റെ മുമ്പിൽ ഒരു ബിൽഡിങ്ങിലെ അടിയത്തെ ഫ്ലോറിലെ ഒരു റൂമിനകത്ത് ഒറ്റയ്ക്ക് ഇരുന്നൊരു ക്യാമറൻ്റെ മുമ്പിൽ സംസാരിക്കുകയാണ്. അപ്പോൾ നിങ്ങളവിടെ കേൾക്കുന്നുണ്ടോ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഒന്നും എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ എനിക്ക് റിപ്ലൈ തന്നുകൊണ്ടിരിക്കുക. ഓക്കെ. അപ്പോൾ നമ്മളൊരു 1.5 hour സെഷനാണ് ഉദ്ദേശിക്കുന്നത്. 30 കൂടുതൽ ക്വസ്റ്റ്യൻസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 30 ഒന്നല്ല, 30 കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾ മുമ്പ് കണ്ടതായിരിക്കും. മാക്സിമം മുമ്പ് കണ്ട ക്വസ്റ്റ്യൻസ് ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 1 dimension നിങ്ങൾക്ക് റെക്കോർഡ് സെഷനിൽ ഞാൻ തന്നെയാണ് എടുത്തത്. അപ്പോൾ ആ റെക്കോർഡ് സെഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇപ്പോൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, നമുക്ക് വേറെ തന്നെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ. സ്ലൈഡ്സ് ഇത് കഴിഞ്ഞാൽ ഇതിൻ്റെ PDF നിങ്ങൾക്ക് സ്ലൈഡ്സ് ആയിട്ട് ഷെയർ ചെയ്ത് തരാം. അപ്പം എന്ത് ചെയ്യുക? നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് റിപ്ലൈ തന്നുകൊണ്ടിരിക്കുക, എന്നാൽ മാത്രമേ എനിക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ ഇല്ല എന്നുള്ളത്.
അപ്പോൾ ഒന്നും കൂടി പറയാണ്, നമ്മൾ നീറ്റിന് ചോദിക്കാൻ സാധ്യതയുള്ള ലെവലിലെ ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. കാരണം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്താ പറയുക, ഒരുപാട് കുറേ പുള്ളിയും ഒരു ഇൻഫിനിറ്റ് പുള്ളിയും അങ്ങനത്തെ കുറേ കാര്യങ്ങളും തമ്മിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ എന്താവും, നിങ്ങളുടെ കോൺഫിഡൻസ് പോകും. നിങ്ങളുടെ കോൺഫിഡൻസ് പോക്കലല്ല നമ്മുടെ ലക്ഷ്യം. നിങ്ങളെ മാക്സിമം കോൺഫിഡൻസ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്ത് ആ എക്സാമിൻ്റെ ഡേറ്റിൽ നിങ്ങൾക്ക് മാക്സിമം സ്വയം ഓരോ ഇൻഡിവിജ്വലിനും മാക്സിമം എത്രത്തോളം പെർഫോം ചെയ്യാൻ പറ്റും ആ ഇൻപുട്ട് വരാൻ വേണ്ടിയിട്ട് ആണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ആ ഒരു 3-3.5 മണിക്കൂർ നിങ്ങൾക്ക് മാക്സിമം ഔട്ട്പുട്ട് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തായിരിക്കണം, നിങ്ങൾ കോൺഫിഡൻ്റ് ആയിരിക്കണം. ആ കോൺഫിഡൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഈ 2 ചാപ്റ്ററിൽ, ഇന്നത്തെ കാര്യം പറയുകയാണെങ്കിൽ ഈ 2 ചാപ്റ്ററിലെയും ഓരോ ടോപ്പിക്കും നമ്മൾ എന്ത് ചെയ്യാണ്ട് കവർ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം, കുഴപ്പമൊന്നുമില്ലല്ലോ, തുടങ്ങിയാലോ. കണ്ടിന്യൂസ് ആയിട്ട് റിപ്ലൈ തന്നുകൊണ്ടിരിക്കുക കേട്ടോ. എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ട് ഞാൻ മാക്സിമം സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കും എനിക്ക് പറ്റുന്ന പോലെ. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം, മനസ്സിലായിട്ടുണ്ടെങ്കിൽ അപ്പോൾ പറയാം, സോ ദാറ്റ് വി ക്യാൻ മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഷൻ കഴിയുമ്പോഴേക്കും യൂണിറ്റ്സും 1 ഡയമെൻഷനിൽ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾ ചെയ്യാൻ കോൺഫിഡൻ്റ് ആയിരിക്കണം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും യെസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഫണ്ടമെൻ്റൽ യൂണിറ്റ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഫണ്ടമെൻ്റൽ യൂണിറ്റ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 1 കെൽവിൻ, 2 സെക്കൻഡ്, 3 കാൻഡില, 4 കിലോഗ്രാം വെയിറ്റ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ആൻസർ അറിയുന്നുണ്ടോ? നമുക്കറിയാം ഫണ്ടമെൻ്റൽ യൂണിറ്റ് SI സിസ്റ്റത്തിൽ 7 ആണുള്ളത്. എന്തൊക്കെയാണ് അത്? മാസ്, ലെങ്ത്ത്, ടൈം, ടെമ്പറേച്ചർ, ഇലക്ട്രിക് കറണ്ട്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആൻഡ് ലൂമിനസ് ഇൻറ്റൻസിറ്റി അല്ലേ? ഈ 7 സാധനങ്ങളാണുള്ളത്. അപ്പോൾ ഇതിൽ ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റാണ് SI യൂണിറ്റാണ് കെൽവിൻ എന്ന് നമുക്കറിയാം. ടെമ്പറേച്ചറിൻ്റെ SI യൂണിറ്റാണ് കെൽവിൻ എന്ന് നമുക്കറിയാം. ടൈമിൻ്റെ SI യൂണിറ്റാണ് സെക്കൻഡ് എന്ന് നമുക്കറിയാം. ലൂമിനസ് ഇൻറ്റൻസിറ്റിൻ്റെ SI യൂണിറ്റാണ് കാൻഡില എന്ന് നമുക്കറിയാം. കിലോഗ്രാം വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും എന്തല്ല, അതൊരു ഫണ്ടമെൻ്റൽ യൂണിറ്റ് അല്ല, അതെന്താണ്, അതൊരു ഡിറൈവ്ഡ് യൂണിറ്റാണ്. സോ ഐ എം ഗെറ്റിംഗ് സോ മെനി ആൻസേഴ്സ്. അപ്പം ഇത് എല്ലാവരും പറഞ്ഞ ആൻസർ കറക്റ്റാണ്. എന്താണ് ആൻസർ? ആൻസർ ഈസ് ഗോയിങ് ടു ബി കിലോഗ്രാം വെയിറ്റ്. ശരിയല്ലേ? കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ, ഫണ്ടമെൻ്റൽ യൂണിറ്റ്സും ഡിറൈവ്ഡ് യൂണിറ്റ്സ്. അപ്പോൾ നമ്മുടെ NCERTയിലെ ഫസ്റ്റ് പേജ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻക്ലൂഡ് ചെയ്ത ക്വസ്റ്റൻ ആണിത്. അപ്പോൾ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് 7 ആണെന്ന് നമ്മൾ പറഞ്ഞു. എന്തൊക്കെയാണ്? മാസ്, ലെങ്ത്ത്, ടൈം, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ഇലക്ട്രിക് കറണ്ട്, ടെമ്പറേച്ചർ ആൻഡ് എമൗണ്ട് ഓഫ് ലൂമിനസ് ഇൻറ്റൻസിറ്റി. ഓക്കെ, എല്ലാവരും D എന്ന് പറയുന്നുണ്ട്. വെരി ഗുഡ്. ഇതേപോലെ റിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റനിലോട്ട് പോകാം. ദി ഡയമെൻഷൻസ് ഓഫ് ലൈറ്റ് ഇയർ ഈസ്. ദി ഡയമെൻഷൻസ് ഓഫ് ലൈറ്റ് ഇയർ ഈസ്. ലൈറ്റ് ഇയറിൻ്റെ ഡയമെൻഷൻ എന്താണ്? ഈ ക്വസ്റ്റൻ ഇൻക്ലൂഡ് ചെയ്യാൻ പ്രത്യേക കാരണമുണ്ട്. കാരണം ലൈറ്റ് ഇയർ ഇസ് എ ഫേവറേറ്റ് ടോപ്പിക്. അങ്ങനെ കുറച്ച് ഹോട്ട് ടോപ്പിക്സ് ഉണ്ട് അല്ലേ? ചില ഹോട്ട് ടോപ്പിക്സ് ഉണ്ട്. ഹോട്ട് ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഹോട്ട് ടോപ്പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ. അങ്ങനത്തെ കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ടോപ്പിക്കാണ് ലൈറ്റ് ഇയർ. ലൈറ്റ് ഇയർ വീണ്ടും ചോദിക്കാറുണ്ട്. അപ്പോൾ ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ലൈറ്റ് ഇൻ 1 ഇയർ. നമുക്ക് ചെറിയ ദൂരങ്ങൾ, യെസ് വെരി ഗുഡ്, എല്ലാവരും കറക്റ്റ് ആൻസർ പറയുന്നുണ്ട്. നമുക്ക് ചെറിയ ദൂരങ്ങൾ അളക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ സ്കെയിൽസ് ഉണ്ട്. മീറ്റർ സ്കെയിലും കിലോമീറ്റർ സ്കെയിലും മൈൽസിൻ്റെ കാര്യങ്ങൾ. പക്ഷേ സ്റ്റാർസ് തമ്മിലും പ്ലാനറ്റ്സ് തമ്മിലുള്ള ദൂരം നമുക്ക് അളക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ യൂണിറ്റുകൾ വേണം. അപ്പോൾ വലിയ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ലൈറ്റ് ഇൻ 1 ഇയർ അല്ലേ? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ലൈറ്റ് ഇൻ 1 ഇയർ ആണ് എന്ത്? ലൈറ്റ് ഇയർ. അപ്പോൾ ബേസിക്കലി ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസിൻ്റെ ഡയമെൻഷൻ എന്താണ്? ഡിസ്റ്റൻസിൻ്റെ ഡയമെൻഷൻ L ആണ്. ശരിയല്ലേ? ഡിസ്റ്റൻസിൻ്റെ ഡയമെൻഷൻ എന്താണ്? ഡിസ്റ്റൻസിൻ്റെ ഡയമെൻഷൻ L ആണ്. എല്ലാവരും പറയുന്നത് കറക്റ്റാണ്. സോ ലൈറ്റ് ഇയർ ഇസ് എ ഹോട്ട് ടോപ്പിക്. അതുകൊണ്ടാണ് നമ്മൾ ഈ ക്വസ്റ്റൻ ഇൻക്ലൂഡ് ചെയ്ത്. വെരി ഗുഡ്. കീപ്പ് ഓൺ റിപ്ലൈയിങ്. ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റൻ. കീപ്പ് റിപ്ലൈ എന്ന് മാത്രമല്ല, ഇതിൻ്റെ ഇടയിൽ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ അതും എനിക്ക് പറഞ്ഞു തരണം കേട്ടോ. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ പറഞ്ഞു തരണം. നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. അടുത്ത ക്വസ്റ്റൻ നോക്കിയാൽ, ദി യൂണിറ്റ് ഓഫ് എനർജി ഈസ്. ദി യൂണിറ്റ് ഓഫ് എനർജി ഈസ്. അപ്പോൾ യൂണിറ്റ് ഓഫ് എനർജി എന്താണെന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. യൂണിറ്റ് എന്ന് പറഞ്ഞ എനർജി ജൂളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലേ? യൂണിറ്റ് ഓഫ് എനർജി ജൂളാണെന്ന് നമുക്കറിയാം. പക്ഷേ 4 ഓപ്ഷൻ നോക്കി ഞാൻ. 4 ഓപ്ഷൻ നോക്കിയപ്പോൾ 4 ജൂൾ എന്ന് പറഞ്ഞൊരു ആൻസർ ഇല്ല. അപ്പോൾ അവർ അത്ര ഡയറക്റ്റ് ക്വസ്റ്റൻ അല്ല നമ്മളോട് ചോദിച്ചത്. പക്ഷേ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇത് എന്താ? ജൂൾ പെർ സെക്കൻഡ്. ജൂൾ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ജൂൾ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ യൂണിറ്റാണ്? എനർജി. എനർജി പെർ സെക്കൻഡ്. എനർജി പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതെല്ലാവരും A എന്ന് പറയുന്നുണ്ട്. ഇവിടെയാണ് നമുക്ക് തെറ്റുന്നത്. നമ്മൾ ചാടിക്കറി ആൻസറിലോട്ടെത്തും അല്ലേ? ചാടിക്കറി നമ്മൾ ആൻസർ മാർക്ക് ചെയ്യുന്നത് എല്ലാവരും അടുപ്പിച്ച് എന്ന് പറയുന്നുണ്ട്. ജൂൾ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ജൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജീൻ്റെ യൂണിറ്റ് ആണ്. ശരിയല്ലേ? ജൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജീൻ്റെ യൂണിറ്റ് ആണ്. സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ? സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമിൻ്റെ യൂണിറ്റ് ആണ്. വാട്ട് ഈസ് എനർജി ഓർ വർക്ക് പെർ യൂണിറ്റ് ടൈം? വർക്ക്ഡ് എനർജി ഓർ വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈം ഇസ് കോൾഡ് പവർ. ശരിയല്ലേ? അപ്പോൾ ജൂൾ പെർ സെക്കൻഡ് ആണോ എനർജിയുടെ യൂണിറ്റ്? ജൂൾ പെർ സെക്കൻഡ് അല്ല. വെറും ജൂളിന് മാത്രം തന്നിട്ടുണ്ടെങ്കിൽ അതെന്തായിരുന്നു? എനർജിയുടെ യൂണിറ്റ് ആയിരുന്നു. അപ്പോൾ ജൂളിൻ്റെ കൂടെ വേറൊരു സാധനം കൂടി വന്നു കഴിഞ്ഞാൽ അതിനെ ജൂളിനെ സെക്കൻഡ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എന്തല്ല? അത് എന്തിൻ്റെ യൂണിറ്റ് അല്ല? അത് എനർജിയുടെ യൂണിറ്റ് അല്ല. സോ ഓപ്ഷൻ A എന്തായാലും ആൻസർ അല്ല. A എന്ന് പറഞ്ഞവർക്ക് എല്ലാവർക്കും മനസ്സിലായോ?
എ അല്ല ആൻസർ എന്ന്. എന്തുകൊണ്ട് എ അല്ല ആൻസർ? ബിക്കോസ് നമ്മൾ ജൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജിൻ്റെ യൂണിറ്റാണ്, ഞാൻ സമ്മതിച്ചു. പക്ഷേ നമ്മളിവിടെ ജൂളിന് എന്ത് ചെയ്യുന്നുണ്ട്? ജൂളിനെ നമ്മൾ ടൈമായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ജൂളിനെ ടൈമായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? എനർജി പെർ യൂണിറ്റ് റേറ്റ് അല്ലെങ്കിൽ വർക്ക് ഡൺ പെർ യൂണിറ്റ് റേറ്റ് ഈസ് കോൾഡ് പവർ. സോ എ ഈസ് ദി യൂണിറ്റ് ഓഫ് പവർ ആൻഡ് സി ഈസ് ഡെഫിനറ്റ്ലി ഗോയിങ് ടു ബി യൂണിറ്റ് ഓഫ് പവർ അല്ലേ? സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടും പവറിൻ്റെ യൂണിറ്റ് ആണ്. കാരണം കിലോ വാട്ട്, വാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവറിൻ്റെ യൂണിറ്റ്, പവറിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ് വാട്ട്. അപ്പോൾ സിയും എയും എന്താണ്? പവറിൻ്റെ യൂണിറ്റ് ആണ്. ബി നോക്കിയടാ, ബി എന്താ? വാട്ട് ഡേ. വാട്ട് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വാട്ട് ഈസ് ദി യൂണിറ്റ് ഓഫ് പവർ, ശരിയല്ലേ? വാട്ട് ഈസ് ദി യൂണിറ്റ് ഓഫ് പവർ എന്ന് നമുക്കറിയാം. അതിന് ഞാൻ എന്തായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്? ഡേ. ഡേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡേ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം. ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിൻ്റെ മെഷർമെൻറ്റാണ്? നമ്മൾ സെക്കൻഡ്, മിനിറ്റ്, മണിക്കൂർ എന്നൊക്കെ പറയുന്ന പോലെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് ഗോയിങ് ടു ബി ദി യൂണിറ്റ് ഓഫ് ടൈം. ദാറ്റ്സ് ഗോയിങ് ടു ബി യൂണിറ്റ് ഓഫ് ടൈം. അപ്പോൾ എനർജി ബൈ ടൈം എന്ന് പറഞ്ഞാൽ പവറാന്ന് എനിക്കറിയാം. എനർജി ബൈ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ പവറാന്ന് എനിക്കറിയാം. എനർജി ബൈ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ വാട്ട് ഈസ് എനർജി? എനർജി ഈസ് ഈക്വൽ ടു പവർ ഇൻ ടു ടൈം. എനർജി ഈസ് ഈക്വൽ ടു പവർ ഇൻ ടു ടൈം, ശരിയല്ലേ? എനർജി എന്ന് പറഞ്ഞാൽ പവർ ഇൻ ടു ടൈമാണ്. അതല്ലേ നമുക്കിവിടെ തന്നിട്ടുള്ളത്? പവറിനെ നമ്മൾ ടൈമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു, വാട്ടിന് നമ്മൾ ഡേ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു, ശരിയല്ലേ? വാട്ടിന് നമ്മൾ ഡേ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു, വാട്ടിനെ ഡേ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതായത് പവറിനെ ഞാൻ ടൈമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. പവറിനെ ഞാൻ ടൈമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എനിക്ക് എന്താ കിട്ടുക? എനിക്ക് എനർജിയാണ് കിട്ടുക. സോ വാട്ട് ഡേ ആണ് എന്ത്? എനർജിയുടെ യൂണിറ്റ്. വാട്ട് ഡേ ആണ് എനർജിയുടെ യൂണിറ്റ്. സോ ചാടിക്കേറി ആൻസർ കുത്തരുത്, ശ്രദ്ധിക്കുക. യൂണിറ്റ് ഓഫ് എനർജി ഈസ് ടൂൾ. പിന്നെ ഒന്നാമത്തെ കാര്യം, വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ +2 എൻട്രൻസ് എക്സാം എഴുതാനാണ് പോകുന്നത്. അതിൽ യൂണിറ്റ് ഓഫ് എനർജി എന്താണെന്നൊന്നും ചോദിക്കാം, പക്ഷേ ഒരു 95% ചാൻസും യൂണിറ്റ് ഓഫ് എനർജി എന്താ ചോദിക്കില്ല. കാരണം അത് നിങ്ങളുടെ ലെവലല്ല. യൂണിറ്റ് ഓഫ് എനർജി ജൂളാന്നുള്ളത് നമ്മൾ 9ാം ക്ലാസ് പഠിക്കുന്ന കാര്യമാണ്. അപ്പോൾ തുടക്കത്തിൽ തെറ്റിയവർക്ക് എല്ലാവർക്കും മനസ്സിലായോ എന്തുകൊണ്ട് എ അല്ല ആൻസർ, ബി ആണ് ആൻസർ എന്നുള്ളത്? വാട്ട് ഡേ കുറച്ചൊരു ഇതാണല്ലോ. ഡേ എന്നൊക്കെ കാണുമ്പോൾ നമ്മൾ എന്തായാലും ഫസ്റ്റേ ചിലപ്പോൾ അതെന്തോ ഇഗ്നോർ ചെയ്യും. ഫസ്റ്റേ നമ്മൾ വിചാരിക്കും ഒരിക്കലും ബി അല്ല ആൻസർ എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയാണോ കാര്യങ്ങൾ? അങ്ങനെയല്ല കാര്യങ്ങൾ. വാട്ട് എന്ന് പറഞ്ഞാൽ പവറിൻ്റെ യൂണിറ്റ് ആണ്, ഡേ എന്ന് പറഞ്ഞാൽ ടൈമിൻ്റെ യൂണിറ്റ് ആണ്. പവറിനെ ഞാൻ ടൈമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടാൻ പോകുന്നത് എനർജിയാണ്. സോ ദി ആൻസർ ഇസ് ഗോയിങ് ടു ബി ബി. ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആയോ? ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റനിലോട്ട് പോകാൻ തോന്നുന്നു. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണ്. താങ്ക് യു. നെക്സ്റ്റ് ക്വസ്റ്റൻ. ദി ഡയമെൻഷണൽ ഫോർമുല ഫോർ സ്ട്രെയിൻ ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ്. ആൻഡ് അഗെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞു ലൈറ്റ് ഇയർ ഇസ് എ ഹോട്ട് ടോപ്പിക്, സ്ട്രെയിൻ ഈസ് അഗെയിൻ എ ഹോട്ട് ടോപ്പിക്. ഹോട്ടസ്റ്റ് ടോപ്പിക് ഇതൊന്നുമല്ല കേട്ടോ. ഹോട്ടസ്റ്റ് ടോപ്പിക് വരുന്നുണ്ട് ഈ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷനിലെ ഏറ്റവും ഹോട്ടസ്റ്റ് ടോപ്പിക് താഴെ വരുന്നുണ്ട്. ഫോർ ദി ടൈം ബീങ് നമ്മൾ രണ്ടാമത്തെ ഹോട്ട് ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നത് ദാറ്റ് ഈസ് സ്ട്രെയിൻ. അപ്പോൾ ബേസിക്കലി ലൈറ്റ് ഇയറിൻ്റെ യൂണിറ്റ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്, സ്ട്രെയിൻ്റെ യൂണിറ്റ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോ. ലൈറ്റ് ഇയറിൻ്റെ യൂണിറ്റ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്, സ്ട്രെയിൻ്റെ യൂണിറ്റ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. നമ്മുടെ ഒരു ഹോട്ടസ്റ്റ് ടോപ്പിക് അവിടെ ഉണ്ട്, അത് നമുക്ക് പറയാം. പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് യൂണിറ്റ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. ഈ 3 എണ്ണത്തിൻ്റെ യൂണിറ്റുകൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. അതല്ലാണ്ട് ഒരു സാധനത്തിൻ്റെ യൂണിറ്റും കൂടെ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറയാത്തത്. ഓക്കെ, സോ ദി ഡയമെൻഷണൽ ഫോർമുല ഫോർ സ്ട്രെയിൻ ഈസ്. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? അത് ഏത് ചാപ്റ്ററിൽ വരുന്നതാണ് ഈ സ്ട്രെസ് സ്ട്രെയിനൊക്കെ? സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ തന്നെയാണ്, ശരിയല്ലേ? സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷറിൻ്റെ ഈക്വലൻ്റ് ആണ്. സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ് ഈസ് ഓൾമോസ്റ്റ് ഈക്വലൻ ടു പ്രഷർ. ഫോഴ്സ് ബൈ ഏരിയ ആണ് സ്ട്രെസ്. സ്ട്രെയിനോ? സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീനിയർ സ്ട്രെയിൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഡെൽറ്റ എൽ ബൈ എൽ, അല്ലെങ്കിൽ ഡെൽറ്റ എ ബൈ എ, അല്ലെങ്കിൽ ഡെൽറ്റ വി ബൈ വി. ബേസിക്കലി ഇതെന്താണ്? ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ലെങ്ത്. ചേഞ്ച് ഇൻ ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ എന്താണ്? എൽ. അഗെയിൻ ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ എന്താണ്? എൽ. സോ സ്ട്രെയിൻ്റെ ഡയമെൻഷൻ എന്താണ്? ഇത് രണ്ടും കട്ടായി പോലെ. അപ്പോൾ സ്ട്രെയിൻ ഈസ് എ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി. സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയമെൻഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റിയാണ്. ആർക്കും സംശയമില്ലല്ലോ? ഇല്ല. ഇനി വേണമെങ്കിൽ മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി, യങ്സ് മോഡുലസും ബൾക്സ് മോഡുലസും ഒക്കെ നമുക്ക് ഇത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ് എന്ത്? യങ്സ് മോഡുലസ്. അത് ഓരോ ഡിപ്പെൻഡ്സ്. ലീനിയർ ആണെങ്കിൽ യങ്സ് മോഡുലസ്, ബൾക്ക് നമുക്കറിയാം, ഷിയർ മോഡുലസ് അങ്ങനെ ഉണ്ട്. അപ്പോൾ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി പ്രഷറാണ്. സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ലെങ്ത് ആണ്. ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഡയമെൻഷനല്ലാണ്, ലെങ്ത് എന്ന് പറഞ്ഞാലും ഡയമെൻഷനല്ലാണ്. സോ ബേസിക്കലി സ്ട്രെയിൻ ഈസ് എ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി. അപ്പോൾ ഇനി എനിക്ക് അടുത്ത് നോക്കേണ്ടത് എന്താ? ഇതിൽ ഏതെങ്കിലും ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ഉണ്ടോയെന്നാണ്. 4 ഓപ്ഷനിൽ ഏതെങ്കിലും ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ഉണ്ടോയെന്നാണ്. നമ്മൾ ഒരിക്കലും ഓരോ ഓപ്ഷൻ നോക്കിയിട്ട് ഇപ്പോൾ നമ്മളൊരു എൻട്രൻസ്, നമ്മൾ MCQനോടുള്ള അപ്രോച്ച് എങ്ങനെയാണ്? MCQനോടുള്ള അപ്രോച്ച് ഇപ്പോൾ ഞാൻ ഇതിൽ സ്ട്രെസ് കണ്ടു, ഞാൻ എന്നിട്ട് സ്ട്രെസ്സിൻ്റെ ഡയമെൻഷൻ കാണാൻ നോക്കുമോ? എന്നിട്ടാണ് ഞാൻ അടുത്ത ഓപ്ഷനിലോട്ട് പോകുക? അങ്ങനെയല്ല. നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോഴും നമ്മൾ 4 ഓപ്ഷനും ആദ്യം നോക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഓപ്ഷനും നോക്കി അതെല്ലാം ആൻസർ എത്തിക്കുന്നതിനേക്കാളും 4 ഓപ്ഷനും കൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ക്വസ്റ്റിനെ കുറിച്ച് ഒരു ജനറൽ ഐഡിയ കിട്ടും.
4 ഓപ്ഷൻ കൂടി ഒരുമിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ക്വസ്റ്റിനെ കുറിച്ച് ഒരു ജനറൽ ഐഡിയ കിട്ടും. അപ്പോൾ ഞാൻ ഇത് 4 ഓപ്ഷൻ കൂടി നോക്കി. സ്ട്രെസ്, മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി, ത്രസ്റ്റ്, ആംഗിൾ ഓഫ് ട്വിസ്റ്റ്. ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു, എന്ത്? ആംഗിൾ ഓഫ് ട്വിസ്റ്റ് എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. ആൻഡ് ഐ നോ എനി ആംഗിൾ, ഓൾ ആംഗിൾസ് ആർ ഡയമെൻഷൻലെസ് എന്ന് എനിക്കറിയാം അല്ലേ? മേധാനിൽ കുമാർ പറയുന്നുണ്ട്. ഒരുപാട് പേര് ബൈ ദിസ് ടൈം ഒരുപാട് പേര് പറഞ്ഞു ആൻസർ ആംഗിൾ ആണെന്ന്. അപ്പോൾ എനി ആംഗിൾ അതെന്താണ്? ഡയമെൻഷൻലെസ് ആണ്. അപ്പോൾ ഞാൻ പിന്നെ ബാക്കിയുള്ളതിൻ്റെ ഡയമെൻഷൻ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി ഒക്കെ നമുക്ക് ആരാ ഡയമെൻഷൻ? ഞാൻ പറഞ്ഞ പോലെ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണത്. സ്ട്രെസ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു പ്രഷറാണ്, ത്രസ്റ്റും പ്രഷറാണ്. പക്ഷെ അതൊന്നും വേണ്ട. നമ്മൾ ഈ ഓപ്ഷൻ നോക്കിയപ്പം 4 ഓപ്ഷൻ നോക്കിയപ്പം ആംഗിൾ എന്ന് പറഞ്ഞൊരു വാക്ക് കണ്ടു. ആൻഡ് ഐ നോ ദാറ്റ് ആംഗിൾ ഈസ് ഡയമെൻഷൻലെസ്. ചില ക്വാണ്ടിറ്റീസ് ഉണ്ടല്ലോ ഡയമെൻഷൻലെസ് ആയിട്ടുള്ള, അതിൽ വരുന്ന ക്വാണ്ടിറ്റീസാണ് ഈ സ്ട്രെയിനും ആംഗിളും എല്ലാം. ശരിയല്ലേ? അപ്പം ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റിയാണ് ആംഗിള്. അപ്പം എനിക്ക് ഒറ്റയടിക്ക് എന്ത് പറയാം? സ്ട്രെയിൻ ഡയമെൻഷൻലെസ് ആണെന്ന് എനിക്കറിയാം, ആംഗിൾ ഡയമെൻഷൻലെസ് ആണെന്ന് എനിക്കറിയാം. ഡയറക്ട്ലി ഐ വിൽ മാർക്ക് ദി ആൻസർ ആസ് ആംഗിൾ ഓഫ് ട്വിസ്റ്റ്. ഡയറക്ട്ലി ഐ വിൽ ഗോയിങ് ടു മാർക്ക് ദി ആൻസർ ആസ് ആംഗിൾ ഓഫ് ട്വിസ്റ്റ്. ക്ലിയർ അല്ലേ? കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. സ്ട്രെയിൻ ഡയമെൻഷൻ, അപ്പോൾ സ്ട്രെയിൻ ഒരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണെന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കി വെക്കുക. യെസ്, സോളിഡ് ആംഗിൾ, പ്ലെയിൻ ആംഗിൾ, അങ്ങനെ പല ടൈപ്പ് ആംഗിൾസ് ഉണ്ട്. വാട്ട് എവർ ബി ദ ആംഗിൾ, ഈ സോളിഡ് ആംഗിളും പ്ലെയിൻ ആംഗിളും ഫാത്തിമ ബഷീർ പറയുന്ന ഈ സോളിഡ് ആംഗിളും പ്ലെയിൻ ആംഗിളും ലാസ്റ്റ് ഇയർ നീറ്റിലെ ക്വസ്റ്റൻ ആണ്. ജസ്റ്റ് സോളിഡ് ആംഗിൾ പ്ലെയിൻ ആംഗിൾ എന്താണെന്നല്ല ചോദിച്ചത്, ഡയമെൻഷൻ തന്നെയാണ് ചോദിച്ചത്. അപ്പോൾ ബേസിക്കലി ആംഗിൾ ഒരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണെന്ന് എനിക്കറിയാം. നമ്മളെല്ലാവരും പഠിച്ചു. ആംഗിൾ പോലെ തന്നെ ഉള്ള കാര്യമാണ് എന്ത്? സ്ട്രെയിന്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റനും എല്ലാവർക്കും ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റനിലോട്ട് പോയാലോ? ഇനി ഇപ്പോൾ നമ്മൾ 4 ക്വസ്റ്റൻ അങ്ങനെ ഡിസ്കസ് ചെയ്തെന്ന് തോന്നുന്നു. ഇതുവരെയുള്ളത് എല്ലാവർക്കും ക്ലിയർ ആണോ? ഇതേപോലെ തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്താൽ മതിയോ? ഐ നീഡ് എ ക്വിക്ക് ഫീഡ്ബാക്ക്. അത് ഞാൻ എല്ലാ ക്ലാസ് തുടങ്ങുമ്പോൾ ഞാൻ ചെയ്യാറുള്ളതാണ്. ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതിയോ? സ്പീഡ് കൂട്ടണോ കുറക്കണോ? എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കൂട്ടണോ കുറക്കണോ? എന്ത് വേണമെങ്കിലും ചെയ്യാം. ഐ നീഡ് യുവർ ഫീഡ്ബാക്ക്. ഇഫ് ഇറ്റ്സ് ഓക്കെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ ആണല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ചാപ്റ്റർ മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, യെസ്, എല്ലാവർക്കും ക്ലിയർ ആണ്. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എല്ലാവർക്കും ക്ലിയർ ആണ്, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ നോക്കിയാൽ, എ ന്യൂ യൂണിറ്റ് ഓഫ് ലെങ്ത്. സ്പീഡ് കൂട്ടണോ എന്നുള്ളവർക്ക് സ്പീഡ് കൂട്ടാം. ഓക്കെ, സ്പീഡ് ഞാൻ കൂട്ടാം. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എല്ലാവർക്കും ഒരേപോലെ മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്. എന്തായാലും നമുക്ക് 1.5 hour കൊണ്ട് തീർക്കേണ്ട സെഷനാണ്. ഈ ഞാൻ പറഞ്ഞില്ലേ 30ൽ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് തീർക്കാം. ഓക്കെ, സ്പീഡ് ഇൻക്രീസ് ചെയ്യണം. ഓക്കെ. എ ന്യൂ യൂണിറ്റ് ഓഫ് ലെങ്ത് ഇസ് ചോസൺ സച്ച് ദാറ്റ് ദി സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം ഇസ് യൂണിറ്റി. വാട്ട് ഈസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സൺ ആൻഡ് ദി എർത്ത് ഇൻ ടേംസ് ഓഫ് ദി ന്യൂ യൂണിറ്റ് ഇഫ് ലൈറ്റ് മേക്സ് 8 minutes and 20 seconds ടു കവർ ദി ഡിസ്റ്റൻസ്? ഞാൻ പറഞ്ഞ ആൻസർ. അപ്പോൾ ഒരു അധികം പേര് പറയുന്നുണ്ട് സ്പീഡ് കൂട്ടണം എന്നുള്ളത്. എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് പോകണമെന്ന്. പക്ഷേ എല്ലാവർക്കും മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ബട്ട് ഇറ്റ്സ് ഓക്കെ, നമുക്ക് സ്പീഡ് കൂട്ടാം. നോക്ക്, അപ്പം എന്താ പറയുന്നത്? പുതിയ യൂണിറ്റ് ഓഫ് ലെങ്ത് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ ലെങ്ത്, ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ദി സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം ഇസ് യൂണിറ്റ്. അതായത് സ്പീഡ് ഓഫ് ലൈറ്റ് എത്രയാണ് നമുക്കറിയാം. സ്പീഡ് ഓഫ് ലൈറ്റ് 3 × 10⁸ m/s ആണെന്ന് നമുക്കറിയാം. ശരിയല്ലേ? അത് എന്താണ്? ഈ പുതിയ സിസ്റ്റത്തിൽ ഒരു യൂണിറ്റ് ആണ്. അതൊരു യൂണിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സൺ ആൻഡ് ദി എർത്ത് ഇൻ ടേംസ് ഓഫ് ദി ന്യൂ യൂണിറ്റ്? ഫ്ലൈറ്റ് ടേക്സ് 8 minutes 20 seconds ടു കവർ ദ ഡിസ്റ്റൻസ്. അതാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അപ്പം ടൈം എത്രയാണ് ടോട്ടൽ? ടൈം ഈസ് 8 minutes 20 seconds. 8 minutes 20 seconds എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണത്? സെക്കൻഡ്സിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 8 minutes എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 6 8s are 48 അല്ലേ? അപ്പോൾ 480 + 20 seconds, ദാറ്റ് ഈസ് ടോട്ടൽ ഓഫ് 500 seconds. അപ്പം വെലോസിറ്റി എത്രയാണ് എനിക്ക് കിട്ടി? വെലോസിറ്റി 1 unit ആണ് എനിക്ക് കിട്ടി. ശരിയല്ലേ? വെലോസിറ്റി 1 unit ആണ് എനിക്ക് കിട്ടി. ടൈം എത്രയാണെന്ന് കിട്ടി? ടൈം എനിക്ക് 500 seconds ആണ് കിട്ടി. എന്നോട് എന്താ ചോദിച്ചിട്ടുള്ളത്? എന്നോട് അവർ ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് ദി ഡിസ്റ്റൻസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. നമുക്കറിയാം വെലോസിറ്റി എത്രയാണ് നമ്മുടെ ഈ സിസ്റ്റം പ്രകാരം. SI സിസ്റ്റം എടുക്കുകയാണെങ്കിൽ 3 × 10⁻⁻⁴ m/s. പക്ഷേ നമ്മുടെ ഈ സിസ്റ്റത്തിൽ എന്താണത്? നമ്മുടെ സിസ്റ്റത്തിൽ അത് 1 unit ആണ്. സോ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 1 unit ഇൻറ്റു ടൈം എത്ര? ഇവിടെ ടൈം 8 minutes 20 seconds. 8 minutes 20 seconds എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഓഫ് 500 seconds. ദാറ്റ് ഈസ് 1 unit ഇൻറ്റു 500 seconds. സോ മൈ ആൻസർ ഈസ് ഗോയിങ് ടു ബി 500. അപ്പോൾ പുതിയ യൂണിറ്റിൽ എർത്തും സണ്ണും തമ്മിലുള്ള ദൂരം എത്രയാണ്? 500 unit ആണ്. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? അത് ഒരുപാട് പേര് സി എന്ന് പറയുന്നുണ്ട്. അടുത്ത ക്വസ്റ്റനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റനിലോട്ട് പോട്ടെ. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ നോക്കിയാൽ, ഇഫ് ε0, μ0 and c represent the relative permittivity of free space, the magnetic permeability of free space and the velocity of light respectively, which of the following combinations is correct?
അപ്പോൾ ഞാൻ ഇനി കുറച്ച് സ്പീഡിൽ പോകുമായിരിക്കും. നിങ്ങൾ എന്തെങ്കിലും എവിടെയെങ്കിലും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പറഞ്ഞാൽ മതി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ നീറ്റ് ആണ്. പ്രീവിയസ് ഇയർ നീറ്റ് ചോദിച്ച കാര്യങ്ങൾ ഇതുപോലെയല്ല ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത്, കുറച്ച് ഡിഫറൻ്റ് ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി എക്സാം വെർജിൽ എത്തി നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾ പ്രീവിയസ് ഇയർ എല്ലാം ഏകദേശം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതേ ടോപ്പിക്സ് പ്രീവിയസ് ഇയർ ഡെഫിനറ്റ്ലി ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംശയമില്ല. പ്രീവിയസ് ഇയർ ഡെഫിനറ്റ്ലി ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു സംശയമില്ല. അപ്പോൾ അതേ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾ കണ്ട് മടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ആ ക്വസ്റ്റ്യൻ്റെ തന്നെ വേറെ പാറ്റേൺ ആണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ വേറെ പാറ്റേൺ ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പെർമിറ്റിവിറ്റിയും പെർമിബിലിറ്റിയും വെലോസിറ്റി ഓഫ് ലൈറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, പെർമിറ്റിവിറ്റിയും പെർമിബിലിറ്റിയും വെലോസിറ്റി ഓഫ് ലൈറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മുമ്പ് നീറ്റിന് ചോദിച്ചിട്ടുള്ളതാണ്. ആൻഡ് വി നോ ദാറ്റ് ദി റിലേഷൻഷിപ്പ് is C is equal to 1/√μ0 ε0. അധികം ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാനില്ല, അത് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഇക്വേഷനാണ്. അതായത് μ0ൻ്റെയും ε0ൻ്റെയും അതായത് μ0 ഇൻറ്റു ε0ൻ്റെ ഡയമെൻഷൻ നിങ്ങളോട് ചോദിക്കും. അപ്പോൾ നിങ്ങൾ μ0ൻ്റെ ഡയമെൻഷൻ വേറെ കണ്ട് ε0ൻ്റെ ഡയമെൻഷൻ വേറെ കണ്ട് അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടൊന്നും ഫൈനൽ ആൻസറുകളിൽ എത്താൻ നിൽക്കരുത്. കാരണം സ്ക്വയർ റൂട്ട് ഓഫ് ദി പ്രൊഡക്റ്റ് ഓഫ് പെർമിറ്റിവിറ്റി ആൻഡ് പെർമിബിലിറ്റി അതിൻ്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമുക്ക് അറിയെങ്കിൽ റൂട്ട് ഓഫ് μ0 ഇൻറ്റു ε0ൻ്റെ ആൻസർ വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ് നമുക്ക് അറിയുണ്ടാവും. അപ്പോൾ ഇതൊരു പ്രീവിയസ് ഇയർ നീറ്റാണ്, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. ഈ റിലേഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക, അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ഇൻക്ലൂഡ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോട്ടെ. ഓക്കെ, നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമ്മളിപ്പോൾ NCERT യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷനിലെ ഫസ്റ്റ് ഒരു 5 പേജിലുള്ള ഏകദേശം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ അടുത്ത ലെവലിലോട്ട് പോവാണ്. നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് എറേഴ്സ്. നമ്മൾ എറേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പം എറേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ ബേസിക്കലി ജസ്റ്റ് ഞാൻ ഒന്ന് പറയുകയാണെങ്കിൽ, തിയറിൻ്റെ ഭാഗം ഒന്നും പറയേണ്ട ആവശ്യമില്ല, എന്നാലും ജസ്റ്റ് പറയുകയാണെങ്കിൽ ഇഫ് x is equal to a plus b then നമുക്കറിയാം ഡെൽറ്റ എക്സ്, എറർ ഇൻ x is equal to ഡെൽറ്റ a plus ഡെൽറ്റ b. if a plus or minus b ആണെങ്കിൽ, if x is given as a plus or minus b then delta x is equal to delta a plus delta b. And if x is equal to ab a raised to x b raised to y by c raised to z then we know that delta x by x is equal to എക്സാമ്പിൾ ഒരിക്കൽ ഉപയോഗിച്ചില്ല. അപ്പോൾ a raised to m b raised to n c raised to k. ഓക്കെ, a raised to m b raised to n c raised to k. a raised to m b raised to n c raised to k. Then we know that delta x by x is equal to m into delta a by a plus n into delta b by b plus k into delta c by c. ഇതൊന്നും ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോബ്ലമാണ്. ഓക്കെ, നോക്കുക. An experiment measured quantities a, b, c and then x is calculated from x is equal to ab square by c cube. If the percentage errors in a, b and c are 1, 3 and 2% respectively, the percent error in the x can be. ഓക്കെ, നോക്കുക. അപ്പം ഇതിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടാം? നമ്മളിപ്പോൾ പറഞ്ഞത് ഇത് എന്ത് ഫോമിലാണ്? എക്സ് ഇസ് ഈക്വൽ ടു എ റേസ് ടു എം ഇൻറ്റു ബി റേസ് ടു എൻ ബൈ സി റേസ് ടു കെ ഫോമിലാണ്. അപ്പോൾ ഡെൽറ്റ എക്സ് ബൈ എക്സിന് എനിക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ എക്സ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എ ബൈ എ പ്ലസ്, കാരണം ഇവിടെ എൻ്റെ പവർ എത്രയാണ്? 1 ആണ്, പ്ലസ് ബീൻ്റെ പവർ എത്രയാണ്? 2 ആണ്. അപ്പോൾ 2 ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി പ്ലസ് 3 ഇൻറ്റു ഡെൽറ്റ സി ബൈ സി. ഇനി ഇത് ഓരോ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ഡെൽറ്റ എ ബൈ എ നമുക്ക് 1 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ 1 പ്ലസ് 2 ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി 3 ആണ് തന്നിട്ടുണ്ട്, ഇൻറ്റു 3 പ്ലസ് 3 ഇൻറ്റു ഡെൽറ്റ സി ബൈ സി 2 ആണ് നമുക്ക് തന്നിട്ടുണ്ട്, ഇൻറ്റു 2 ദാറ്റ് ഈസ് 1 പ്ലസ് 6 പ്ലസ് ഡെൽറ്റ സി ബൈ സി 2 ആണല്ലേ, സോറി ഡെൽറ്റ സി ബൈ സി 2 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ 1 പ്ലസ് 6 പ്ലസ് 6 ദാറ്റ് ഈസ് 13%. ആൻസർ ഏതാണ്? ആൻസർ ഈസ് ഗോയിങ് ടു ബി ഓപ്ഷൻ എ. ആൻസർ ഈസ് ഗോയിങ് ടു ബി ഓപ്ഷൻ എ. ഒരുപാട് പേര് ഈ സമയം കൊണ്ട് ആൻസർ പറഞ്ഞു. ആൻസർ ഈസ് കറക്റ്റ്. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ, നമുക്ക് എറേഴ്സിൻ്റെ ഏറ്റവും സിമ്പിൾ ക്വസ്റ്റൻ ആണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റൻ നമുക്ക് തന്നു കഴിഞ്ഞാൽ നമുക്ക് എറർ സിമ്പിളായിട്ട് കാണാം. എന്ത് ചെയ്താൽ മതി? അതിൻ്റെ എക്സ്പോണൻഷ്യൽ പവറിനെ എടുത്തിട്ട് ഓരോന്നിൻ്റെ ഇൻഡിവിജ്വൽ എററായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം അടുത്ത ക്വസ്റ്റനിലോട്ട് പോട്ടെ. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റൻ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റനിലോട്ട് പോയിക്കോട്ടെ. ഓക്കെ, എല്ലാവരും എന്ന് പറയുന്നുണ്ട്. നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദി സ്മോളസ്റ്റ് യൂണിറ്റ്. അല്ല, ഈ ക്വസ്റ്റനൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സിമ്പിളാണ് തോന്നുന്നുണ്ടോ? എന്താ സാർ ഇത്ര ലാസ്റ്റ് ഞങ്ങൾ നീറ്റ് എഴുതാൻ പോകാൻ നിൽക്കുകയാണ്, നീറ്റ് എഴുതാൻ പോകുമ്പോൾ നിൽക്കുമ്പോൾ ഞാൻ സാർ എന്താ ഇത്ര സിമ്പിൾ ക്വസ്റ്റൻ ഞങ്ങൾക്ക് ഡിസ്കസ് ചെയ്തിരുന്നത്? കാരണം നീറ്റിന് ഇത്ര സിമ്പിൾ ക്വസ്റ്റൻസാണ് ചോദിക്കുന്നത്. എന്തിനാണ് നമ്മൾ വെറുതെ IIT ലെവൽ ക്വസ്റ്റൻ ചെയ്യുന്നത്? ഇത്ര സിമ്പിൾ ക്വസ്റ്റൻസാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിൾ ക്വസ്റ്റൻ ചോദിച്ചാൽ നമുക്ക് ഒരിക്കലും തെറ്റരുത് അല്ലേ. അപ്പോൾ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ലെവലുള്ള ക്വസ്റ്റൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്, ശരിയല്ലേ? കുഴപ്പമില്ലല്ലോ. അടുത്ത ക്വസ്റ്റനിലോട്ട് പോട്ടെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദി സ്മോളസ്റ്റ് യൂണിറ്റ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദി സ്മോളസ്റ്റ് യൂണിറ്റ്? പറഞ്ഞേ. മില്ലി, ഫെർമി, ആങ്സ്ട്രോം, മീറ്റർ ഓരോന്നും നമുക്കറിയാം. അപ്പോൾ അതിന് നമുക്ക് ജസ്റ്റ് എഴുതാം. നമുക്കറിയാം 10 raised to minus 3, 10 raised to minus 6, 10 raised to minus 9, 10 raised to minus 12, 10 raised to minus 15, 10 raised to minus 18. ഇതിനൊക്കെ ഓരോ പേരുണ്ടല്ലോ, NCERT കൊടുത്തിട്ടുണ്ട്. 10 raised to minus 3 is called milli,
10 raised to minus 3 is called milli, 10 raised to minus 6 is called micro, 10 raised to minus 9 is called nano, 10 raised to minus 12 is called pico, 10 raised to minus 15 is called femto or fermi, 10 raised to minus 18 is called atto. അല്ലേ? ഇതേപോലെ നമുക്ക് എന്തുകൊണ്ട് 10 raised to 3 അങ്ങനെയൊക്കെ പവർ ഉണ്ട്. 10 raised to 3 is called kilo, 10 raised to 6 is called mega, 9 is called giga, tera, peta, exa അങ്ങനെ പോകും. അപ്പം ഇത് നമുക്കറിയാം. അപ്പം ഇതിൽ നമുക്കറിയാം മില്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് മില്ലിയാണ് തന്നിട്ടുള്ളത്. മില്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാടാ? മില്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 raised to minus 3 ആണ്. അടുത്ത് ഫെർമി ഓർ ഫെംറ്റോ എന്ന് പറഞ്ഞാൽ 10 raised to minus 15 ആണ്. അടുത്ത് ആങ്സ്ട്രോം ഇതിലില്ല, പക്ഷേ ആങ്സ്ട്രോമിൻ്റെ വാല്യൂ ആ ടേബിളിലല്ല എൻ സി ആർ ടിയിൽ കൊടുത്തത്. ടേബിൾ ഇല്ലാണ്ട് തന്നെ എൻ സി ആർ ടിയിൽ കൊടുത്തിട്ടുണ്ട്. 1 ആംസ്ട്രോങ് ഈസ് ഈക്വൽ ടു 10 raised to minus 10 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആംസ്ട്രോങ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 raised to minus 10. ആൻഡ് മീറ്റർ നമുക്കറിയാം ഡെഫിനറ്റ്ലി ദാറ്റ് ഈസ് കോൾഡ്, അതാണ് SI യൂണിറ്റ്, അത് 1 ആണ്. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറുത് ആരാ? ഏറ്റവും ചെറുത് ഈസ് ഫെർമി. ഏറ്റവും ചെറുത് എന്താണ്? ഏറ്റവും ചെറുത് ഫെർമിയാണ്. ഏറ്റവും ചെറുത് എന്താണ്? ഏറ്റവും ചെറിയ വാല്യൂ ഫെർമിയാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഒരു ജസ്റ്റ് ആ ടേബിൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല, എൻ സി ആർ ടിയിൽ ഒരു പോയിന്റ് നമ്മൾ മിസ് ചെയ്ത് പോയത്. അപ്പോൾ മില്ലി, മൈക്രോ, നാനോ, പൈക്കോ, ഫെംറ്റോ ഓർ ഫെർമി, അറ്റോ, ഇത്ര 8 സാധനങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതേപോലെ നമുക്ക് മുന്നോട്ടുമുണ്ട് കിലോ, മെഗാ, ടെറ, പെറ്റ, ജിഗ, അങ്ങനെ അല്ലേ? 10 raised to 6 is called മെഗാ, 10 raised to 3 is called കിലോ. അപ്പോൾ നമുക്കറിയാം. അപ്പം ഇതിൽ ഏറ്റവും ചെറുത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇറ്റ്സ് ഗോയിങ് ടു ബി ഫെർമി ഓർ ഫെംറ്റോ. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റൻ നോക്കിയാൽ, അസ്യൂമിങ് ദാറ്റ് ദി മാസ് എം ഓഫ് ദി ലാർജസ്റ്റ് stone that can be moved by a flowing river depends upon the velocity v of the water, its density rho and the acceleration due to gravity g, then m is directly proportional to. ഇതും നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളൊരു ക്വസ്റ്റൻ ആണ് അല്ലേ? ഇത് നമുക്കത് മേധാ അനിൽകുമാർ എല്ലാ ഇതിനും റിപ്ലൈ തന്നിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പം ഇത് നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ടൈപ്പ് പാറ്റേൺ ആണ്. ഇതാണ് വൺ ഓഫ് ദി ആപ്ലിക്കേഷൻ ഓഫ് ഡയമെൻഷൻ ആണ് ഇത്. അതായത് നമുക്ക് വി ക്യാൻ ഡിറൈവ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് വേരിയബിൾസ്. നമുക്ക് ഒരുപാട് സാധനങ്ങൾ ആപ്ലിക്കേഷൻ ഓഫ് ഡയമെൻഷനൊക്കെ നമ്മൾ പഠിച്ചാണ്. എന്തൊക്കെയാണ്? ടു ചെക്ക് ദി കറക്റ്റ്നെസ് ഓഫ് ദി ഇക്വേഷൻ, ടു ഡിറൈവ് ദി റിലേഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് വേരിയബിൾസ് ഒക്കെ നമുക്കറിയാം. ശരിയല്ലേ? അപ്പോൾ നോക്കിയാൽ assuming that the mass m of the largest stone that can be moved by a flowing river depends upon. അപ്പോൾ നമ്മൾ ക്വസ്റ്റനിൽ തന്നിട്ടുള്ളത് m is proportional to എന്തൊക്കെയാണ്? 3 ക്വാണ്ടിറ്റീസ് തന്നിട്ടുണ്ട്. വെലോസിറ്റി v raised to a, അപ്പോൾ ഞാൻ വെലോസിറ്റിൻ്റെ പവർ a ആക്കി എടുക്കുകയാണ്. ഡെൻസിറ്റി rho raised to b ആൻഡ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി g raised to c. ഇങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. m is proportional to v raised to a, rho raised to b and g raised to c. അപ്പോൾ ഇതിൽ എനിക്ക് ഓരോന്നിൻ്റെ ഡയമെൻഷൻ അറിയാം. അപ്പോൾ ഞാൻ ഇതിനൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് വേണമെങ്കിൽ എനിക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ പ്രൊപ്പോർഷണൽ എന്നുള്ളതിന് പകരം എനിക്ക് എന്ത് എഴുതാം? ഇസ് ഈക്വൽ ടു k ഇൻറ്റു എന്ന് എഴുതാം. ഇസ് ഈക്വൽ ടു k ഇൻറ്റു എന്ന് എഴുതാം. അപ്പോൾ m ഈസ് ഈക്വൽ ടു k ഇൻറ്റു വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്താ? വെലോസിറ്റിയുടെ ഡയമെൻഷൻ LT raised to minus 1 ആണ്. കൂടുതൽ ഡിസ്കസ് ചെയ്യണം, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കുറച്ചേറെ സാധനങ്ങളുടെ ഡയമെൻഷൻ നമുക്ക് ഇങ്ങനെ ഉറക്കം ചോദിച്ചാൽ കിട്ടണം. വെലോസിറ്റി ഡയമെൻഷൻ എന്താ? LT raised to minus 1. ആക്സിലറേഷൻ ഡയമെൻഷൻ എന്താ? LT raised to minus 2. ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എന്താ? MLT raised to minus 2. എനർജിൻ്റെ ഡയമെൻഷൻ എന്താ? ML² raised to minus 2. ഡെൻസിറ്റി ഡയമെൻഷൻ എന്താ? ML raised to minus 3. അപ്പം ഇങ്ങനത്തെ ചില സാധനങ്ങൾ നമുക്ക് കാണാപ്പാടായിരിക്കണം അല്ലേ? അപ്പോൾ ഡെൻസിറ്റി ഡയമെൻഷൻ എന്താണ്? ഡെൻസിറ്റി ഡയമെൻഷൻ മാസ് ബൈ വോളിയാണ്. അതായത് ML raised to minus 3 whole raised to b ഇൻറ്റു ആക്സിലറേഷൻ ടു ഗ്രാവിറ്റിൻ്റെ ഡയമെൻഷൻ എന്താ? LT raised to minus 2 whole raised to c. LT raised to minus 2 whole raised to c. അപ്പോൾ ഞാൻ അതിനെ സോൾവ് ചെയ്യാണ്. ഇസ് ഈക്വൽ ടു ഇപ്പുറത്ത് ചെയ്താൽ അല്ലേ? ഇസ് ഈക്വൽ ടു ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താവും? k പോട്ടെ, k കോൺസ്റ്റൻ്റ് അല്ലേ? L raised to a t raised to minus a ഇൻറ്റു m raised to b L raised to minus 3b ഇൻറ്റു L raised to c t raised to minus 2c t raised to minus 2c. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താ? അടുത്ത സ്റ്റെപ്പ് നമുക്ക് എമ്മിൻ്റെ കൂടെയുള്ള സാധനങ്ങളെല്ലാം ഒരുമിച്ച് എഴുതണം അല്ലേ? അപ്പോൾ എമ്മിൻ്റെ കൂടെയുള്ള സാധനം എല്ലാവരും കൂടി ഒരുമിച്ച് എഴുതാണ്. m raised to b. അത് മാത്രമല്ല എമ്മിൻ്റെ കൂടുതൽ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അടുത്ത് ഞാൻ എല്ലിൻ്റെ കൂടെയുള്ള സാധനങ്ങൾ ഒരുമിച്ച് എഴുതാണ്. L raised to a ഒരു കട്ടായി. പിന്നെന്താ ഉള്ളത്? minus 3b ഇതും പോയി. പിന്നെന്താ ഉള്ളത്? പ്ലസ് c. ശരിയല്ലേ? അടുത്തത് ടീൻ്റെ കൂടെയുള്ള സാധനങ്ങളെല്ലാം കൂടി ഒരുമിച്ച് എഴുതാണ്. ടീൻ്റെ കൂടെ എന്തൊക്കെയാണ് ഉള്ളത്? ടീൻ്റെ കൂടെ ഇവിടെ ഒരു മൈനസ് എ ഉണ്ട്. അപ്പം മൈനസ് എ. ഇവിടെയോ? ഇവിടെ ഒരു minus 2c ഉണ്ട്. ഇവിടെ ഒരു എന്തുണ്ട്? minus 2c. അപ്പം minus 2c. ഇതെന്താണ്? ഇത് ഈസ് ഈക്വൽ ടു നമ്മളോട് എന്തിൻ്റെ ഡയമെൻഷനാണ് ചോദിച്ചിട്ടുള്ളത്? നമ്മളോട് ചോദിച്ചത് മാസിൻ്റെ ഡയമെൻഷനാണ്. ഓപ്ഷൻ ക്ലിയർ അല്ലയോ? ഓപ്ഷൻ v raised to 3, v raised to 4, v raised to 5 and v raised to 6. അതാണ് ഓപ്ഷൻസ് കേട്ടോ. v raised to 3, v raised to 4, v raised to 5 and v raised to 6. ഓക്കെ. അപ്പോൾ നമ്മളോട്
ഇത് ഇസ് ഈക്വൽ ടു എന്താണ് മാസിൻ്റെ ഡയമെൻഷൻ. അപ്പോൾ മാസിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എന്താണ് മാസിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസിൻ്റെ മാത്രമേ ഡയമെൻഷൻ ഉള്ളൂ. അപ്പോൾ അവിടെ ഡെഫിനറ്റ്ലി നമുക്ക് എന്തറിയാം ലെങ്ത്തിൻ്റെയും ടൈമിൻ്റെയും പവർ 0 എന്നറിയാം. ലെങ്ത്തിൻ്റെയും ടൈമിൻ്റെയും പവർ 0 എന്ന് നമുക്കറിയാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൽ എമ്മിൻ്റെ കൂടെയുള്ള രണ്ട് സൈഡിലുള്ള ആൾക്കാർ ഇത് ഇവിടെ എമ്മിൻ്റെ കൂടെ ആരാളുള്ളത് ബി, ഇവിടെ എമ്മിൻ്റെ കൂടെ ആരാളുള്ളത് 1 അല്ലേ? ഇവിടെ 1 അല്ലേ ഉള്ളത്. അപ്പോൾ എനിക്ക് എന്ത് മനസ്സിലായി ബി ഈസ് ഈക്വൽ ടു 1 എന്ന് മനസ്സിലായി. ഇനി എല്ലിൻ്റെ കൂടെയുള്ള സാധനം എല്ലിൻ്റെ കൂടെ ഇവിടെ ആരാളുള്ളത് എ മൈനസ് 3b പ്ലസ് സി. അത് എത്രയാണ് ഇസ് ഈക്വൽ ടു ഇവിടെ എല്ലിൻ്റെ കൂടെ ആരാളുള്ളത് 0. അടുത്തത് ഇതും പോയി. ബാക്കി ടീൻ്റെ കൂടെ ആരാളുള്ളത് മൈനസ് എ മൈനസ് 2c. ശരിയല്ലേ? മൈനസ് എ മൈനസ് 2c അതും എന്താണ് ഇസ് ഈക്വൽ ടു 0. മൈനസ് എ മൈനസ് 2c ഈസ് ഈക്വൽ ടു 0. മൈനസ് എ മൈനസ് 2c ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലാവും. എന്ത് ഞാൻ രണ്ട് ഭാഗവും +1 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഞാൻ ഇവിടെയും +1 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. രണ്ട് ഭാഗം ഞാൻ +1 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തത് ഈക്വേഷൻ എങ്ങനെയായി a + 2c ഈസ് ഈക്വൽ ടു 0 എന്നായി. a + 2c ഈസ് ഈക്വൽ ടു 0 എന്നായി. ശരിയല്ലേ? അപ്പോൾ എനിക്ക് b ഈസ് ഈക്വൽ ടു 1 ആണെന്ന് കിട്ടി. അപ്പോൾ അത് ഞാൻ ഈ രണ്ട് ഇക്വേഷനിലും കൊടുക്കാം കേട്ടോ. b ഈസ് ഈക്വൽ ടു 1 എന്ന് ഞാൻ ഇക്വേഷനിൽ കൊടുത്തു. അപ്പോൾ b ഈസ് ഈക്വൽ ടു 1 എന്ന് ഞാൻ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്തായി a മൈനസ് 3 പ്ലസ് c ഈസ് ഈക്വൽ ടു 0 എന്നായി. a മൈനസ് 3 പ്ലസ് c ഈസ് ഈക്വൽ ടു 0 എന്നായി. ക്ലിയർ അല്ലേ? അപ്പോൾ a പ്ലസ് സി എന്താണ് a പ്ലസ് സി ഈസ് ഈക്വൽ ടു 3 എന്നായി. അല്ലെങ്കിൽ c ഈസ് ഈക്വൽ ടു എന്താണ് c ഈസ് ഈക്വൽ ടു 3 മൈനസ് a എന്നായി. c ഈസ് ഈക്വൽ ടു 3 മൈനസ് a എന്നായി. ആ c ഈസ് ഈക്വൽ ടു 3 മൈനസ് a എന്നുള്ളത് ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. അപ്പോൾ a പ്ലസ് 2 ഇൻറ്റു 3 മൈനസ് a ഈസ് ഈക്വൽ ടു 0. ശരിയല്ലേ? ഓർ a പ്ലസ് 6 മൈനസ് 2a ഈസ് ഈക്വൽ ടു 0. a മൈനസ് 2 എന്താ മൈനസ് a. ദറ്റ് ഈസ് 6 മൈനസ് a ഈസ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് a ഈസ് ഈക്വൽ ടു 6. ഇംപ്ലൈസ് a ഈസ് ഈക്വൽ ടു 6. ഡൗട്ട് ഇല്ലല്ലോ? ഹന്ന എ വെരി ഗുഡ്. ഫസ്റ്റ് ആൻസർ പറഞ്ഞത് ഹന്നയാണ് v റേസ് ടു 6 എന്നുള്ളത്. അപ്പോൾ ആൻസർ ഏതാണ്? ആൻസർ ഈസ് ഗോയിങ് ടു ബി v റേസ് ടു 6. ആൻസർ ഈസ് ഗോയിങ് ടു ബി v റേസ് ടു 6. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒരു ഡൗട്ടും ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ഇങ്ങനത്തെ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒരുപാട് ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനത്തെ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒരുപാട് ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും. നമ്മളുടെ ഡയമെൻഷൻ്റെ മെയിൻ അപ്ലിക്കേഷൻ തന്നെ എന്താണ്? ടു ഡിറൈവ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് വേരിയബിൾസ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എ എത്രയാന്ന് കിട്ടി? എ ഈസ് ഈക്വൽ ടു 6 എന്ന് കിട്ടി. ബി ഈസ് ഈക്വൽ ടു എത്രയാന്ന് കിട്ടി? ബി ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. സി ഈസ് ഈക്വൽ ടു എത്ര? സി നമുക്ക് ഇത് കാണണമെങ്കിൽ സി എത്രയായിരിക്കും? സി ഈസ് 3 മൈനസ് എ. അപ്പം സി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 3 മൈനസ് 6 ദാറ്റ് ഈസ് -3. എന്താ എല്ലാവരും നോ എന്ന് പറയുന്നത്? ചെയ്ത് തെറ്റിയിട്ടുണ്ടോ? കറക്റ്റ് അല്ലേ? നമ്മൾ ചെയ്തത് കറക്റ്റ് അല്ലേ? എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ? എന്താ ചിലർ നോ എന്ന് പറയുന്നത്? മനസ്സിലായിട്ടില്ല എന്നാണോ? എന്താണ്? a ഈസ് ഈക്വൽ ടു 6, b ഈസ് ഈക്വൽ ടു 1 ആൻഡ് c ഈസ് ഈക്വൽ ടു 3 എന്നല്ലേ കറക്റ്റ്? c ഈസ് ഈക്വൽ ടു -3 കറക്റ്റ് അല്ലേ? എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? ഓ ഡൗട്ടില്ല എന്നാണോ? ഓക്കെ ഐ എം സോറി. ഞാൻ വിചാരിച്ചു ഞാൻ ചെയ്ത് എവിടെയെങ്കിലും തെറ്റിയെന്ന്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റനിലോട്ട് പോവാം. v റേസ് ടു 6 ആണ്. ആർക്കും ഡൗട്ടില്ലല്ലോ? നമുക്ക് അടുത്ത ക്വസ്റ്റനിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഇത് എല്ലാവർക്കും സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്ന ടൈപ്പ് ഓഫ് പ്രോബ്ലം ആണ്. ആർക്കും ഡൗട്ടില്ല എന്ന് വിചാരിക്കുന്നു. അടുത്തത്, ഗിവൻ ദാറ്റ് g is the acceleration due to gravity and r is the radius of the earth. r is the radius of the... I am extremely sorry. ഡൗട്ടില്ല എന്ന് പറഞ്ഞാണല്ലേ. എന്താ വെച്ചാൽ ഞാൻ ഇവിടെ സംസാരിക്കുന്നതും നിങ്ങളെ റിപ്ലൈയും തമ്മിൽ കുറച്ച് ലാഗ് ഉണ്ട്. അതായത് ആ ഒരു സ്ട്രീമിങ്ങിൻ്റെ ലാഗാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് നിങ്ങൾ മറുപടി വരുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഓക്കെ, given that g is the acceleration due to gravity and r is the radius of the earth, then g by r raised to half possesses the dimensions of... അടുത്തത്, അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു നമുക്ക് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടി. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഞാൻ വീണ്ടും എന്ത് ചെയ്തു? ഞാൻ 4 ഓപ്ഷൻ നോക്കി. ഞാൻ 4 ഓപ്ഷൻ നോക്കുമ്പം എനിക്ക് എന്ത് മനസ്സിലായി? ഞാൻ 2 ഓപ്ഷൻ നോക്കി. ഓർബിറ്റൽ സ്പീഡ്, ആംഗുലാർ സ്പീഡ്, എസ്കേപ്പ് വെലോസിറ്റി, ടൈം പീരിയഡ്. എനിക്ക് ഒറ്റയടിക്ക് എനിക്ക് എന്ത് ആൻസർ പറയാൻ പറ്റും? ഇത് രണ്ടുമല്ല ആൻസർ എന്ന് പറയാൻ പറ്റും. കാരണം എന്താ? ഇവിടെ സ്പീഡാണ്, ഇവിടെ വെലോസിറ്റിയാണ്. വി നോ ദാറ്റ് ദി വെലോസിറ്റി ഓഫ് സ്പീഡ് ആൻഡ് വെലോസിറ്റി ആർ സെയിം. ദാറ്റ് ഈസ് LT⁻⁻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 ⁻
എയും സിയും എല്ലാം ആൻസർ നിങ്ങൾക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റും. ഇനി ആരാളുള്ളത്? ബി ബാക്കിയുണ്ട്, ഡി ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ എന്ത് നോക്കുകയാണ്? √g/r ഡയമെൻഷൻ എന്താണെന്ന് എന്നോട് ചോദിച്ചിട്ടുള്ളത്. ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി ആണ്, അതായത് LT⁻², ഡിവൈഡ് ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് എർത്ത് ആണ്. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ എല്ലായിരിക്കും. ഇതിൻ്റെ റൂട്ട് എല്ലാം കട്ടായിപ്പോയി. √T⁻², ദാറ്റ് ഈസ് T⁻1. ടൈം പീരീഡിൻ്റെ ഡയമെൻഷൻ എന്താണ്? ടി.
അല്ലേ? ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ടൈമാണ്. ടൈം പീരീഡ് ഡയമെൻഷൻ ഇസ് ടി. ആൻഡ് ആംഗുലർ സ്പീഡ് ഡയമെൻഷൻ എന്താ? ആംഗുലർ സ്പീഡ് അല്ലെങ്കിൽ ആംഗുലർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 2π/t ആണ് അല്ലേ? 2π/t എന്ന് പറയുമ്പോൾ ടി അടിയിലാണ് വരുന്നത്. അപ്പോൾ 2πക്ക് ഡയമെൻഷൻ ഇല്ല. അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻ എന്താ? 1/t, ദാറ്റ് ഈസ് t⁻⁻1. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാ? ആൻസർ ഈസ് ഗോയിങ് ടു ബി ഓപ്ഷൻ ബി. ആൻസർ ഇസ് ഗോയിങ് ടു ബി ഓപ്ഷൻ ബി. അപ്പോൾ വീണ്ടും ഞാൻ പറയുകയാണ്, ഈ ക്വസ്റ്റനിൽ നമുക്ക് ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് പറയുന്നതിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് എന്താ? MCQ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പം ഈ ക്വസ്റ്റൻ നോക്കുമ്പോൾ ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും അല്ല ആൻസർ എന്ന് പറയുന്നതാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. മനസ്സിലായോ? ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും അല്ല ആൻസർ എന്ന് പറയുന്നതാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. അത് എല്ലാവർക്കും ക്ലിയർ ആയിരിക്കും. കൂടുതലൊന്നും പറയാനുള്ളതെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ല. നമുക്ക് അടുത്ത ക്വസ്റ്റനിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഞാൻ നെക്സ്റ്റ് എൻ്റെ സെക്കൻഡ് ഫീഡ്ബാക്ക് ചോദിക്കുകയാണ് നിങ്ങളോട്. ഇസ് ഇറ്റ് ഓക്കെ നൗ? നമ്മുടെ സ്പീഡും കാര്യങ്ങളൊക്കെ സ്പീഡ് ഞാൻ കുറച്ച് കൂട്ടിയിട്ടുണ്ട്. മനസ്സിലാവുന്നില്ലേ? സ്പീഡിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മനസ്സിലാവുന്നുണ്ടോ? സ്പീഡിൽ എന്തെങ്കിലും ഇനി ചേഞ്ച് വരുത്തണോ? ഇനിയും സ്പീഡ് കൂട്ടണോ? അതോ സ്പീഡ് കുറക്കണോ? എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേഗം പറയാം. നമുക്ക് അടുത്ത ക്വസ്റ്റനിലോട്ട് പോകാം. നല്ല ക്വസ്റ്റൻസ് ഒരുപാട് വരുന്നുണ്ട്. തുടക്കത്തിലെ ക്വസ്റ്റൻ നമ്പറിൽ നമുക്ക് എല്ലാം കവർ ചെയ്യണം. നമുക്ക് ചോദിക്കുന്ന ലെവലിലുള്ള എല്ലാം കവർ ചെയ്യണം. പെട്ടെന്ന് റിപ്ലൈ ചെയ്താൽ ഇപ്പോൾ എടുക്കുന്നതൊക്കെ ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ? ക്ലാരിറ്റി പ്രശ്നമുണ്ടോ? സ്പീഡ് കാര്യം എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓക്കെ ആണ്, സെറ്റാണ്. ഓക്കെ 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 അടുത്ത ക്വസ്റ്റൻ നോക്ക്. ടേക്കിംഗ് ഇൻ ടു account of the significant figures, what is the value of 9.99 meter minus 0.0099 meter? ഇത് ഐ ഹോപ്പ് ഇറ്റ്സ് എ പ്രീവിയസ് ഇയർ നീറ്റ് ക്വസ്റ്റൻ. ഒരു പ്രീവിയസ് ഇയർ നീറ്റ് ക്വസ്റ്റൻ ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നോക്കാം. ബേസിക്കലി ഇത് എന്തിലൊരു ക്വസ്റ്റൻ ആണ്? സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിലൊരു ക്വസ്റ്റൻ ആണ് അല്ലേ? സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ ക്വസ്റ്റൻ ആണ്. അപ്പോൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അറിയാം സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് നമ്മൾ എങ്ങനെയാണ്. ബേസിക് റൂൾസ് എന്തൊക്കെയാണ്? ഓൾ non-zero numbers are significant. ഒന്നാമത്തെ റൂള് ജസ്റ്റ് ഒന്ന് പറയാം നിങ്ങൾക്ക്. സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഒന്ന് നിങ്ങൾ മനസ്സിലോട്ട് കയറാൻ. ഓൾ non-zero numbers are significant. രണ്ടാമത്തെ കാര്യം എന്താ? സീറോസ് ബിറ്റ്വീൻ എവറി non-zero number is significant. Zeros coming after a non-zero number is significant and zeros coming before a non-zero number is non-significant. എക്സ്പ്ലെയിൻ ചെയ്യേണ്ടല്ലോ, നിങ്ങൾക്ക് അറിയുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. ഒരുപാട് പേര് ആൻസർ വരെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ബേസിക്കലി സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് നമ്മൾ എണ്ണുമ്പം അഡീഷൻ ഓർ സബ്ട്രാക്ഷൻ ആണെങ്കിൽ നമുക്കറിയാം. ഞാൻ എഴുതുന്നൊന്നുമില്ല, ഞാൻ ജസ്റ്റ് പറയാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അഡീഷൻ ഓർ സബ്ട്രാക്ഷൻ ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ലക്ഷ്യം എന്താണ്? നമുക്ക് ഫൈനലി കിട്ടാൻ പോകുന്ന ആൻസറിൽ നമ്മൾ ചോദിച്ച രണ്ട് കാര്യങ്ങൾ ഉണ്ടാവില്ലേ? ഇപ്പോൾ 9.99ഉം 0.0099 നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അഡീഷൻ ഓർ സബ്ട്രാക്ഷൻ ആണ് ചോദിച്ചിട്ടുള്ളെങ്കിൽ ഡെസിമലിന് ശേഷം നമുക്ക് തന്ന ക്വസ്റ്റ്യനിൽ ഡെസിമലിന് ശേഷം ഏത് നമ്പറിലാണോ കുറവ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ അത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗറേ ആൻസറിൽ പാടുള്ളൂ. പറഞ്ഞാൽ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഡെസിമലിന് ശേഷം ഏത് നമ്പറിലാണോ കുറവ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ അത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗറേ ഡെസിമലിന് ശേഷം നമ്മുടെ ആൻസറിലും പാടുള്ളൂ. ക്ലിയർ അല്ലേ? ഡൗട്ടില്ല എന്ന് വിചാരിക്കുന്നു. അതേപോലെ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഡിവിഷൻ ആണെങ്കിൽ നമുക്ക് തന്നപ്പോൾ എക്സും വൈ ആണ് നമുക്ക് തന്നിട്ടുള്ളെങ്കിൽ ഇതിൽ ഏതിലാണ് കുറവ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ നോക്കുക. സപ്പോസ് എക്സിൽ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സും വൈയിൽ 5 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടെന്നിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ ആൻസറിൽ ഇതിലെ ചെറിയ സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൻ്റെ നമ്പറേ ഉണ്ടാവാൻ പാടുള്ളൂ അല്ലേ? ഇതിൽ ഏറ്റവും ചെറിയ സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൻ്റെ നമ്പറേ ഉണ്ടാവാൻ പാടുള്ളൂ. അഡീഷണൽ സബ്ട്രാക്ഷൻ ആണെങ്കിൽ ഡെസിമലിന് ശേഷം എക്സിലെയും വൈയിലെയും ഏറ്റവും സിഗ്നിഫിക്കൻറ്റ് ഫിഗർ നമ്പർ കുറവേയിലാണോ അത്രേ പാടുള്ളൂ. മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷൻ ആണെങ്കിൽ ടോട്ടൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. അഡീഷണൽ സബ്ട്രാക്ഷൻ ആണെങ്കിൽ ഡെസിമലിന് ശേഷം, മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷൻ ആണെങ്കിൽ ആ ടോട്ടൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. അപ്പോൾ നമ്മൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താ? ഇവിടെ ചോദിച്ചിട്ടുള്ളത് സബ്ട്രാക്ഷനാണ്. സബ്ട്രാക്ഷൻ ആണെങ്കിൽ നമ്മൾ എന്താ നോക്കുക? ഡെസിമലിന് ശേഷമുള്ള കാര്യമാണ് നോക്കുക. ശരിയല്ലേ? അപ്പം ഇത് ആദ്യം ഒന്നാമത്തെ കാര്യം നമ്മുടെ ഈ ക്വസ്റ്റൻ ചോദിച്ചു കഴിഞ്ഞാൽ 9.99 മൈനസ് 0.0099 നിങ്ങൾ ചെയ്യാൻ നിൽക്കുമോ? അത് നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ നിൽക്കില്ല. കാരണം അത് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിക്കാനല്ലേ ക്വസ്റ്റൻ. അത് 4ാം ക്ലാസ്സിലാണ് ചോദിക്കുക, ഇവിടെ ചോദിക്കില്ല അല്ലേ? 9.99 മൈനസ് 0.0099 എത്ര എന്നുള്ളത് ചോദിക്കുക. ഇവിടെ നിങ്ങൾക്ക് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് അറിയാമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അഡീഷൻ ഓർ സബ്ട്രാക്ഷൻ ആണെന്ന് മനസ്സിലാക്കി ആദ്യ ക്വസ്റ്റനിൽ. ഇവിടെ ഡെസിമലിന് ശേഷം എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗറാണ്? ഇവിടെ ഡെസിമലിന് ശേഷം 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗറാണ്. ഇവിടെ ഡെസിമലിന് ശേഷം എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗറാണ്? ഇവിടെ ഡെസിമലിന് ശേഷം എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗറാണ്? ഞാൻ പറഞ്ഞേ 4 ആണോ 2 ആണോ? 4 ആണോ 2 ആണോ? 2 ആണ് അല്ലേ? 4 ആണോ 2 ആണോ? 2 ആണ് അല്ലേ? അപ്പോൾ 4 ആണോ? ഞാൻ പറഞ്ഞേ 2 ആണ്. ശരിയല്ലേ? അപ്പം നമ്മുടെ ഫൈനൽ ആൻസറിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗറേ പാടുള്ളൂ? ഡെസിമലിന് ശേഷം 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗറേ പാടുള്ളൂ. നമ്മുടെ ഫൈനൽ ആൻസറിൽ ഡെസിമലിന് ശേഷം 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗറേ പാടുള്ളൂ. ശരിയല്ലേ? യെസ്, എല്ലാവരും പറയുന്നത് കറക്റ്റാണ്. 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗറാണ് രണ്ടിടത്തുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ നോക്കിയാലും ഫൈനൽ ആൻസറിൽ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗറേ പാടുള്ളൂ ഡെസിമലിന് ശേഷം. അപ്പോൾ 4 ഓപ്ഷൻ നമ്മൾ നോക്കുകയാണ്. 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൽ ആൻസർ ചെയ്താൽ ഇവിടെ ഡെസിമലിന് ശേഷം 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗറാണ്. ഇവിടെ ഡെസിമലിന് ശേഷം എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗറാണ്? ഇവിടെ ഡെസിമലിന് ശേഷം 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗറാണ്. ഇവിടെ ഡെസിമലിന് ശേഷം എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗറാണ്? ഇവിടെ 4 ഇവിടെയോ? ഇവിടെ 1 നമുക്ക് എത്രയേ പാടുള്ളൂ? നമുക്ക് 2 പാടുള്ളൂ. അപ്പോൾ ആൻസർ ഏതാ? ആൻസർ ഈസ് ഗോയിങ് ടു ബി ഓപ്ഷൻ എ.
അപ്പോൾ ആൻസർ ഇതാണ്. ആൻസർ ഈസ് ഗോയിങ് ടു ബി ഓപ്ഷൻ എ. ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? 9.98 മീറ്റർ ആണ് നമ്മുടെ ആൻസർ. കാരണം അഡീഷൻ അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ ആകുമ്പോൾ ഡെസിമലിന് ശേഷം ഏറ്റവും കുറവ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉള്ള നമ്പറേ പാടുള്ളൂ. ക്ലിയർ അല്ലേ? ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം കേട്ടോ. അടുത്തത് ഇതേ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇഫ് 97.52 ഇസ് ഡിവൈഡ് ബൈ 2.54 ദി കറക്റ്റ് റിസൾട്ട് ഇൻ ടേംസ് ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഈസ്. അഗെയിൻ ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ 97.52 ഡിവൈഡ് ബൈ 2.54 ചെയ്യാൻ നിൽക്കുമോ നമ്മൾ? 97.52 ഡിവൈഡ് ബൈ 2.54 ചെയ്യാൻ നിൽക്കുമോ? ഒരിക്കലും ചെയ്യാൻ നിൽക്കില്ല അല്ലേ? നമ്മളൊരിക്കലും ചെയ്യാൻ നിൽക്കില്ല. കാരണം വീണ്ടും നമുക്കത് ഡിവൈഡ് ചെയ്യാൻ അറിയുമെന്നല്ല ചോദിക്കുന്നത്, നമുക്ക് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് അറിയുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ 97.52 എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട് നോക്കും. 97.52 മൊത്തമുള്ള 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗറാണ്. ശരിയല്ലേ? 2.54 മൊത്തം 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗറാണ്. ശരിയല്ലേ? അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസറിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ പാടുള്ളൂ? ഇതിൽ ഏറ്റവും കുറവ് ഏതാണോ അത്രയും സിഗ്നിഫിക്കൻറ്റ് ഫിഗറേ പാടുള്ളൂ. ഇതിൽ ഏറ്റവും കുറവ് ഏതാണോ അത്രയും സിഗ്നിഫിക്കൻറ്റ് ഫിഗറേ പാടുള്ളൂ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ 4, 3 ഏതാ കുറവ്? 3 ആണ് കുറവ്. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസറിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ പാടുള്ളൂ? 3 എണ്ണേ പാടുള്ളൂ. അപ്പോൾ നോക്കുക ഓരോന്നിൽ എത്ര ഉണ്ടെന്ന്. ഓപ്ഷൻ എയിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? 3. ഓപ്ഷൻ ബിയിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? 2, 2, 4, 2, 6. ഇതിലോ 2, 3, 5. ഇതിലോ 2, 2, 4. അപ്പോൾ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗറേ പാടുള്ളൂ? 3 പാടുള്ളൂ. 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗറുള്ള ആൻസർ ഏതാ? ദാറ്റ് ഈസ് ഓപ്ഷൻ എ, 38.4. എവരിബഡി ഈസ് ഗിവിംഗ് ദി ആൻസർ ആൻഡ് ഇറ്റ്സ് കറക്റ്റ്. ക്ലിയർ അല്ലേ? അപ്പോൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? യെസ് എവരിബഡി ഈസ് കറക്റ്റ്. അഞ്ജു, റിൻഷ, മഹേഷ്, സ്വാമിതൻ, റിമീസ, സുഹൈല, സ്നേഹ എല്ലാവരും കറക്റ്റാണ്. വെരി ഗുഡ്. കീപ്പ് ഓൺ റിപ്ലൈ കേട്ടോ. നിങ്ങൾ ഈ റിപ്ലൈ ചെയ്യുമ്പോഴേ എനിക്ക് മനസ്സിലാവുന്നുള്ളൂ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾ ക്വസ്റ്റ്യൻസ് എൻ്റെ കൂടെ ചെയ്യുന്നുണ്ടെന്നുള്ളത്. ക്ലിയർ അല്ലേ? ഓക്കെ. ഞാൻ ക്യാമറയിലോട്ട് നോക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചുറ്റും 3-4 സ്ക്രീൻ ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ കുറച്ച് കാലം ഇവിടെ ക്ലാസ് എടുത്തിട്ട് ഞാനൊരു 6 മാസം ഈ സ്റ്റുഡിയോ ഒക്കെ മാറി. സാധാരണ ഫീഡ്ബാക്ക് സ്ക്രീൻ ഇവിടെ എല്ലാം ഉണ്ടാവാറ്. അപ്പം ഞാൻ ഈ സ്ക്രീനെല്ലാം നോക്കുമ്പോഴാണ് ക്യാമറയ്ക്ക് നോക്കാത്തത് കേട്ടോ. കുഴപ്പമില്ലല്ലോ. അപ്പോൾ നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇഫ് ദി സ്പീഡ് ഇനിയും വേണം. ഓക്കെ. ഇഫ് ദി യൂണിറ്റ്സ് എം ആൻഡ് എൽ ആർ ഇൻക്രീസ് 3 times ദെൻ ദി യൂണിറ്റ്സ് ഓഫ് എനർജി വിൽ ബി ഇൻക്രീസ്ഡ് ബൈ. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു, ചില ക്വാണ്ടിറ്റീസിൻ്റെ എനർജി ഡയമെൻഷൻ നമ്മൾ നേരത്തെ പഠിച്ചു വെക്കുന്നതാണ്. ശരിയല്ലേ? ചില ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻ നമ്മൾ നേരത്തെ പഠിച്ചു വെക്കുന്നതാണ്. എനർജിൻ്റെ ഡയമെൻഷനോട് ആരോർക്കത്ത് ചോദിച്ചാൽ ഞാൻ പറയും എനർജിൻ്റെ ഡയമെൻഷൻ ml² T⁻² ആണെന്ന് ഞാൻ പറയും. ml² T⁻² ആണെന്ന് ഞാൻ പറയും. അപ്പം ml² T⁻² ആണെന്ത്? എനർജിയുടെ ഡയമെൻഷൻ. അപ്പോൾ ഇനി എന്നോട് പറഞ്ഞിട്ടുള്ള എന്താ? ഒരു പുതിയ സിസ്റ്റത്തിൽ അവരെന്തെടുത്തു? മാസും ലെങ്ത്തും എടുത്തിട്ട് 3 times ആക്കി. മാസും ലെങ്ത്തും എടുത്തിട്ട് 3 തവണയാക്കി. ഓക്കെ. അപ്പം നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എനർജി എത്ര തവണ കൂടുന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഇനീഷ്യലി എൻ്റെ ഡയമെൻഷൻ എന്തായിരുന്നു? എനർജിയുടെ ഡയമെൻഷൻ ml² T⁻² ആണെന്ന് എനിക്കറിയാം. അപ്പോൾ മാസ് എത്രയാക്കി അവർ? 3 times ആക്കി. അപ്പോൾ ഈ പുതിയ സിസ്റ്റത്തിൽ ന്യൂ സിസ്റ്റം മാസ് എത്രയാണ്? മാസ് 3m ആണ്. ശരിയല്ലേ? ലെങ്ത്ത് 3l ആണ്. അപ്പം 3lൻ്റെ ഇവിടെ കൂടെ സ്ക്വയർ ഉണ്ട്. അപ്പോൾ 3l the whole square ഇൻറ്റു T⁻². ടീനെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ടി മാറ്റുന്നതിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും നമ്മുടെ ക്വസ്റ്റനിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ടീനെ നമ്മൾ കണക്കാക്കണ്ട. അപ്പോൾ ഞാനത് സോൾവ് ചെയ്തു. 3m ഇൻറ്റു 3 × l² എത്രയിടാം? 3 × l² is 9l² ഇൻറ്റു T⁻². ദറ്റ് ഈസ് 3 × 9 ദറ്റ് ഈസ് 27 ml² T⁻². അപ്പോൾ നമ്മുടെ പഴയ സിസ്റ്റത്തിൽ യൂണിറ്റ് ml² T⁻² ആണ്. നമ്മുടെ പുതിയ സിസ്റ്റത്തിൽ എന്തായി? 27 × ml² T⁻² ആയി. നമ്മുടെ പുതിയ സിസ്റ്റത്തിൽ അത് 27 × ml² T⁻² ആയി. ക്ലിയർ അല്ലേ? കൂടുതലൊന്നും പറയണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? ആൻസർ ഈസ് ഗോയിങ് ടു ബി ഓപ്ഷൻ ബി. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ. ഇഫ് മസിൽ ടൈംസ് സ്പീഡ് ഈക്വൽസ് പവർ, വാട്ട് ഇസ് ദി റേഷ്യോ ഓഫ് ദി SI യൂണിറ്റ് ആൻഡ് ദി CGS യൂണിറ്റ് ഓഫ് മസിൽ? ഇഫ് മസിൽ ടൈംസ് സ്പീഡ് ഈസ് ഈക്വൽ ടു പവേഴ്സ്, വാട്ട് ഇസ് ദി റേഷ്യോ ഓഫ് ദി SI യൂണിറ്റ് ആൻഡ് ദി CGS യൂണിറ്റ് ഓഫ് മസിൽ എന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നോക്കാം. അത് നമ്മുടെ എന്താ പറഞ്ഞിട്ടുള്ളത്? മസിൽ ടൈം സ്പീഡ്. അപ്പോൾ മസിലിനെ ഞാൻ എക്സ് എടുക്കുകയാണ്. മസിലിനെ ഞാൻ സ്പീഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സ്പീഡിൻ്റെ ഡയമെൻഷൻ എന്താ? സ്പീഡിൻ്റെ ഡയമെൻഷൻ LT⁻⁻1 ആണ്. അപ്പോൾ മസിലിനെ ഞാൻ സ്പീഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടി? പവറിൻ്റെ ഡയമെൻഷൻ കിട്ടി. പവറിൻ്റെ ഡയമെൻഷൻ എന്താ? പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എനർജി ബൈ ടൈം ആണ്. എനർജീൻ്റെ ഡയമെൻഷൻ എന്താ? ml² T⁻² ഡിവൈഡഡ് ബൈ ടൈം എന്താ? T. അപ്പോൾ എത്ര കിട്ടി? ml² T⁻³ എന്ന് കിട്ടി. ശരിയല്ലേ? ml² T⁻³ എന്ന് കിട്ടി. അപ്പം മസിൽ ടൈം സ്പീഡ് ഈസ് ഈക്വൽ ടു പവർ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? മസിൽ ഇൻറ്റു സ്പീഡിൻ്റെ ഡയമെൻഷൻ LT⁻⁻1, പവറിൻ്റെ ഡയമെൻഷൻ ml² T⁻³ അപ്പോൾ ഞാൻ സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഈ എല്ലും L² കട്ടായി പോകും. ശരിയല്ലേ? ബാക്കി T⁻⁻1 ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? x ഈസ് ഈക്വൽ ടു ml ഇൻറ്റു T⁻⁻1 ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? T⁻³ T⁻1 അത് മുകളിലോട്ട് പോകുമ്പോൾ എന്താവും?
T⁻+1 ആവും. അപ്പോൾ ml_T⁻2 എന്നാവും. ശരിയല്ലേ? അപ്പോൾ മസിൽ ഡയമെൻഷൻ എന്താ എനിക്ക് കിട്ടി? മസിൽ ഡയമെൻഷൻ ml_T⁻2 എനിക്ക് കിട്ടി. മസിൽ ഡയമെൻഷൻ ml_T⁻2 എനിക്ക് കിട്ടി. ശരിയല്ലേ? ഇനി എന്നോട് നിങ്ങൾക്ക് എന്താ വേണ്ടത്? SI യൂണിറ്റും CGS യൂണിറ്റും തമ്മിലുള്ള റേഷ്യോ ആണ് വേണ്ടത്. നമ്മളെപ്പോഴും എന്താ ചെയ്യുക? നമ്മളെപ്പോഴും കാണുക SI യൂണിറ്റ് ആണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് നമുക്കറിയാലോ, പല ടൈപ്പ് ഓഫ് യൂണിറ്റ്സ് ഉണ്ട്. CGS ഉണ്ട്, MKS ഉണ്ട്. CGS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റിമീറ്റർ ഗ്രാം സെക്കൻഡ്. അതേപോലെ MKS ഉണ്ട്. അങ്ങനെ പല യൂണിറ്റ് ഉണ്ട്. അപ്പോൾ SI യൂണിറ്റിൽ മാസിൻ്റെ ഡയമെൻഷൻ എന്താ? SI യൂണിറ്റിൽ മാസിൻ്റെ ഡയമെൻഷൻ കിലോഗ്രാം ആണ്. ശരിയല്ലേ? ഞാൻ ഈ പച്ചോണ്ട് എഴുതുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ? നിങ്ങൾക്ക് കാണുന്നുണ്ടോ? SI യൂണിറ്റിൽ മാസിൻ്റെ ഡയമെൻഷൻ കിലോഗ്രാം ആണ്. SI യൂണിറ്റിൽ ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ മീറ്റർ ആണ്. SI യൂണിറ്റിൽ ടൈമിൻ്റെ ഡയമെൻഷൻ സെക്കൻഡ് ആണ്. CGSലോ? CGSനെ കുറിച്ച് പറയുകയാണെങ്കിൽ CGSൽ ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ സെൻറ്റിമീറ്റർ ആണ്. വെയ്റ്റിൻ്റെ ഡയമെൻഷൻ, മാസിൻ്റെ ഡയമെൻഷൻ എന്താണ്? ഗ്രാം ആണ്. ടൈമിൻ്റെ ഡയമെൻഷൻ അവിടെ വീണ്ടും സെക്കൻഡ്സ് തന്നെയാണ്. ടൈമിൻ്റെ ഡയമെൻഷൻ അവിടെ വീണ്ടും സെക്കൻഡ്സ് തന്നെയാണ്. കുഴപ്പമില്ലല്ലോ. അപ്പം SI യൂണിറ്റിന് കാര്യം. അപ്പോൾ നമുക്ക് എന്താ ഡയമെൻഷൻ കിട്ടി? ഡയമെൻഷൻ നമുക്ക് ml_T⁻2 എന്ന് കിട്ടി. അപ്പോൾ ഇത് ഫുള്ള് SI യൂണിറ്റിലാണ്. അപ്പം ഇവിടെ M എന്തിലാണ് മെഷർ ചെയ്തത് നമ്മൾ പറഞ്ഞു? M കിലോഗ്രാമിലാണ്, L മീറ്ററിലാണ്, T സെക്കൻഡ്സിലാണ്. ഇനി എനിക്കതിന് എന്താക്കണം? ഇതാണ് നമ്മുടെ SI യൂണിറ്റ്. SI യൂണിറ്റ് ആകുമ്പം ഞാൻ ബ്രാക്കറ്റിൽ ചെയ്താണ് M കിലോഗ്രാം, L മീറ്റർ, T⁻2 സെക്കൻഡ്സ്. ഇതേ സാധനം എനിക്ക് CGSൽ വേണം. CGS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവിടെ M സെൻറ്റിമീറ്ററിലാണ്, മാസ് ഗ്രാമിലാണ്. ശരിയല്ലേ? പിന്നെ ലെങ്ത്ത് സെൻറ്റിമീറ്ററിലാണ്. ടൈം സെക്കൻഡ്സിലാണ്. അപ്പോൾ കിലോഗ്രാമിനെ ഞാൻ ഗ്രാം ആക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ എഴുതുമ്പോൾ എങ്ങനെ എഴുതും? ഞാൻ ഇതിനെ ഗ്രാം ആക്കുകയാണെങ്കിൽ M × 10⁻³ കിലോഗ്രാം. എല്ലിനെ ഞാൻ ഇവിടെ മീറ്ററാണ്, ഇവിടെ സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഞാൻ മീറ്ററിനെ സെൻറ്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പം L × 10² സെൻറ്റിമീറ്റർ. ടൈമിന് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ടൈം രണ്ടിടത്തും സെക്കൻഡ്സ് തന്നെയാണ്. ടൈമിന് പ്രത്യേകിച്ച് വ്യത്യാസമില്ല. ടൈം രണ്ടിടത്തും സെക്കൻഡ്സ് തന്നെയാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഇവിടുത്തെ കിലോഗ്രാമിനെ മാറ്റിയിട്ട് ഇത് കിലോഗ്രാമിനെ മാറ്റിയില്ല, നമ്മൾ ഗ്രാം ആക്കി. ഇവിടെ ഞാൻ കിലോഗ്രാമിനെ മാറ്റിയിട്ട് എന്താക്കി? ഗ്രാം ആക്കി. ഈ ഗ്രാം. ഇവിടെ ഞാൻ മീറ്ററിനെ മാറ്റിയിട്ട് എന്താക്കി? സെൻറ്റിമീറ്റർ ആക്കി. അപ്പോൾ എന്തായി? 10⁻³ × 10⁻², ദറ്റ് ഈസ് 10⁻5. അപ്പം 10⁻5. അപ്പോൾ SI യൂണിറ്റും CGS യൂണിറ്റും തമ്മിലുള്ള റേഷ്യോ എത്രയാണ്? SI യൂണിറ്റും CGS യൂണിറ്റും തമ്മിലുള്ള റേഷ്യോ ദറ്റ് ഈസ് ഗോയിങ് ടു ബി 10⁻5. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ക്വസ്റ്റനിൽ തന്ന മസിൽ ടൈം സ്പീഡ് ഈക്വൽസ് പവർ എന്ന് തന്നതിന് ഞാൻ മസിലിൻ്റെ ഡയമെൻഷൻ കണ്ടെത്തി. അതിന്ന് SI യൂണിറ്റും CGS യൂണിറ്റും തമ്മിലുള്ള റേഷ്യോ നമ്മൾ നോക്കി. SI യൂണിറ്റും CGS യൂണിറ്റും തമ്മിലുള്ള റേഷ്യോ നമ്മൾ നോക്കി. ക്ലിയർ അല്ലേ? ആർക്കും ഡൗട്ടില്ലല്ലോ? അപ്പോൾ നമ്മൾ ഇത് ഈ ഒരു പാറ്റേണിൽ വരുന്ന 2 ക്വസ്റ്റൻസ് ഡിസ്കസ് ചെയ്തു കേട്ടോ. അതായത് നമ്മൾ ഡയമെൻഷൻ മാറ്റുന്നത്, അതായത് ഒന്നിൽ നമ്മൾ M-ഉം L-ഉം 3 ടൈംസ് ഇൻക്ലൂഡ് ചെയ്തു. മറ്റേൽ നമ്മൾ എന്ത് ചെയ്തു? CGS യൂണിറ്റും SI യൂണിറ്റും നമ്മൾ റേഷ്യോ നോക്കി. ബേസിക്കലി സിമ്പിൾ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്തോട്ട് പോട്ടെ വേം പറ. ഓക്കെ, ആർക്കും മനസ്സിലാകത്തില്ലല്ലോ. ഫാത്തിമ സുഫിയ കൊണ്ട് ഫിസിക്സ് എല്ലാ ചാപ്റ്ററും ഇങ്ങനെ ഇന്നോവേറ്റബിൾ 30 ഇടുമോ? ഡെഫിനറ്റ്ലി ഇടും. ഫിസിക്സ് എല്ലാ ചാപ്റ്ററും ഇന്നോവേറ്റബിൾ 30 നമ്മൾ കവർ ചെയ്യും. നമ്മൾ നെക്സ്റ്റ് 15 ഡേയ്സ് നമ്മുടെ പ്ലാൻ തന്നെ ഈ ഇന്നോവേറ്റബിൾ 30 എന്ന് പറഞ്ഞാൽ ഡിസ്കസ് ചെയ്തതാണ്. ഒരുപാട് ക്വസ്റ്റൻസ് വരുന്നുണ്ട്. ഒരിക്കലും ലീവ് ചെയ്ത് പോകരുത് കേട്ടോ. കാരണം ഞാൻ ഡയമെൻഷൻ്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ കാണിക്കാൻ പോവുകയാണ്. ഡയമെൻഷൻ്റെ ആപ്ലിക്കേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്? സബ്സിക്വൻറ്റ് സെഷൻ ക്വസ്റ്റൻസ് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നോക്കിയാൽ അടുത്ത ക്വസ്റ്റൻ നോക്കിയാൽ ദി ഇക്വേഷൻ ഓഫ് ദി സ്റ്റേഷനറി വേവ് ഈസ് y = 2a sin 2π/ct /λ cos 2πx /λ. ഓക്കെ, cos 2πx /λ. അങ്ങനെയാണെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് റോങ്? നോക്കുക. ദ യൂണിറ്റ് ഓഫ് CT ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ലാംഡ. കറക്റ്റ് ആണോ? അത് കറക്റ്റ് ആണല്ലേ? കാരണം ഇത് സൈനിനകത്താണ് വരുന്നത്. സൈനിനകത്തൊരു ഫംഗ്ഷൻ വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോസിനകത്തൊരു ഫംഗ്ഷൻ വരണമെന്നുണ്ടെങ്കിൽ, സൈനിനകത്തോ കോസിനകത്തോ ഒരു ഫംഗ്ഷൻ വരണമെന്നുണ്ടെങ്കിൽ എന്താവണം? അത് ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആയിരിക്കണം. അപ്പോൾ ഇവിടെ ഈ 2πCT /λക്ക് ഒരിക്കലും ഒരു ഡയമെൻഷൻ ഉണ്ടാവാൻ പാടില്ല. എന്നാലേ അത് സൈനിനകത്ത് വരാൻ പാടുള്ളൂ. അപ്പം 2πCT /λക്ക് ഡയമെൻഷൻ ഉണ്ടാവരുതെങ്കിൽ 2πക്ക് ഡയമെൻഷൻ ഇല്ലെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളതാരാ? CTയുടെയും ലാംഡയുടെയും ഡയമെൻഷൻ സെയിം ആയിരിക്കണം. എന്നാലും ഇത് കട്ടായി പോയിട്ട് ഇത് മൊത്തം ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആവുള്ളൂ. അപ്പം CTയുടെയും ലാംഡയുടെയും ഡയമെൻഷൻ സെയിം ആണ്. ഓപ്ഷൻ A ഈസ് കറക്റ്റ്. കുഴപ്പമില്ലല്ലോ, ഓപ്ഷൻ A കറക്റ്റാണ്. അടുത്ത് ദ യൂണിറ്റ് ഓഫ് X ഇസ് സെയിം ആസ് ദാറ്റ് ഓഫ് ലാംഡ. സെയിം ആണ്. വീണ്ടും കോസിനകത്താണ് വരുന്നത്. കോസിനകത്ത് വരുന്നൊരു ക്വാണ്ടിറ്റിക്ക് ഒരിക്കലും എന്ത് പാടില്ല? ഡയമെൻഷൻ പാടില്ല. കോസിനകത്ത് വരുന്നൊരു ക്വാണ്ടിറ്റി ഡയമെൻഷൻ പാടില്ല. 2πക്ക് വീണ്ടും ഡയമെൻഷൻ ഇല്ല. Xനും ലാംഡക്കും ഒരേ ഡയമെൻഷനായി മാത്രമേ അത് കട്ടായി പോകുള്ളൂ. അപ്പം എക്സിനും ലാംഡക്കും സെയിം ഡയമെൻഷനാണ്. അപ്പോൾ എക്സിനും ലാംഡക്കും സെയിം ഡയമെൻഷനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും കറക്റ്റാണ്. ഇനി ഓപ്ഷൻ C നോക്കാം. ഓപ്ഷൻ C, the unit of 2πc /λ is same as that of 2πx /λt.
യൂണിറ്റ് ഓഫ് 2πc/λ is same as that of 2πx/λt. അത് ഞാൻ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്യണം, അത് എനിക്ക് ചെയ്തു നോക്കണം. കാരണം 2πc/λ ഡയമെൻഷൻ കൂടെ കാണണം, അത് കഴിഞ്ഞ് 2πx/λ ഡയമെൻഷൻ കാണണം. സിമ്പിളാണ്, എന്നാലും ഞാൻ ചെയ്യുന്നതിന് മുമ്പ് ഓപ്ഷൻ ഡിയും കൂടി നോക്കി. നമ്മൾ പറഞ്ഞു നമ്മൾ MCQ മൊത്തം എങ്ങനെ നോക്കുക, ഒരു ഓവർവ്യൂ ആയിട്ടാണ് നോക്കുക. അപ്പോൾ യൂണിറ്റ് ഓഫ് c/λ ഞാൻ നോക്കി. യൂണിറ്റ് ഓഫ് c/λ, യൂണിറ്റ് ഓഫ് c/λ ഒരു ഡയമെൻഷൻ ഉള്ള ക്വാണ്ടിറ്റി ആണോ ഡയമെൻഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റി ആണോ? അത് ആദ്യം പറ. യൂണിറ്റ് ഓഫ് c/λ എന്ന് പറഞ്ഞൊരു ഡയമെൻഷൻ ഉള്ള ക്വാണ്ടിറ്റി ആണോ ഡയമെൻഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റി ആണോ? c/λ ഡെഫിനറ്റ്ലി ഒരു ഡയമെൻഷൻ ഉള്ള ക്വാണ്ടിറ്റി ആയിരിക്കും അല്ലേ. കാരണം എന്താ? കാരണം ഇവിടെ ആര് ബാക്കിയുണ്ട്? ഇവിടെ ഒരു t ബാക്കിയുണ്ട്. അപ്പോൾ ആ ടീനായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേ അതിന് ഡയമെൻഷൻ പോകാൻ പാടുള്ളൂ. ക്ലിയർ അല്ലേ? അപ്പോൾ c/λക്ക് ഡെഫിനറ്റ്ലി ഒരു ഡയമെൻഷൻ ഉണ്ട്. ടു ബി പ്രിസൈസ് ആ ഡയമെൻഷൻ എന്താണ്? അത് t ഇൻവേഴ്സ് ആയിരിക്കും അല്ലേ. അതെന്തായിരിക്കും? അത് t ഇൻവേഴ്സ് ആയിരിക്കും. അത് t ഇൻവേഴ്സ് ആണെങ്കിൽ മാത്രമേ ഈ ടീനോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഡയമെൻഷൻ പോകുള്ളൂ. അപ്പോൾ c/λക്ക് ഡയമെൻഷൻ ഉണ്ട്. x/λക്ക് ഡയമെൻഷൻ ഉണ്ടോ? x/λക്ക് ഡയമെൻഷൻ ഇല്ല എന്ന് നമ്മൾ ഈ ഓപ്ഷൻ ബി വായിച്ചപ്പോൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. x/λക്ക് ഡയമെൻഷൻ ഇല്ല, കാരണം x/xനും ലാംഡക്കും ഒരേ ഡയമെൻഷനാണ്. എന്നാലും ഇത് കോസിനകത്ത് വരുമ്പോൾ ഡയമെൻഷൻ ആവുള്ളൂ, ഡയമെൻഷൻലെസ് ആവുള്ളൂ. അപ്പോൾ c/λക്ക് ഡയമെൻഷൻ ഉണ്ട്, ഡയമെൻഷൻ പ്ലസ്, ആൻഡ് x/λക്ക് ഡയമെൻഷൻ ഇല്ല, ഇത് ഡയമെൻഷൻലെസ് ആണ്, ഇത് ഡയമെൻഷൻലെസ് ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി എന്താണ്? ഓപ്ഷൻ ഡി ഈസ് ഡെഫിനറ്റ്ലി റോങ്. ഓപ്ഷൻ ഡി ഈസ് ഡെഫിനറ്റ്ലി റോങ്. കാരണം c/λക്ക് ഡയമെൻഷൻ ഉണ്ട്, x/λക്ക് ഡയമെൻഷൻ ഇല്ല. അപ്പോൾ ഞാൻ ഓപ്ഷൻ സി നോക്കാണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ, ഞാൻ പറയില്ല ഓവർവ്യൂ, നമ്മൾ ഈ മൊത്തം ക്വസ്റ്റൻ്റെ ഓവർവ്യൂ. ഈ 2πc/λ ഡയമെൻഷൻ കാണുന്ന വലിയ പണിയൊന്നുമില്ല. നമ്മൾ ഈ ക്വസ്റ്റൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അറിയാണ്ട് അതിൻ്റെ ഇടയിൽ തന്നെ പറഞ്ഞു പോയി. c/λ ഡയമെൻഷൻ എന്താണ്? 2πക്ക് ഡയമെൻഷൻ ഇല്ല അല്ലേ. c/λ ഡയമെൻഷൻ എന്താണ്? c/λ ഡയമെൻഷൻ t ഇൻവേഴ്സ് ആണ്. നമ്മളത് അവിടെ പറഞ്ഞു അല്ലേ, ഇവിടെ പറഞ്ഞു. ഇനി 2πx/λt, x/λ ഡയമെൻഷൻ എന്താണ്? x/λ പറഞ്ഞ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി നമ്മൾ പറഞ്ഞു, ഇത് ഡയമെൻഷൻലെസ് ആണ്. അപ്പോൾ അതിനൊരു ഒരു t ആയിട്ടും കൂടി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും t ഇൻവേഴ്സ് ആയി. അപ്പോൾ ഇത് രണ്ടിൻ്റെ ഡയമെൻഷൻ എന്താണ്? 2πc/λ ഡയമെൻഷൻ t ഇൻവേഴ്സ് ആണ്, 2πx/λt ഡയമെൻഷൻ t ഇൻവേഴ്സ് ആണ്. അപ്പോൾ ഓപ്ഷൻ സിയും കറക്റ്റ് ആണെന്ന് നമുക്കറിയാം. പക്ഷേ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ചെയ്യാൻ നിൽക്കില്ല. സി ചെയ്യുന്നതിനേക്കാൾ സുഖം ഡെഫിനറ്റ്ലി ഡി ചെയ്യുന്നതാണ്. കാരണം c/λ ഒരു ഡയമെൻഷൻ ഉള്ള ക്വാണ്ടിറ്റി ആണെന്ന് എനിക്കറിയാം, x/λ ഒരു ഡയമെൻഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റി ആണെന്ന് എനിക്കറിയാം. അപ്പോൾ യൂണിറ്റ് ഓഫ് c/λ ആൻഡ് x/λ സെയിം ആണെന്ന് പറഞ്ഞത് പൊട്ടത്തെറ്റാണെന്ന് എനിക്കറിയാം. ക്ലിയർ അല്ലേ? ഓപ്ഷൻ ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോട്ടെ. നോക്ക്, ഇത് പ്രീവിയസ് ഇയർ ആണ്. ദി വാൻ ഡെർ വാൽസ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ഫോർ സം ഗ്യാസസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് as p + a/v² into v - b is equal to RT, where p is pressure, v is the molar volume and T is the temperature of the given sample of gas. A, B and R are constants. The dimensions of A are. The dimensions of A are. ആണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നോക്കിയേ, നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? പി പ്രഷറാണ്. അപ്പോൾ പി + a/v² എന്ന് അവർ ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മുടെ എന്തിൻ്റെ ഡയമെൻഷനാണ് ചോദിച്ചിട്ടുള്ളത്? എൻ്റെ ഡയമെൻഷനാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ p + a/v² ചെയ്യുന്നുണ്ടെങ്കിൽ, p + a/v² ചെയ്യുന്നുണ്ടെങ്കിൽ പ്രഷറിനെയും a/v² എനിക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അക്കോർഡിംഗ് ടു ഡയമെൻഷൻ ഓൺലി ക്വാണ്ടിറ്റീസ് വിത്ത് ദി സെയിം ഡയമെൻഷൻ ക്യാൻ ബി ആഡഡ് ഓർ സബ്ട്രാക്റ്റഡ്. അപ്പോൾ p + a/v² അവർ ചെയ്യുന്നുണ്ടെങ്കിൽ ഡയമെൻഷൻ ഓഫ് p ആൻഡ് ഡയമെൻഷൻ ഓഫ് a/v² ഇസ് സെയിം. ഇഫ് പീനെ നമ്മൾ a/v² ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിനർത്ഥം പീൻ്റെ ഡയമെൻഷനും a/v² ഡയമെൻഷനും സെയിം ആണെന്നാണ്. പീൻ്റെ ഡയമെൻഷൻ എന്താണ്? പി എന്ന് പറഞ്ഞാൽ പ്രഷറാണ് അല്ലേ. പി എന്ന് പറഞ്ഞാൽ എന്താണ്? പി എന്ന് പറഞ്ഞാൽ പ്രഷറാണ്. പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡയമെൻഷൻ എന്താ? mL/T⁻². ഏരിയയുടെ ഡയമെൻഷൻ എന്താ? L². അപ്പോൾ പ്രഷറിൻ്റെ ഡയമെൻഷൻ എന്താ? mL/−1 T⁻². അപ്പോൾ പ്രഷറിൻ്റെ ഡയമെൻഷൻ mL/−1 T⁻² എന്ന് കിട്ടി. അപ്പോൾ a/v² ഡയമെൻഷൻ എന്താണ്? mL/−1 T⁻². ഇതിൽ v² എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ എൻ്റെ ഡയമെൻഷൻ എന്താ? ഈ ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടും? v² ഇങ്ങോട്ട് പോകുമ്പോൾ എൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ mL/−1 T⁻² ഇൻറ്റു v², ഡയമെൻഷൻ ഓഫ് v² അല്ലേ. എന്ന് വെച്ചാൽ mL/−1 T⁻² ഇൻറ്റു v എന്ന് പറഞ്ഞാൽ എന്താ? v എന്ന് പറഞ്ഞാൽ വോളിയം. വോളിയം എന്ന് പറഞ്ഞാൽ എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, അല്ലെങ്കിൽ L³ ശരിയല്ലേ. അപ്പം വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ L³. വോളിയത്തിൻ്റെ ഡയമെൻഷൻ L³ ആണ്. അത് whole⁻² എന്ന് വരും, കാരണം ഇവിടെ 2 കൂടി ഉണ്ട് അല്ലേ. അപ്പോൾ എന്താ ആൻസർ വരിക? mL/−1 T⁻² ഇൻറ്റു L/6 which gives you mL/5 T⁻². ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ഈസ് ഗോയിങ് ടു ബി ഓപ്ഷൻ എ. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ. ക്ലിയർ അല്ലേ? സ്ക്രീനിൽ നോക്കാത്ത ആർക്കും പ്രശ്നമില്ലല്ലോ. സാധാരണ നമ്മുടെ ക്യാമറയുടെ നേരെ ബാക്കിലാണ് ഫീഡ്ബാക്ക് സ്ക്രീൻ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഫീഡ്ബാക്ക് സ്ക്രീൻ നോക്കി സംസാരിക്കുമ്പോഴും ക്യാമറയിലോട്ട് നോക്കുന്ന പോലെ തോന്നും. ഇതിൻ്റെ സൈഡിലാണ് ഫീഡ്ബാക്ക് സ്ക്രീൻ ഉള്ളത്. കുഴപ്പമില്ലല്ലോ. ഓക്കെ, mL/5 T⁻². ക്ലിയർ അല്ലേ? അപ്പം അടുത്ത ക്വസ്റ്റൻ നോക്കിയാൽ, ഇഫ് ഏരിയ, വെലോസിറ്റി ആൻഡ് ഡെൻസിറ്റി ആർ ടേക്കൻ ആസ് ഫണ്ടമെന്റൽ യൂണിറ്റ്, വാട്ട് ഇസ് ദി ഡയമെൻഷണൽ ഫോർമുല ഫോർ ഫോഴ്സ്? ഈ ക്വസ്റ്റൻ എല്ലാവരും ക്ലിയർ അല്ലേ? ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? mL/5 T⁻². ക്ലിയർ അല്ലേ?
അടുത്തത് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ജസ്റ്റ് ഹോംവർക്ക്, കാരണം ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഒന്നും കൂടി വരുന്നുണ്ട്. അപ്പോൾ 2 സിമിലർ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് നിങ്ങൾ സമയം കളയേണ്ട ആവശ്യമില്ലല്ലോ. ഈ പാറ്റേണിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്താൽ പോരെ. ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ, ഈ ക്വസ്റ്റ്യൻ ചെയ്യണോ? ഇതിനേക്കാൾ നല്ല ഇതേപോലത്തെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, അത് ചെയ്താൽ പോരെ നമുക്ക്. അത് ചെയ്താൽ പോരെ? അത് ചെയ്യണ്ടല്ലോ. ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാൻ എല്ലാവർക്കും അറിയില്ല. ഇൻ കേസ് അറിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇതേപോലത്തെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കുക, ഏതാ ആൻസർ വരുന്നത് എനിക്ക് അറിയില്ല, ബട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. നമ്മൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് സെഷനിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ, ഇത് ഞാൻ സ്കിപ്പ് ചെയ്യാം കേട്ടോ, കുഴപ്പമില്ലല്ലോ. ഇതേപോലത്തെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഓക്കെ, വേറെ ചെയ്യാം. ഓക്കെ, കാരണം ആ ക്വസ്റ്റ്യൻ നമ്മൾ എന്തായാലും ചെയ്യണം, അതുകൊണ്ടാണ് ഇത് സ്കിപ്പ് ചെയ്യുന്നത്. ഇഫ് മൊമെൻറ്റം ഈസ് ഇൻക്രീസ്ഡ് ബൈ 20%, ദെൻ കൈനറ്റിക് എനർജി ഇൻക്രീസസ് ബൈ, വേഗം പറഞ്ഞേ. ഇഫ് മൊമെൻറ്റം ഇൻക്രീസസ് ബൈ 20%, ദെൻ കൈനറ്റിക് എനർജി ഇൻക്രീസസ് ബൈ. മൊമെൻറ്റം എത്ര പെർസെൻറ്റേജ് ആയിട്ട് ഇൻക്രീസ് ചെയ്തു? മൊമെൻറ്റത്തിന് ഞാൻ 20% കൂട്ടി. അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി എത്ര ശതമാനം കൂടുന്നതാണ് ചോദ്യം. അപ്പോൾ നോക്കുക, നമുക്കൊരു റിലേഷൻ അറിയാം അല്ലേ, ലോസ് ഓഫ് മോഷനിൽ പഠിക്കുന്ന റിലേഷൻ അറിയാം. എന്താണ്? കൈനറ്റിക് എനർജി മൊമെൻറ്റത്തിന് നമ്മൾ എങ്ങനെ റിലേറ്റ് ചെയ്യും? KE ഈസ് ഈക്വൽ ടു P²/2m എന്ന് റിലേറ്റ് ചെയ്യും. KE ഈസ് ഈക്വൽ ടു P²/2m എന്ന് റിലേറ്റ് ചെയ്യും, ശരിയല്ലേ? KE ഈസ് ഈക്വൽ ടു P²/2m എന്ന് റിലേറ്റ് ചെയ്യും. അപ്പോൾ ഇനീഷ്യലി എൻ്റെ മൊമെൻറ്റം P ആയിരുന്നു. ഇനി ഞാൻ മൊമെൻറ്റത്തിന് എത്ര പെർസെൻറ്റേജ് കൂട്ടി? ഞാൻ 20% കൂട്ടി. അപ്പോൾ എൻ്റെ P' എത്രയാണ്? അതായത് എൻ്റെ മാറിയ മൊമെൻറ്റം അത് എത്രയായിരിക്കും? P പ്ലസ് എത്ര ശതമാനം കൂട്ടി? 20% കൂട്ടി. 0.2p, ദറ്റ് ഈസ് 1.2p, ശരിയല്ലേ? 1.2p ആയി. 40% എന്ന് പറയുന്നുണ്ട്, 44% എന്ന് പറയുന്നവരുണ്ട്. നോക്കാം നമുക്ക് ഏത് ആൻസർ എന്ന്. ഓക്കെ, P' ഈസ് ഈക്വൽ ടു P പ്ലസ് 0.2 ഇൻറ്റു P, ക്ലിയർ അല്ലേ? അപ്പം KE' എത്രയാണ്? കൈനറ്റിക് എനർജി ഡാഷ് ഈസ് ഈക്വൽ ടു P'²/2m. ഡൗട്ടില്ലല്ലോ? ഇല്ല. മാസ് മാറിയോ? മാസ് മാറിയിട്ടില്ല. ആര് മാത്രമേ മാറിയിട്ടുള്ളൂ? മൊമെൻറ്റം മാത്രമേ മാറിയിട്ടുള്ളൂ. P' എത്രയാടാ? P' എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.2p ആണ്. 1.2p ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m. 1.2ൻ്റെ സ്ക്വയർ എത്രയാണ്? 12ൻ്റെ സ്ക്വയർ 144. ദറ്റ് ഈസ് 1.44p² ഡിവൈഡഡ് ബൈ 2m. 1.44p² ഡിവൈഡഡ് ബൈ 2m. അപ്പം KE എത്രയാണ്? KE ഈസ് P²/2m. KE' എത്രയാണ്? KE' എത്രയാണ്? 1.44p²/2m. അപ്പം എൻ്റെ ഡെൽറ്റ KE എത്രയാണ്? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എത്രയാണ്? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പറഞ്ഞു കഴിഞ്ഞാൽ P²/2m പുറത്തോട്ട് വരും അല്ലേ? P²/2m പുറത്തോട്ട് വരും. ബാക്കി ആരാളുള്ളത്? ഡെൽറ്റ KE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഡെൽറ്റ KE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, KE മൈനസ് KE'. ഡൗട്ടില്ലല്ലോ? ഡെൽറ്റ KE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KE മൈനസ് KE'. P²/2m പുറത്തോട്ട് വന്നു, രണ്ടിടത്തും കോമൺ ആണ്. ബാക്കി ഇവിടെ ആരാളുള്ളത്? KE മൈനസ് KE' അല്ല, KE' മൈനസ് KE, രണ്ട് ചെയ്താലും കിട്ടും. കുറച്ചും കൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് KE' മൈനസ് KE. അപ്പോൾ P²/2m പുറത്തോട്ട് വന്നാൽ ബാക്കി ഇവിടെ ഉള്ളത് ഇവിടെ 1.44, ബാക്കി ഇവിടെ എത്ര ഉള്ളത്? 1. അപ്പോൾ എത്ര കിട്ടും? P²/2m ഇൻറ്റു 0.44, P²/2m ഇൻറ്റു 0.44 എന്ന് കിട്ടും. ഓക്കെ, P²/2m ഇൻറ്റു 0.44 എന്ന് കിട്ടും. അപ്പോൾ എത്രയാണ് ചേഞ്ച് പെർസെൻറ്റേജ്? എത്ര ചേഞ്ച് ഉണ്ടായി എനിക്ക്? P²/2m ആണ് നമ്മുടെ ബേസിക് അല്ലേ? ബാക്കി എത്രയാണ് മാറിയത്? 0.44 ആണ് മാറിയത് അല്ലേ? ഡെൽറ്റ KEയിൽ എത്രയാണ് മാറിയത്? 0.44 ആണ് മാറിയത്. 0.44 ആണ് മാറിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർസെൻറ്റേജ് എത്രയാണത്? ഇൻറ്റു 100 ചെയ്യുമ്പം 44%. എത്രയാണ് നമ്മുടെ ആൻസർ? 44%. ക്ലിയർ ആയോ? ആർക്കും ഡൗട്ടില്ലല്ലോ? ബൈ ദിസ് ടൈം ഒരുപാട് പേര് പറഞ്ഞു 44% ആണെന്നുള്ളത്. കറക്റ്റാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, ഈ ക്വസ്റ്റ്യനും കൂടി കഴിഞ്ഞാൽ നമ്മൾ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ എന്നുള്ള ക്വസ്റ്റ്യൻസ് തീർത്തു. കറക്റ്റ് 1 മണിക്കൂറിൽ നമ്മൾ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷനുള്ള ഒരുവിധം എല്ലാ ടോപ്പിക്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല, ഒരു സാധനം കൂടി വരുന്നുണ്ട്, വെർനിയർ കാലിപ്പറും കൂടി വരുന്നുണ്ട് കേട്ടോ. അതും കൂടി കഴിഞ്ഞാൽ തീർന്നു. അത് കഴിഞ്ഞാൽ നമ്മൾ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ നമ്മൾ എങ്ങനെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൽ അപ്ലൈ ചെയ്യുന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതും കൂടി കഴിഞ്ഞാൽ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ നമ്മൾ ബാക്കിയുള്ള ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്നുള്ളത്. ഓക്കെ, യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷനിൽ ബാക്കിയുള്ള ഇപ്പോൾ വേറൊരു ചാപ്റ്റർ നിങ്ങൾ ചോദിക്കും, മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. നിങ്ങൾക്ക് മെക്കാനിക്സ് സോളിഡ്സിൽ ഒന്നും അറിയില്ല, എന്നാലും നിങ്ങൾക്ക് ആൻസർ കിട്ടണം, ശരിയല്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ എങ്ങനെ ആൻസറിലോട്ട് എത്തിക്കുന്നുള്ളതാണ് ഇനിയുള്ള ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത്. അതൊരു അരമണിക്കൂറും കൂടി ഡിസ്കസ് ചെയ്യുമ്പം നമ്മൾ അരമണിക്കൂറും ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ ചാപ്റ്റർ മൊത്തം കഴിയും. ഇൻക്രീസ്ഡ് ടു എന്ന് പറയുമ്പോൾ സർ 0.2p ന്യൂ PI എടുക്കേണ്ടേ? ഇൻക്രീസ്ഡ് ബൈ 20% എന്നല്ല പറഞ്ഞത്, ഇൻക്രീസ്ഡ് ബൈ 20% എന്നാണ് പറഞ്ഞത്. ഇൻക്രീസ്ഡ് ടു 0.2p എന്നാണ് പറഞ്ഞതെങ്കിൽ, ഇൻക്രീസ്ഡ് ടു 20% എന്നാണ് പറഞ്ഞതെങ്കിൽ മുഫീദ പറയുന്ന പോലെ 0.2p എന്നാണ് എടുക്കേണ്ടത്. ഇൻക്രീസ്ഡ് ബൈ 20% എന്ന് പറഞ്ഞാൽ എന്താ? P ഉള്ളതിനെ ഞാൻ അതിലോട്ടൊരു 20% കൂടി കൂട്ടി വെച്ചു. അപ്പോൾ Pനെ ഞാനൊരു 0.2p കൂടി കൂട്ടി വെച്ചു. അപ്പോൾ ഇത്രയും 1.2p. ക്ലിയർ അല്ലേ? ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു മുഫീദ. അടുത്ത ക്വസ്റ്റൻ നോക്കിയാൽ, ഇതാണ് ഞാൻ പറഞ്ഞ ഇതേ പാറ്റേണുള്ള ക്വസ്റ്റ്യൻ. ആൻഡ് ഈ ക്വസ്റ്റ്യൻ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ പ്രത്യേകിച്ചൊരു കാരണമുണ്ട്. ബിക്കോസ് ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഹോട്ടസ്റ്റ് ടോപ്പിക്.
ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്, യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്. ഞാൻ കഴിഞ്ഞൊരു 10 വർഷത്തെ പേപ്പർ എടുത്ത് നോക്കി. 10 വർഷത്തിൽ 8 വർഷം ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് ഡയമെൻഷൻ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി അവർ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിൽ 8 വർഷം ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി അവർ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് ഡയമെൻഷൻ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് ഡയമെൻഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാനൊരു പണിയില്ല. കാരണം എന്താ, നമ്മൾ F = gmm/r², F = gmm/r² എന്നുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇതിനെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജീൻ്റെ ഡയമെൻഷൻ കിട്ടും. ആൻഡ് ഡയമെൻഷൻ ഓഫ് ജി ഞാൻ പല ക്ലാസ് എടുക്കുമ്പോഴും കുട്ടികളോട് എപ്പോഴും പറയാറുള്ളതാണ്, എന്ത്, ഡയമെൻഷൻ ഓഫ് ജി നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കണം. ഡയമെൻഷൻ ഓഫ് ജി ഓരോ തവണയും ഡിറൈവ് ചെയ്യാൻ നിൽക്കരുത്. ആൻഡ് ഡയമെൻഷൻ ഓഫ് ജി ഈസ് m⁻⁻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 ⁻
ഡയറക്റ്റ്ലി ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റിൻ്റെ ഡയമെൻഷൻ കിട്ടും. ഈ ഇക്വേഷൻ നമുക്കറിയാം, ഇന്ന് നമുക്ക് ഡയറക്റ്റ്ലി ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് ഡയമെൻഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റനും വെർനിയർ കാലിപ്പറിൻ്റെ ക്വസ്റ്റനും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ട്രിക്സ് ആട്ടോ പറയാൻ പോകുന്നത്, എങ്ങനെ നമ്മൾ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ ട്രിക്സ് ഉപയോഗിച്ചിട്ട് ആൻസറിലോട്ട് എത്തുന്നുള്ളത്. അപ്പോൾ m⁻⁻1 L³ T⁻² ആണ് എന്തിൻ്റെ ഡയമെൻഷൻ, ഗ്രാവിറ്റേഷൻ കോൺസ്റ്റൻറ്റ് ഡയമെൻഷൻ. അത് നമ്മൾ എന്ത് ചെയ്യാൻ നിൽക്കുന്നില്ല, ഡിറൈവ് ചെയ്യാൻ നിൽക്കുന്നില്ല. നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്, എനർജി ഈസ് ഈക്വൽ ടു g⁻⁵ h⁻⁵ c⁻r, where g is universal gravitational constant, h is the Planck's constant. നമ്മളോട് പറഞ്ഞു പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റും സ്ട്രെയിനും അതുപോലെ തന്നെ ഒരു സാധനം കൂടി നമ്മൾ പറഞ്ഞല്ലോ, എന്തെന്നത്, പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റും സ്ട്രെയിനും ഒരു സാധനം കൂടി നമ്മൾ സ്ഥിരമായിട്ട് ചോദിക്കുന്നു പറഞ്ഞില്ലേ, ഞാൻ മറന്നുപോയി. അതെന്തായിരുന്നു? ഓക്കെ, അപ്പം പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റും ഗ്രാവിറ്റേഷൻ, ഹോട്ടസ്റ്റ് സാധനം നമ്മൾ പറഞ്ഞത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റും സ്ട്രെയിനും ഒരു സാധനം കൂടി എന്താ ഞാൻ പറഞ്ഞോണ്ടാ, ഞാൻ മറന്നുപോയി. ഇസ് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ്, ദെൻ ദി വാല്യൂസ് ഓഫ് പി, ക്യൂ ആൻഡ് ആർ ആർ റെസ്പെക്റ്റീവ്ലി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ ദി വാല്യൂസ് ഓഫ് പി, ക്യൂ ആൻഡ് ആർ ആർ റെസ്പെക്റ്റീവ്ലി. ഓക്കെ, അപ്പോൾ എനിക്കറിയാം എന്ത്, ഇ ഈസ് ഈക്വൽ ടു g⁻⁵, h⁻⁵, c, ലൈറ്റ് ഇയർ അല്ലേ, എനിക്ക് ഓർമ്മ വന്നു, ലൈറ്റ് ഇയർ. ഓക്കെ, അപ്പം ഇ ഈസ് ഈക്വൽ ടു g⁻⁵, ആംഗിൾ അല്ല, ലൈറ്റ് ഇയറാണ് ഉദ്ദേശിച്ചത്. ഈസ് ഈക്വൽ ടു g⁻⁵, h⁻⁵, c⁻r. അപ്പോൾ നമുക്കറിയാം ഇ ഈസ് ഈക്വൽ ടു, ഇതിൻ്റെ ഡയമെൻഷൻ എന്താ, അപ്പോൾ നമുക്കറിയാം ഡയമെൻഷൻ നമ്മൾ എങ്ങനെ കാണാം, ഡയമെൻഷൻ നമ്മൾ കാണാം ml² T⁻²-2 ml² T⁻² is equal to m⁻⁻1 L³ T⁻². ഇത് ഒരിക്കലും കൂടി ഞാൻ പറയുകയാണ്, ഈ ഡയമെൻഷൻ കാണാതെ പഠിച്ചു വെക്കണം കേട്ടോ, ഈ ഡയമെൻഷൻ കാണാതെ പഠിച്ചു വെക്കണം. ഈ ഡയമെൻഷൻ ഓരോ തവണ ഡിറൈവ് ചെയ്യാൻ നിൽക്കരുത്. m⁻⁻1 L³ T⁻²p. ഇനി പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് ഡയമെൻഷൻ എന്താ, പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് ഡയമെൻഷൻ കാണാൻ നമുക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം, E ഈസ് ഈക്വൽ ടു h ന്യൂ എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാം. E എന്ന് പറഞ്ഞാൽ എന്താ, ml² T⁻² ഈസ് ഈക്വൽ ടു h ഇൻറ്റു ഈ ന്യൂ ഇങ്ങോട്ട് ഒരു ന്യൂ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയാണ്, ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 1/time പീരീഡ് ആണ്, T⁻⁻1 ആണ്. അപ്പോൾ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് ഡയമെൻഷൻ എന്ത് കിട്ടും, ml² T⁻⁻1 കിട്ടും. അപ്പം ml² T⁻⁻1 Q. ഇനി C എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്, L⁻⁻1 L⁻⁻1 ഓക്കെ, അപ്പോൾ m⁻⁻1 L³ T⁻²p, ml² T⁻⁻1 Q and L⁻⁻1 ഓക്കെ. അപ്പം ഇതിനി നമുക്ക് സോൾവ് ചെയ്താൽ മതി. ഇത് ഞാൻ സോൾവ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇത് ഞാൻ സോൾവ് ചെയ്താൽ നമുക്ക് കുറച്ച് ടൈം പോകും. നമ്മൾ ഇതേപോലത്തെ ഒരു ക്വസ്റ്റൻ ഇപ്പോൾ തൊട്ട് മുമ്പ് ചെയ്തു, ഇതിനി ഒന്നുമില്ല. നമ്മൾ m⁻⁻p L⁻3p T⁻²p എഴുതും, m⁻⁻q L⁻2q T⁻⁻q എഴുതും, L⁻r T⁻⁻r എഴുതും. എന്നിട്ട് നമ്മൾ m-ൻ്റെ ഇവിടെ 1 ആണ്, ഇവിടെ 2 ആണ്, L-ൻ്റെ കൂടെ T-ൻ്റെ കൂടെ -2 ആണ്. ഇത് ഞാൻ ചെയ്യണോ, ചെയ്യണമെങ്കിൽ ചെയ്യാൻ നിങ്ങൾ പറഞ്ഞോ, ചെയ്താൽ നമുക്ക് കുറച്ച് ടൈം സ്പെൻഡ് ആവും. നമ്മൾ ഇതേപോലത്തെ ഒരു ക്വസ്റ്റൻ മേലെ ചെയ്തു, അതുകൊണ്ടാണ് ചെയ്യണമെന്ന് ചോദിക്കുന്നത്. എവിടെ ചെയ്തത്, ഇതാ നമ്മൾ ഇതേപോലത്തെ ക്വസ്റ്റൻ ഇവിടെ സോൾവ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ല തോന്നുന്നു. ആസ് പെർ യുവർ വിഷാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഞാൻ ഇങ്ങനത്തെ വീണ്ടും ഈ ക്വസ്റ്റൻ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ കാരണം ഇതിൽ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഹോട്ടസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് ഡയമെൻഷൻ m⁻⁻1 L³ T⁻²2 ആണെന്ന് നിങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. m⁻⁻1 L³ T⁻² എന്നാണെന്ന് നിങ്ങൾക്ക് അറിയിക്കാം. കൂടുതൽ പേരും ചെയ്യേണ്ടതെന്നാണ് പറയേണ്ടത്. ജാൻസി കബീർ മാത്രം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, തൽക്കാലം നമുക്കിത് ഇവിടെ വിടാം, ലാസ്റ്റ് സമയം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ കാരണം ഒരു 1.5 hour സെഷനാണ് മൊത്തം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരുപാട് അധികം പേരും വേണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഈ ക്വസ്റ്റൻ ഡിസ്കസ് ചെയ്യാം. അത് ജംഷി ചെയ്യണം എന്ന് പറയുന്നുണ്ട്. കൺഫ്യൂഷൻ ആയല്ലോ, ടൈം ഈസ് വാല്യുബിൾ. അത് അപ്പോഴേക്കും ആൻസറൊക്കെ വന്നു. ഡെഫിനറ്റ്ലി ഒരു കാര്യം ചെയ്യാം, ഈ ക്വസ്റ്റൻ ഞാൻ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യും. കാരണം യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ കഴിഞ്ഞിട്ട് 1 dimension തുടങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്, ആ ഗ്യാപ്പിൽ ഞാൻ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഐ പ്രോമിസ് ദാറ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കാരണം ഇപ്പോൾ നീറ്റ് ഇത്ര അടുത്തെത്തി നിൽക്കുമ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഈ ക്വസ്റ്റൻ വീണ്ടും ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പം പക്ഷേ വേണ്ടവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യും. ആൻസർ അടയാളപ്പെടുത്തുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എനിക്ക് ഇതിൽ ആൻസർ ചെയ്താന്നുള്ളത് കറക്റ്റ് അറിയില്ല.
നമുക്ക് എന്തായാലും ക്വസ്റ്റൻ ചെയ്യാം, ചെയ്തിട്ട് നമുക്ക് ആൻസറിലോട്ട് എത്തിക്കാം. അടുത്ത ക്വസ്റ്റൻ നോക്കിയാൽ ഈ ക്വസ്റ്റൻ വേണ്ട, ഈ ക്വസ്റ്റൻ എക്സാക്ട്ലി സെയിം ആണ്. ഞാൻ പക്ഷേ ഇങ്ങനത്തെ ക്വസ്റ്റൻ വീണ്ടും വീണ്ടും ഇൻക്ലൂഡ് ചെയ്ത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ക്വസ്റ്റനാണ് അധികം ചോദിക്കാറ്. ഇങ്ങനത്തെ ക്വസ്റ്റനാണ് അധികം ചോദിക്കാറ്. അപ്പം ഈ ക്വസ്റ്റൻ നമ്മൾ ആ ബ്രേക്ക് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചാൽ മതി. അടുത്ത് നോക്കുക. അടുത്ത് ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. If C, R, L and I denote capacitance, capacity and capacitance കേട്ടോ, capacitance, resistance, inductance and electric current respectively, the quantities having the same dimensions of time are. The quantities having the same dimensions of time are എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം എന്തൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ളത്? കപ്പാസിറ്റൻസ്, റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ് ആൻഡ് കറൻറ്റ്. ഓക്കെ, കപ്പാസിറ്റൻസ്, റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ് ആൻഡ് കറൻറ്റ്. ആൻഡ് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ സ്ഥിരം ഞാൻ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ ഞാനല്ല നിങ്ങൾക്ക് റെക്കോർഡ് എടുത്തത്, എന്നാലും ഞാൻ 1 ഡയമെൻഷനോ 2 ഡയമെൻഷനോ എടുക്കുമ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. ടൈം കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞൊരു കാര്യം, അതായത് 3 സാധനത്തിൻ്റെ ഡയമെൻഷൻ സെയിം ആണ്. ദാറ്റ് ഈസ് ആർ സി, ഡയമെൻഷൻ ഓഫ് ആർ സി ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് റൂട്ട് എൽ സി ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എൽ ബൈ ആർ. ഓരോ തവണയും ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇത് സ്ഥിരം ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ള ഏരിയയാണ്. ഓരോ തവണയും ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യരുത്? റെസിസ്റ്റൻസിനെ കണ്ടിട്ട് റെസിസ്റ്റൻസിനെ ഡയമെൻഷൻ കണ്ടിട്ട് അതിനെ ഇൻറ്റു കപ്പാസിറ്റൻസ് ചെയ്യാനും, അതിൽ ഇൻഡക്റ്റൻസിൻ്റെ ഡയമെൻഷൻ കണ്ടിട്ട് അതിനെ കപ്പാസിറ്റൻസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ റൂട്ട് എടുക്കാനും അതിനൊന്നും നിൽക്കരുത്. ഇതിന് മൂന്നിനും കൂടി നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്ന ഒരു പേരുണ്ട്. ഇതിനെ മൂന്നിനും കൂടി നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് ടൈം കോൺസ്റ്റൻറ്റ്. എന്ത്? ടൈം കോൺസ്റ്റൻറ്റ്. അങ്ങനെ വിളിക്കാനും കാരണം എന്താ? ഇതിൻ്റെ 3ൻ്റെ ഡയമെൻഷൻ ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ടൈം. ഇതിൻ്റെ 3ൻ്റെ ഡയമെൻഷൻ എന്താണ്? ഡയമെൻഷൻ ഓഫ് ടൈമിൻ്റെ സെയിം ആണ്. അപ്പോൾ ആർ സിയുടെയും റൂട്ട് എൽ സിയുടെയും എൽ ബൈ ആറിൻ്റെയും ഡയമെൻഷൻ സെയിം ആണ്. ആർ സിൻ്റെയും റൂട്ട് എൽ സിൻ്റെയും എൽ ബൈ ആറിൻ്റെയും ഡയമെൻഷൻ സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഡയമെൻഷൻ എന്താണ്? ടൈമിൻ്റെ ഡയമെൻഷൻ തന്നെയാണ്. എല്ലാത്തിൻ്റെ ഡയമെൻഷനും ടൈമിൻ്റെ ഡയമെൻഷൻ തന്നെയാണ്. അപ്പോൾ നോക്കിയേ, ഇവിടെ ഫസ്റ്റ് സാധനം എന്താണ്? ആർ സി. ആർ സിയുടെ ഡയമെൻഷൻ എന്താണെന്ന് എനിക്കറിയാം. ആർ സി എന്ന് പറഞ്ഞാൽ ടൈം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ ടൈമിൻ്റെ ആണ്. അടുത്ത എൽ ബൈ ആർ വീണ്ടും എന്താണ്? ഡയമെൻഷൻ ഓഫ് ടൈം ആണെന്ന് എനിക്കറിയാം. റൂട്ട് എൽ സി അതിൻ്റെ ഡയമെൻഷൻ ഓഫ് ടൈമിൻ്റെ അറിയാം. LI സ്ക്വയർ എന്ന് പറഞ്ഞ സാധനം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? അതുണ്ടെങ്കിൽ ഞാൻ അതും കൂടി ഇവിടെ എഴുതുന്നില്ലേ? അതില്ല. അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻ എന്തായാലും എന്തല്ല? ടൈമിൻ്റെതല്ല. അപ്പോൾ ആർ സിയും റൂട്ട് എൽ സിയും എൽ ബൈ ആറുമാണ് ടൈം കോൺസ്റ്റൻസ്. ദാറ്റ് മീൻസ് ഓപ്ഷൻ 1, ഓപ്ഷൻ 3 ആൻഡ് ഓപ്ഷൻ 2 ഹാസ് ഗോട്ട് ദി ഡയമെൻഷൻ ഓഫ് ടൈം. ഓപ്ഷൻ 1നും ഓപ്ഷൻ 2ക്കും ഓപ്ഷൻ 3ക്കുമാണ് ഡയമെൻഷൻ ഓഫ് ടൈം ഉള്ളത്. വിച്ച് മേക്സ് യുവർ ആൻസർ ഓപ്ഷൻ D, 1, 2 and 3. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് 3ൻ്റെ ഡയമെൻഷൻ എല്ലാവരും പഠിച്ചു വെക്കുക. ആർ സിയുടെയും റൂട്ട് എൽ സിയുടെയും എൽ ബൈ ആറിൻ്റെ ഡയമെൻഷൻ ടൈമിൻ്റെ ഡയമെൻഷനാണ്. അടുത്ത ക്വസ്റ്റനിലോട്ട് പോകട്ടെ. നോക്കിയേ, the mass of a body is 20 gram and its volume is 10 centimeter cube. If the measured values are expressed up to the correct significant figures, the maximum error in the value of density is. നോക്കിയേ, അത് നമ്മുടെ തന്നിട്ടുണ്ട്. മാസ് തന്നിട്ടുണ്ട് നമുക്ക് അല്ലേ? മാസ് തന്നിട്ടുണ്ട്, വോളിയം തന്നിട്ടുണ്ട്. കറക്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൽ നമുക്ക് എന്ത് വേണം? ഡെൻസിറ്റിയിൽ ഉണ്ടാകുന്ന എറർ വേണം. അപ്പോൾ ഞാൻ നോക്കുകയാണ്. അതായത് ഇവിടെ 20ന് ശേഷം 3 0 അവർ തന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അവരെന്താ ഉദ്ദേശിക്കുന്നത്? ആ മെഷർ ചെയ്ത വെയിങ് മെഷീൻ്റെ ലീസ്റ്റ് കൗണ്ട് എത്രയാണ്? മെഷർ ചെയ്ത വെയിങ് മെഷീൻ ലീസ്റ്റ് കൗണ്ട് 10⁻³ ആണ്. അല്ലെങ്കിൽ ആ മെഷർ ചെയ്ത മെഷീൻ കൊണ്ട് ഉണ്ടാവാൻ സാധ്യതയുള്ള മാക്സിമം എറർ എത്രയാണ്? അത് 10⁻³ ആണ്. ക്ലിയർ അല്ലേ? അതേപോലെ വോളിയത്തിൻ്റെ കൂടെ 2 0 തന്നിട്ടുണ്ടെങ്കിൽ, അതിനർത്ഥം എന്താണ്? അതിൻ്റെ ലീസ്റ്റ് കൗണ്ട് 10⁻² ആണ്. അല്ലെങ്കിൽ അതിൻ്റെ ലീസ്റ്റ് കൗണ്ട് എത്രയാണ്? 10⁻² ആണ്. അല്ലെങ്കിൽ അതുകൊണ്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം വാല്യൂ 10⁻² ആണ്. അതിൽ മെഷർ ചെയ്യുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ള മാക്സിമം എറർ 10⁻² ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് 10⁻³ ആണ്, ഇത് 10⁻² ആണ്. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് മാക്സിമം എറർ ഇൻ ദി വാല്യൂ ഓഫ് ഡെൻസിറ്റി ആണ്. നമുക്കറിയാം ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം എന്ന് നമുക്കറിയാം. ശരിയല്ലേ? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം എന്ന് നമുക്കറിയാം. അപ്പോൾ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണെങ്കിൽ നമുക്കറിയാം ഡെൽറ്റ റോ ബൈ റോ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എം ബൈ എം പ്ലസ് ഡെൽറ്റ വി ബൈ വി. ഡെൽറ്റ റോ ബൈ റോ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എം ബൈ എം പ്ലസ് ഡെൽറ്റ വി ബൈ വി. ഡൗട്ടില്ലല്ലോ? ആർക്കും ഡൗട്ടില്ലല്ലോ? അപ്പോൾ നോക്കിയേ, ഡെൽറ്റ റോ ബൈ റോ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എം എത്രയാണ്? ഡെൽറ്റ എം പറഞ്ഞു. ഇതിൻ്റെ
ലീസ്റ്റ് കൗണ്ട് അല്ലെങ്കിൽ അത് മെഷർ ചെയ്യുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള മാക്സിമം എറർ എത്രയാണ് 10⁻³ ആണ്. അപ്പോൾ 10⁻³ ബൈ എമ്മിൻ്റെ വാല്യൂ എത്രയാണ് ഇവിടെ? എമ്മിൻ്റെ വാല്യൂ 20 ആണ്. പ്ലസ് ഡെൽറ്റ വി ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള മാക്സിമം എറർ എത്രയാണ് അല്ലെങ്കിൽ അതിൻ്റെ ലീസ്റ്റ് കൗണ്ട് എത്രയാണ്? 10⁻² ഡിവൈഡഡ് ബൈ നമ്മളെ വോളിയം എത്രയാണ്? വി എത്രയാണ്? വി 10 ആണ്. ശരിയല്ലേ? അപ്പം ഈ 0 കട്ടായി പോകുമ്പോൾ എത്രയാവും? ഇത് 10⁻⁴ ഡിവൈഡഡ് ബൈ 2 പ്ലസ് 10⁻³ എന്നാവും. ഈ 10 മുകളിലോട്ട് പോകുമ്പോൾ അല്ലേ? 10⁻⁴ ഡിവൈഡഡ് ബൈ 2 പ്ലസ് 10⁻³ എന്നാവും അല്ലേ? ഡൗട്ടില്ലല്ലോ? ഇല്ല. ഓക്കെ. അപ്പം ഇതെന്താണ്? ഇത് ഡെൽറ്റ റോ ബൈ റോ ആണ്. റോ എത്രയാടാ? റോ എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം ഇല്ലേ? മാസ് 20 ആണ്, വോളിയം 10 ആണ്. അപ്പോൾ മാസ് ബൈ വോളിയം ഡെൻസിറ്റി എത്രയാണ്? ഡെൻസിറ്റി 2 ആണ്. ഡെൻസിറ്റി എത്രയാണ്? ഡെൻസിറ്റി 2 ആണ്. അപ്പോൾ ഡെൽറ്റ റോ എത്രയാണ്? ഡെൽറ്റ റോ ഈസ് ഈക്വൽ ടു ഈ 2 ഇങ്ങോട്ട് പോകുമ്പോൾ 2 × 10⁻⁴ ബൈ 2 പ്ലസ് 10⁻³ 2 × 10⁻⁴ ബൈ 2 പ്ലസ് 10⁻³ സംശയമില്ലല്ലോ. ഈ 2-നെ ഞാൻ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ 2 ും 2 കട്ടായി പോയി. എവിടെ 2 × 10⁻⁴ ഈ 2-നെ എവിടെയും മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? പ്ലസ് 2 × 10⁻³ എന്ന് വെച്ചാൽ എത്രയാണ്? 2 × 10⁻³ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0. അതിൽ 10⁻⁴ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.0001 പ്ലസ് 2 × 10⁻³ എന്ന് പറഞ്ഞാലോ 0.002. ഇത് ആഡ് ചെയ്താൽ എനിക്ക് എത്ര കിട്ടുക? 0.0021 എന്ന് കിട്ടും. അപ്പോൾ എനിക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള മാക്സിമം എറർ എത്രയാണ്? മാക്സിമം എറർ 0.0021 ആണ്. അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ടോ? അങ്ങനത്തെ ഒരു ഓപ്ഷൻ 4 ഓപ്ഷനിലും ഇല്ല അല്ലേ? വിച്ച് മീൻസ് യുവർ ആൻസർ ഈസ് നൺ ഓഫ് ദീസ്. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റനിലോട്ട് പോട്ടെ. അപ്പോൾ ബേസിക്കലി ഈ ക്വസ്റ്റൻ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒറ്റ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതായത് നമുക്ക് ഉണ്ടാക്കാൻ ചാൻസ് ഉള്ള ഈ ഒരു 20-ന് ശേഷം 3 0 അവർ തരുന്നതുകൊണ്ട് അവരുദ്ദേശിക്കുന്നത് എന്താണ്? നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള മാക്സിമം എറർ എത്രയാണ്? അത് 10⁻³ ആണ്. അതേപോലെ 10-ന് ശേഷം 2 0 തന്നുകൊണ്ട് അവരുദ്ദേശിക്കുന്നത് ഉണ്ടാവാൻ സാധ്യതയുള്ള മാക്സിമം എറർ 10⁻² ആണ്. ഓക്കെ എന്ന് പറയുന്നുണ്ട്. ഈ ക്വസ്റ്റൻ ഞാൻ ചെയ്യുന്നില്ല, കാരണം ഇതേപോലത്തെ ക്വസ്റ്റൻ നമ്മൾ ചെയ്തു. ദി ഡെൻസിറ്റി ഓഫ് എ ക്യൂബ് ഈസ് മെഷർഡ് ബൈ ഇറ്റ്സ് മെഷർ ആൻഡ് ലെങ്ത് ഓഫ് ഇറ്റ് സൈഡ്സ്. ഇഫ് ദി മാക്സിമം എറർസ് ഇൻ ദി മെഷർമെൻറ്റ് ഓഫ് മാസ് ആൻഡ് ലെങ്ത് ആർ 4% and 3%, ദി മാക്സിമം എറർ ഇൻ ദി മെഷർമെൻറ്റ് ഓഫ് ഡെൻസിറ്റി വിൽ ബി ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പറയാം ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ബൈ വോളിയം ആണെന്ന് നമുക്കറിയാം. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം ആണെന്ന് നമുക്കറിയാം. ഒരു സിലിണ്ടറിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ വോളിയം എത്രയാണ്? സിലിണ്ടറിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ വോളിയം πr² ആണ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്താം? ഡെൽറ്റ റോ ബൈ റോ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എം ബൈ എം പ്ലസ് താഴെ പൈക്ക് എറർ ഉണ്ടാവില്ലേ? ബാക്കി എന്താ ഉള്ളത്? 2 × ഡെൽറ്റ ആർ ബൈ ആർ പ്ലസ് ഡെൽറ്റ എൽ ബൈ എൽ. ശരിയല്ലേ? ഡെൽറ്റ എൽ ബൈ എൽ. അപ്പോൾ എത്ര കിട്ടും? ചെയ്യണില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തു. മാസിലുള്ള എറർ എത്രയാണ്? മാസിലുള്ള എറർ 4 പ്ലസ് റേഡിയസിലുള്ള എറർ എത്രയാണ്? ഇത് ക്യൂബല്ലേ? സിലിണ്ടർ അല്ല അല്ലേ? അപ്പോൾ കുറച്ചും കൂടി സിമ്പിളായി. πr² നിന്നൊന്നും വേണ്ട, സിലിണ്ടർ ആയതുകൊണ്ട് a³ നിർത്താൽ മതി. അപ്പോൾ ഡെൽറ്റ എം ബൈ എം പ്ലസ് 3 × ഡെൽറ്റ എ ബൈ എ. അപ്പോൾ 4 പ്ലസ് 3 × എയിലുള്ള മെഷർ എറർ എത്രയാണ്? 3 × 3 ദാറ്റ് ഈസ് 13%. ക്ലിയർ അല്ലേ? ആൻസർ ഇസ് ഗോയിങ് ടു ബി 13%. അടുത്ത ക്വസ്റ്റനിലോട്ട് പോകാം. ഇത് നമ്മളിപ്പോൾ ചെയ്ത സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ്, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാണ്. നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തില്ലേ ഇതാ മാസ് ഓഫ് ബോഡി. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, എന്നിട്ട് ഞാൻ എന്തുകൊണ്ട് ഈ ക്വസ്റ്റൻ ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങൾ ചോദിക്കും. കാരണം ഇതേ ക്വസ്റ്റൻസാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ റിപ്പീറ്റ് കൂടുതൽ ചെയ്യുന്ന ക്വസ്റ്റൻസ് ഞാൻ 2 തവണ ഇൻക്ലൂഡ് ചെയ്തതെന്നുള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റൻ നിങ്ങൾ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക, ചെയ്ത് നോക്കുക. ഓക്കെ, അടുത്തതിലോട്ട് പോട്ടെ. ഇതാ വെർനിയർ കാലിപ്പർ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഞാനൊരു കാര്യം കാണിച്ചു തരാം. അതായത് വെർനിയർ കാലിപ്പർ ഞാൻ ചെയ്യും കേട്ടോ. വെർനിയർ കാലിപ്പറിലോട്ട് ഞാൻ തിരിച്ചു വരാം. അതിന് മുമ്പ് ഒറ്റ കാര്യം ഞാൻ പറഞ്ഞു, നമുക്ക് യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷനിലെ ക്വസ്റ്റൻ ചെയ്യുമ്പോൾ മാത്രമല്ല നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. നമുക്ക് എന്താണ് വേറെ ക്വസ്റ്റനിലെ വേറെ ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റൻ ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് എന്ത് വെച്ച് സോൾവ് ചെയ്യാൻ പറ്റണം? യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ വെച്ച് സോൾവ് ചെയ്യാൻ പറ്റണം. അതാണ് ട്രിക്ക് എന്ന് നമ്മൾ ഉദ്ദേശിച്ചത്. വേറെ ചാപ്റ്ററിലെ ക്വസ്റ്റൻ ചോദിച്ചു കഴിഞ്ഞാലും നമുക്കത് യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റണം? സോൾവ് ചെയ്യാൻ പറ്റണം. ശരിയല്ലേ? അപ്പം എന്നോടിപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റൻ ചോദിച്ചു. എന്താണ്? ഈ കാർ ആക്സിലേറ്റ്സ് ഫ്രം റെസ്റ്റ് അറ്റ് കോൺസ്റ്റന്റ് റേറ്റ് ആൽഫ ഫോർ സം ടൈം ആഫ്റ്റർ വിച്ച് ഡീസലറേറ്റ്സ് അറ്റ് കോൺസ്റ്റന്റ് റേറ്റ് ബീറ്റ ആൻഡ് കംസ് ടു റെസ്റ്റ്. ഇഫ് ദി ടോട്ടൽ ടൈം ഇലാപ്സ്ഡ് ഇസ് ടി, ദി മാക്സിമം വെലോസിറ്റി അക്വയർഡ് ബൈ ദി കാർ വിൽ ബി. ഇത് ചിലർ പഠിച്ചു വെച്ചിട്ടുണ്ടാവും ഇതിൻ്റെ ഓപ്ഷൻ ഏതാണെന്നുള്ളത്, കാരണം അത് ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റൻ ആണ്. പക്ഷേ നമുക്ക് എക്സാമിന് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റൻ ചോദിച്ചാൽ നമുക്ക് അറിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? ഞാൻ ഇതിൽ ഡയമെൻഷൻ വെച്ച് സോൾവ് ചെയ്യാൻ നോക്കുകയാണ്. അതായത് ആൽഫയും ബീറ്റയും ആക്സലറേഷൻ ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ α² - β² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിൻ്റെ ഡയമെൻഷൻ ആയിരിക്കും? ആക്സലറേഷൻ്റെ സ്ക്വയറിൻ്റെ ഡയമെൻഷൻ ആയിരിക്കും. ശരിയല്ലേ? α² - β² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സലറേഷൻ്റെ സ്ക്വയറിൻ്റെ ഡയമെൻഷൻ ആയിരിക്കും.
താഴെ എന്താ ഉള്ളത്? താഴെ ആൽഫ ഇൻറ്റു ബീറ്റ. ആൽഫ ഇൻറ്റു ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗെയിൻ എന്താണ്? ആക്സലറേഷൻ ഡയമെൻഷൻ ആണ്. ആൽഫ ഇൻറ്റു ബീറ്റ പറഞ്ഞാൽ അഗെയിൻ അതെന്താണ്? ആക്സലറേഷൻ ഡയമെൻഷൻ ആണ്. അപ്പോൾ ആരൊക്കെ കട്ടായി പോകും? ഈ മേലുള്ള ആക്സലറേഷൻ സ്ക്വയറും താഴെയുള്ള ആക്സലറേഷൻ സ്ക്വയറും കട്ടായി പോകും. ബാക്കിയുടെ ആര് മാത്രമേ ഉള്ളൂ? ടൈം മാത്രമേ ഉള്ളൂ. ടൈമിൻ്റെ ഡയമെൻഷൻ എന്താണ്? ടി എന്നാണ്. എന്നോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? അവർ മാക്സിമം വെലോസിറ്റിയാണ്. എന്നോട് അവരെന്താ ചോദിച്ചിട്ടുള്ളത്? മാക്സിമം വെലോസിറ്റിയാണ്. മാക്സിമം വെലോസിറ്റി ഡയമെൻഷൻ എന്താണ്? വെലോസിറ്റി ഡയമെൻഷൻ LT⁻⁻1 ആണ്. അപ്പം എൻ്റെ ആൻസർ ഡയമെൻഷൻ എന്തായിരിക്കണം? ആൻസർ ഡയമെൻഷൻ LT⁻⁻1 ആയിരിക്കണം. അത് ഒരിക്കലും ടി ആവാൻ പാടില്ല. ദാറ്റ് മീൻസ് ഓപ്ഷൻ എ ഇസ് റോങ്. ഓപ്ഷൻ ബിയിലോട്ട് ഞാൻ പോയി. ഓപ്ഷൻ ബിയിൽ വീണ്ടും ആക്സലറേഷൻ സ്ക്വയറിനെ വീണ്ടും ആക്സലറേഷൻ സ്ക്വയറായിട്ട് ആഡ് ചെയ്യാണ്. അപ്പോൾ ആക്സലറേഷൻ സ്ക്വയറിനെ ആക്സലറേഷനായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അതിൻ്റെ ഡയമെൻഷൻ എന്താണ്? ആക്സലറേഷൻ സ്ക്വയർ. ആൽഫയും ബീറ്റയും ആക്സലറേഷൻ ആണ്. അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും എനിക്ക് ആക്സലറേഷൻ സ്ക്വയറാണ് കിട്ടുക. ഇത് രണ്ടും കട്ടായി പോകും. ബാക്കി ഇവിടെ എന്താ ഉള്ളത്? അഗെയിൻ ഡയമെൻഷൻ ഓഫ് ടൈം ആണ്. വിച്ച് മീൻസ് ഓപ്ഷൻ ബി ഈസ് ഓൾസോ നോട്ട് ദി ആൻസർ. ഓപ്ഷൻ സി ഞാൻ നോക്കി. ഓപ്ഷൻ സിയിൽ മേലെ ആക്സലറേഷൻ പ്ലസ് ആക്സലറേഷൻ, ഇത് രണ്ടിനും കൂടെ ഡയമെൻഷൻ എന്താണ്? ആക്സലറേഷൻ ഡയമെൻഷൻ ആണ്. താഴെയോ ആക്സലറേഷൻ ഇൻറ്റു ആക്സലറേഷൻ എന്ന് വെച്ചാൽ ആക്സലറേഷൻ സ്ക്വയർ. അപ്പോൾ ഇവിടെ ഒരു ആക്സലറേഷനും സ്ക്വയറും കട്ടായി പോയി. ഞാനുള്ളൊരു ടി ഉണ്ട്. അപ്പോൾ ടി ബൈ ആക്സലറേഷൻ ഡയമെൻഷൻ എന്താടാ? LT⁻². ടി ബൈ LT⁻², ടി മേലോട്ട് പോകുമ്പോൾ എന്താവും? ഇത് L⁻⁻1 T³ എന്നാവും. അതാണോ നമുക്ക് വേണ്ടത്? അതല്ല നമുക്ക് വേണ്ടത്. ശരിയല്ലേ? അതാണ് നമുക്ക് വേണ്ടത്? അതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ട ഡയമെൻഷൻ എന്തിൻ്റെയാണ്? LT⁻⁻1 ആണ്. നമുക്കിവിടെ കിട്ടിയത് എന്താണ്? L⁻⁻1 T³, വിച്ച് മീൻസ് ഓപ്ഷൻ സി ഈസ് ഓൾസോ റോങ്. അപ്പോൾ ഓപ്ഷൻ ഡിയിലോട്ട് ഞാൻ നോക്കി. ഓപ്ഷൻ ഡി എന്താണ്? മേലെ ആൽഫ ഇൻറ്റു ബീറ്റ. ആൽഫ ഇൻറ്റു ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സലറേഷൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആൽഫ പ്ലസ് ബീറ്റ എന്ന് വെച്ചാൽ ആക്സലറേഷൻ്റെ സമ്മ് ഇൻറ്റു ടി. അപ്പോൾ എയും എ സ്ക്വയറും കട്ടായി പോയി. ബാക്കി എന്താ ഉള്ളത്? ആക്സലറേഷൻ ഇൻറ്റു ടൈം, ദാറ്റ് ഈസ് LT⁻² ഇൻറ്റു ടി, വിച്ച് ഗീവ്സ് യു LT⁻⁻1. അതല്ലേ നമുക്ക് വേണ്ടത്? ശരിയല്ലേ? LT⁻⁻1 നമുക്ക് കിട്ടേണ്ടത് അല്ലേ? അപ്പോൾ നമുക്ക് നമ്മളോട് ചോദിച്ചത് എന്തല്ല? യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷനിൽ ഒരു ക്വസ്റ്റൻ അല്ല നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമ്മളോട് 1 ഡയമെൻഷനിൽ ഒരു ക്വസ്റ്റനാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷേ നമുക്ക് യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ അറിയെങ്കിലും നമുക്ക് ഈ ക്വസ്റ്റൻ സോൾവ് ചെയ്യാം. യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ അറിയെങ്കിലും നമുക്ക് ഈ ക്വസ്റ്റൻ സോൾവ് ചെയ്യാം. ഇതിനാണ് നമ്മൾ ട്രിക്സ് എന്ന് വിളിക്കാറല്ലേ? നമുക്ക് ഈ ചാപ്റ്ററിൽ 1 ഡയമെൻഷനിൽ ഒന്നും അറിയില്ലെങ്കിലും നമുക്ക് യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ വെച്ചിട്ട് മാത്രം എന്ത് ചെയ്യാം? ഇത് സോൾവ് ചെയ്യാം. ഇതേപോലത്തെ കുറച്ച് ക്വസ്റ്റൻസ് ഞാൻ കാണിച്ചു തരാം. അടുത്ത ക്വസ്റ്റൻ നോക്കിയാൽ, the deceleration experienced by a moving motorboat after its engine is cut off is given by dv/dt is equal to minus kv³, where k is constant. If v0 is the magnitude of the velocity at cut off, the magnitude of the velocity at time t after the cut off is എന്തല്ലോ ചോദിച്ചിട്ടുണ്ട് അല്ലേ? അതായത് എന്തൊക്കെ ഒരു ബോട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആക്സലറേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് ഒരു കോൺസ്റ്റൻറ്റിനെ കുറിച്ച് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. v0 is the magnitude of the velocity at cut off എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ magnitude of velocity at time t after the cut off, ഇത് നമുക്ക് ഇക്വേഷൻസ് ഓഫ് മോഷൻ ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്യണമെന്നെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ കുറേ നേരം ഇത് ചെയ്യേണ്ടി വരും. അതൊന്നും ഇല്ലാണ്ട് നമുക്ക് ക്വസ്റ്റൻ സോൾവ് ചെയ്യാം. എങ്ങനെ? ഞാൻ ഓപ്ഷൻ നോക്കി. എന്നോട് ഫൈനലി എന്താ ചോദിച്ചിട്ടുള്ളത്? ഫൈനലി ചോദിച്ചിട്ടുള്ളത് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റിയാണ്. അപ്പോൾ വാട്ട് എവർ ബി ദി ആൻസർ അതിന് എന്തായിരിക്കണം? വെലോസിറ്റിയുടെ ഡയമെൻഷൻ ആയിരിക്കണം. ശരിയല്ലേ? അപ്പോൾ ഓപ്ഷൻ എ കറക്റ്റ് ആയിരിക്കും. ഓപ്ഷൻ എ എന്താ പറയുന്നത്? v0/2. എന്നോട് ചോദിച്ചിട്ടുള്ളത് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി അറ്റ് എ ടൈം ടി ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി വെലോസിറ്റി അറ്റ് എ ടൈം ടി ആണ്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി വെലോസിറ്റി അറ്റ് എ ടൈം ടി ഷുഡ് ഡെഫിനറ്റ്ലി ഡിപ്പെൻഡ് അപ്പോൺ ടി. അത് ടീനെ ഡിപ്പെൻഡ് ചെയ്യണം. ശരിയല്ലേ? അല്ലാണ്ട് ഏത് ടൈം ടി കഴിഞ്ഞാലും അതിൻ്റെ വെലോസിറ്റി v0/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവുമോ? അതൊരിക്കലും ശരിയാവില്ല. എനിക്ക് ഓപ്ഷൻ എ തെറ്റാണെന്ന് എനിക്ക് കണ്ണും പൂട്ടി പറയാം. കാരണം ആഫ്റ്റർ എ ടൈം ടി അതിൻ്റെ വെലോസിറ്റി എത്രയാണ് ചോദിച്ചിട്ടുള്ളത്. ആഫ്റ്റർ എ ടൈം ടി അതിൻ്റെ വെലോസിറ്റി എന്തായാലും ടീനെ ഡിപ്പെൻഡ് ചെയ്യണം. ഓപ്ഷൻ എയിൽ ടി എന്ന് പറഞ്ഞൊരു വേരിയബിളെ ഞാൻ കാണുന്നില്ല. ഓപ്ഷൻ ബിയിലും ഞാൻ കാണുന്നില്ല. ഒറ്റയടിക്ക് ഞാൻ ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും തെറ്റാണെന്ന് ഞാൻ പറയും. ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും തെറ്റാണെന്ന് ഞാൻ പറയാം. എനിക്കധികം സമയമൊന്നും വേണ്ട. കാരണം ഓപ്ഷൻ എയിലും ഓപ്ഷൻ ബിയിലും ടി എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഇല്ല. നമ്മളോട് ചോദിച്ചത് ആഫ്റ്റർ എ ടൈം ടി ഉള്ള വെലോസിറ്റിയാണ്. ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും തെറ്റാണെന്ന് ഞാൻ പറഞ്ഞു. ഓപ്ഷൻ സി ഞാൻ നോക്കി. ഓപ്ഷൻ സി എന്താണ്? v0 × e⁻⁻kt. അവിടെ ടി ഉണ്ട്. അപ്പോൾ അത് കറക്റ്റ് ആവാം. ഓപ്ഷൻ ഡിയിലും ടി ഉണ്ട്. അപ്പോൾ അതും കറക്റ്റ് ആവാം. ഇനി അതിലേതാണെന്നാണ് എനിക്ക് ആൻസർ അറിയേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്തു? അതിന് ഞാൻ ഇവിടെ കെൻ്റെ ഡയമെൻഷൻ കാണാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? കെൻ്റെ ഡയമെൻഷൻ കാണാൻ പോവാണ്. അപ്പോൾ കെൻ്റെ ഡയമെൻഷൻ എനിക്ക് എങ്ങനെ കാണാം? കെൻ്റെ ഡയമെൻഷൻ dv/dt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? dv/dt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ആക്സലറേഷനാണ്. ആക്സലറേഷൻ ഡയമെൻഷൻ എന്താണ്? LT⁻². അതായത് dv/dt is equal to minus kv³ എന്ന് അവർ തന്നിട്ടുണ്ട്. ആക്സലറേഷൻ ഡയമെൻഷൻ LT⁻² ആണ്. is equal to minus k into v എന്ന് പറഞ്ഞാൽ എന്താണ്? v എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയാണ്. വെലോസിറ്റി ഡയമെൻഷൻ എന്താണ്? LT⁻⁻1. അതിനെ മൊത്തത്തിൽ ഞാൻ ക്യൂബ് ചെയ്യാണ്. അപ്പോൾ LT⁻² is equal to minus k into L³ T⁻3. അതായത് കെൻ്റെ ഡയമെൻഷൻ എന്താണെന്ന് കിട്ടും എനിക്ക്?
കെയിൻ്റെ ഡയമെൻഷൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ LT⁻²² ഡിവൈഡഡ് ബൈ L³ T⁻³ ഇത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ L⁻²T എന്ന് കിട്ടും. ശരിയല്ലേ? അപ്പോൾ കെയിൻ്റെ ഡയമെൻഷൻ എന്താണെന്ന് കിട്ടി? കെയിൻ്റെ ഡയമെൻഷൻ L⁻²T എന്നാണ് കിട്ടി. കെയിൻ്റെ ഡയമെൻഷൻ L⁻²T എന്നാണ് കിട്ടി. അപ്പം അത് ഞാൻ ആ കെയിൻ്റെ വാല്യൂ ഞാൻ ഇവിടെ കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ ഓപ്ഷൻ സിയിൽ ഞാൻ കെയിൻ്റെ ഡയമെൻഷൻ കൊടുത്തു V0 × e⁻KT. അപ്പോൾ KTൻ്റെ ഡയമെൻഷനാണ് എനിക്ക് ഇനി കാണേണ്ടത്. കെയിൻ്റെ ഡയമെൻഷൻ എന്താടാ? കെയിൻ്റെ ഡയമെൻഷൻ L⁻²T ടൈമിൻ്റെ ഡയമെൻഷൻ എന്താ? T. അപ്പോൾ ഇതെത്തായി L⁻²T T². ഈ ഇക്വേഷൻ ഡയമെൻഷനിൽ കറക്റ്റ് ആണോ? e⁻anything വരുമ്പോൾ അതെന്തായിരിക്കണം? ഡയമെൻഷൻലെസ് ആയിരിക്കണം. ശരിയല്ലേ? e⁻something നമ്മൾ പറയുമ്പം അതെന്തായിരിക്കണം? ഡയമെൻഷൻലെസ് ആയിരിക്കണം. ഇവിടെ വരുന്ന ആരാണ്? KT ആണ്. KT ശരിക്കും ഈ ഇക്വേഷൻ കറക്റ്റ് ആണെങ്കിൽ എന്തായിരിക്കണം? ഡയമെൻഷൻലെസ് ആയിരിക്കണം. പക്ഷേ ഇവിടെ ഈ KTൻ്റെ ഡയമെൻഷൻക്ക് എന്താ കിട്ടുന്നത്? KTൻ്റെ ഡയമെൻഷൻക്ക് L⁻²T2 എന്നാണ് കിട്ടുന്നത്. L⁻²T2 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഓപ്ഷൻ സിയും തെറ്റാണെന്ന് എനിക്ക് പറയാം. അപ്പോൾ എനിക്കത് പറയാം ഓപ്ഷൻ സിയും തെറ്റാണെന്ന് എനിക്ക് പറയാം. ആകെ ബാക്കിയുള്ളത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ശരിയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒറ്റ കാര്യം നോക്കി, ഡയമെൻഷനിലെ ഇക്വേഷൻ കറക്റ്റ് ആണെന്ന് നോക്കി. അതൊന്നും നോക്കണ്ട. ഓപ്ഷൻ എയും ബിയും സിയും തെറ്റാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. പിന്നെ ആരേ ബാക്കിയുള്ളൂ? ഓപ്ഷൻ ഡിയെ ബാക്കിയുള്ളൂ. ഓപ്ഷൻ ഡി എന്തായാലും കറക്റ്റാണ്. ഇനി അത് കറക്റ്റ് ആണെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ V0² KT + 1 എന്നാണ് ഇവിടെ ഇക്വേഷൻ. അതായത് 1ന് ഡയമെൻഷൻ ഇല്ല. അപ്പോൾ V0² KTക്കും എന്തുണ്ടാവാൻ പാടില്ല? ഡയമെൻഷൻ ഉണ്ടാവാൻ പാടില്ല. 1ന് ഡയമെൻഷൻ ഇല്ല. അതുകൊണ്ട് V0² KTക്കും ഡയമെൻഷൻ ഉണ്ടാവാൻ പാടില്ല. ശരിയല്ലേ? V0²ൻ്റെ ഡയമെൻഷൻ എന്താ? LT⁻1² അതല്ലേ V0² ഇൻറ്റു കെയിൻ്റെ ഡയമെൻഷൻ എന്താ? L⁻²T ഇൻറ്റു ടൈമിൻ്റെ ഡയമെൻഷൻ എന്താ? T. ഇതിനെ സ്ക്വയർ ചെയ്യാണ്. L²T⁻² ഇൻറ്റു L⁻²T ഇൻറ്റു T. ശരിയല്ലേ? L² L⁻² കട്ടായിപ്പോയി. ബാക്കി എന്താ? T ഇൻറ്റു T എന്താ? T ഇൻറ്റു T ഈസ് T². ആ T² T⁻² കട്ടായിപ്പോയി. ബാക്കി മൊത്തത്തിൽ ഇതൊരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആയി. മൊത്തത്തിൽ എന്തായി? ഇതൊരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആയി. സോ മൈ ആൻസർ ഈസ് ഗോയിങ് ടു ബി ഓപ്ഷൻ ഡി. ഇനി ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ കൺവെൻഷനിൽ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്ക് എത്ര സമയം എടുക്കും എന്നുള്ളത്. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി എടുത്ത സമയമാണ്. എക്സാമിന് എനിക്കൊരു ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരെ നോക്കും. ഓപ്ഷൻ എയിലും ബിയിലും എന്തില്ല? ഓപ്ഷൻ എയിലും ബിയിലും ടി എന്ന് പറഞ്ഞൊരു സംഭവമേ ഇല്ല. അതെന്തായാലും തെറ്റാന്ന് എനിക്ക് കണ്ണും പൂട്ടി പറയാം. കാരണം ആഫ്റ്റർ എ ടൈം ടി അതിൻ്റെ വെലോസിറ്റിയാണ് എന്നോട് ചോദിച്ചിട്ടുള്ളത്. ആഫ്റ്റർ എ ടൈം ടി അതിൻ്റെ വെലോസിറ്റിയാണ് എന്നോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ടി ഇല്ലാത്ത രണ്ട് ആൻസറും തെറ്റാന്ന് എനിക്ക് പറയാം. ഓപ്ഷൻ സിയും ഡിയും നോക്കി. ഓപ്ഷൻ സിയിൽ എന്താണ്? e⁻KT. എന്തെങ്കിലും നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആയിരിക്കണം. അപ്പം e⁻KT നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആ KT എന്നുള്ളൊരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആയിരിക്കണം. ശരിയല്ലേ? അപ്പോൾ KTൻ്റെ ഡയമെൻഷൻ നോക്കി. അത് ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണോ? അല്ല, അത് ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി അല്ല. അപ്പം ഇതും തെറ്റാണ്. ബാക്കി ആരാളുള്ളത്? ഓപ്ഷൻ ഡി ഉള്ളൂ. ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് ട്രിക്ക് എങ്ങനെയാണ് നമ്മൾ ചെയ്യാന്നുള്ളത്? ഡയമെൻഷൻ വെച്ച് നമ്മൾ എങ്ങനെ ആൻസർ സോൾവ് ചെയ്യുന്നുള്ളത്? ഡയമെൻഷൻ വെച്ച് നമ്മൾ എങ്ങനെ ആൻസർ സോൾവ് ചെയ്യുന്നുള്ളത് മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഇതേപോലത്തെ ലൈക്ക് സർ ഈ ഡയമെൻഷൻ എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ പറ്റില്ലേ? ലൈക്ക് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഡെഫിനറ്റ്ലി ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ഒറ്റ കാര്യം ശ്രദ്ധിക്കുക. നമുക്കൊരു ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ അത് ഡയമെൻഷൻ വെച്ച് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണോ അല്ലയോ എന്ന് മനസ്സിലാവും. ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ അത് ഡയമെൻഷൻ വെച്ച് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണോ അല്ലയോ എന്ന് മനസ്സിലാവും. എങ്ങനെയാണെന്ന് അറിയാം? നമ്മൾ ഓപ്ഷൻസിൻ്റെ പവർ നോക്കുക. ഇതിപ്പോൾ ഇവിടെ കണ്ടോ? ഇവിടെ ആൽഫൻ്റെയും ബീറ്റിൻ്റെ ഒക്കെ പവർ മാറുന്നുണ്ട്. ഇവിടെ ആൽഫൻ്റെയും ബീറ്റിൻ്റെ ഇവിടെ പവർ എന്താ? ഇവിടെ ആൽഫക്ക് 2, ഇവിടെയോ? ഇവിടെ 1. ശരിയല്ലേ? പിന്നെ ഇവിടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററൊക്കെ മാറി. ഇവിടെ ആൽഫ ബീറ്റ ആയിരുന്നു ന്യൂമറേറ്റർ, ഇവിടെ ആൽഫ പ്ലസ് ബീറ്റ ആയി, ഇവിടെ α² പ്ലസ് β². അപ്പോൾ ഇങ്ങനെ പവേഴ്സും കാര്യങ്ങളൊക്കെ മാറുന്നുണ്ടെങ്കിൽ, ഓരോ വേരിയബിളിൻ്റെ പവറും കാര്യങ്ങളൊക്കെ മാറുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിൻ്റെ പവർ ഡയമെൻഷനും മാറും. ശരിയല്ലേ? ആൽഫയുടെ ഡയമെൻഷനും α² ഡയമെൻഷനും വേറെ വേറെ ആയിരിക്കും, സംശയമില്ലല്ലോ. അപ്പോൾ ഓരോ വേരിയബിൾസിൻ്റെ പവർ മാറുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡയമെൻഷനും മാറും. വേരിയബിൾസിൻ്റെ പവർ മാറുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഡയമെൻഷനും മാറും. അപ്പം അങ്ങനെ 4 ഓപ്ഷനും 4 വേരിയബിൾ ആണെങ്കിൽ, 4 പവേഴ്സ് ആണെങ്കിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസിലൊക്കെ നമുക്ക് ഡയമെൻഷൻ യൂസ് ചെയ്യാം. 4 ഓപ്ഷൻസിൽ 4 പവേഴ്സ് ആണെങ്കിൽ, വേറെ വേറെ പവേഴ്സ് ആണെങ്കിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസിലൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? അങ്ങനത്തെ ക്വസ്റ്റ്യൻസിലൊക്കെ നമുക്ക് ഡയമെൻഷൻ യൂസ് ചെയ്യാം. ക്ലിയർ ആയോ? ഇപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റ്യനിലെ 4 ഓപ്ഷൻസ്: ഓപ്ഷൻ എ AB²/C, ഓപ്ഷൻ ബി A²B/C, ഓപ്ഷൻ സി AB/C², ആൻഡ് ഓപ്ഷൻ ഡി A³ B²/C. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഡയമെൻഷൻ യൂസ് ചെയ്യാം. ഇങ്ങനത്തെ
ക്വസ്റ്റ്യനാണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് ഡയമെൻഷൻ യൂസ് ചെയ്യാം. എങ്ങനത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് ഡയമെൻഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല? ഓപ്ഷൻ എ ഈസ് AB/C, ഓപ്ഷൻ ബി ഈസ് 2AB/C, ഓപ്ഷൻ സി ഈസ് 3AB/C, അങ്ങനത്തെ നമുക്ക് ഡയമെൻഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? AB/Cൻ്റെയും 2AB/Cൻ്റെയും എല്ലാ ഡയമെൻഷൻ സെയിം ആണ്. ശരിയല്ലേ? AB/Cൻ്റെയും 2AB/Cൻ്റെയും 3AB/Cൻ്റെ ഒക്കെ ഡയമെൻഷൻ സെയിം ആണ്. അപ്പം അങ്ങനത്തത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡയമെൻഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പവേഴ്സ് മാറുന്നുണ്ടെങ്കിൽ നമുക്ക് ഡയമെൻഷൻ യൂസ് ചെയ്യാൻ പറ്റും. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഇതേപോലത്തെ ക്വസ്റ്റ്യൻ വേണോ? ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് സോളിഡ്സ് എന്ന് കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് തിരിച്ചു വരാം. വേണമെങ്കിൽ ഇത് നോക്ക്. എ സ്ട്രിംഗ് ഓഫ് ലെങ്ത് L and mass M is lying on a horizontal table. A force F is applied at one of its ends. Tension in the string at a distance y from the end at which the force is applied is. Tension in the string at a distance y from the end at which the force is applied is. നോക്കുക, 4 ഓപ്ഷൻ നോക്കുകയാണ് ഞാൻ. എന്നോട് എന്താ ചോദിച്ചിട്ടുള്ളത്? ടെൻഷനാണ് ചോദിച്ചിട്ടുള്ളത്. ടെൻഷനാണ് ചോദിച്ചിട്ടുള്ളത്. ടെൻഷൻ ഡയമെൻഷൻ എന്താണ്? ടെൻഷൻ ഡയമെൻഷൻ ഫോഴ്സിൻ്റെ സെയിം ഡയമെൻഷനാണ്. ടെൻഷനും ഫോഴ്സിനും ഒരേ ഡയമെൻഷനാണ്. ശരിയല്ലേ? അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ടെൻഷനും ഫോഴ്സിനും ഒരു ഡയമെൻഷനാണെന്ന് എനിക്കറിയാം. എന്നോട് ഫസ്റ്റ് ചോദിച്ചിട്ടുള്ളത് ഫോഴ്സ് ഈസ് അപ്ലൈഡ് ടു വൺ ഓഫ് ടെൻഷൻ ഇൻ ദ സ്ട്രിംഗിൻ്റെ ഡിസ്റ്റൻസ് വൈ ഫ്രം ദി എൻഡ് ടു ദ ഫോഴ്സ് അപ്ലൈഡ്. ഇതെന്തായാലും 0 ആവുമോ? അറ്റ് ഡിസ്റ്റൻസ് വൈയിലുള്ള ഫോഴ്സ് 0 ആവുമോ? ഒരിക്കലും 0 ആവില്ല അല്ലേ? അതെന്തായിരിക്കും? അറ്റ് എ ഡിസ്റ്റൻസ് എന്തായാലും അതിനൊരു ഫോഴ്സ് ഉണ്ടാവും. ഓപ്ഷൻ എ 0 എന്നുള്ള ഓപ്ഷൻ എന്തായാലും തെറ്റാണ്. ഇനി ഓപ്ഷൻ ബി F എന്ന് മാത്രം തന്നിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും ഒരേ ടെൻഷൻ ആയിരിക്കുമോ? ഒരു ടേബിളിൽ ലൈ ചെയ്യുന്ന ഒരു മാസിന് നമ്മൾ ഇവിടെ ഒരു ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ പോയിന്റിലും ഉണ്ടാകുന്ന ടെൻഷൻ സെയിം ആയിരിക്കുമോ? എല്ലാ പോയിന്റിലും ഉണ്ടാകുന്ന ടെൻഷൻ സെയിം ആയിരിക്കില്ല. ടെൻഷൻ ഓരോ പോയിന്റിലും വേറെ ആയിരിക്കും. അപ്പോൾ എല്ലാ പോയിന്റിലും F ആണ് കോൺസ്റ്റൻറ്റ് ടെൻഷനാണെന്ന് പറയുന്നത് തെറ്റാണ്. അത് ഡെഫിനറ്റ്ലി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? അത് എത്ര ദൂരത്തിലാണെന്നുള്ളതിന് ഡിപ്പെൻഡ് ചെയ്യും. ദറ്റ് മീൻസ് ആ എല്ലിനെ ഡിപ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ ആ വൈനെ ഡിപ്പെൻഡ് ചെയ്യും. അറ്റ് എ ഡിസ്റ്റൻസ് വൈ എല്ലിനേക്കാളും കൂടുതൽ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുക? വൈനെ ഡിപ്പെൻഡ് ചെയ്യും. അറ്റ് എ ഡിസ്റ്റൻസ് വൈ എന്ന് നമ്മളോട് പറയുമ്പം ആ വൈയിൽ ആ വൈയിൽ എന്തായാലും എന്ത് ചെയ്യണം? നമ്മുടെ ഓപ്ഷൻ ആ വൈനെ ഡിപ്പെൻഡ് ചെയ്യണം. അപ്പം വൈനെ ഡിപ്പെൻഡ് ചെയ്യാത്ത 0 എന്ന് പറയുന്ന ഓപ്ഷനും F എന്ന് മാത്രം പറയുന്ന ഓപ്ഷൻ തെറ്റാന്ന് നമുക്ക് മനസ്സിലായി. ഇനി അടുത്ത ഓപ്ഷൻ നോക്കിയേ. അടുത്ത ഓപ്ഷൻ F ഇൻറ്റു L മൈനസ് വൈ ബൈ L. L മൈനസ് വൈൻ്റെ ലെങ്ത് ഡയമെൻഷൻ എന്താ? L മൈനസ് വൈൻ്റെ ഡയമെൻഷൻ ഇറ്റ് ഈസ് L. L മൈനസ് വൈൻ്റെ ഡയമെൻഷൻ ഇറ്റ് ഈസ് L. ശരിയല്ലേ? അപ്പം ആ എല്ലും കട്ടായി. ബാക്കി ആരാളുള്ളത്? ബാക്കി F മാത്രമേ ഉള്ളൂ. ഫോഴ്സിൻ്റെ ഡയമെൻഷനാണ് നമുക്ക് ആൻസർ വേണ്ടത് അല്ലേ? നമുക്ക് വേണ്ടത് ഫോഴ്സിൻ്റെ ഡയമെൻഷനാണ്. അപ്പോൾ ഓപ്ഷൻ സിയിൽ ഫോഴ്സിൻ്റെ ഡയമെൻഷനാണുള്ളത്. ഓപ്ഷൻ സിക്ക് എന്താണുള്ളത്? ഫോഴ്സിൻ്റെ ഡയമെൻഷനാണുള്ളത്. ഓപ്ഷൻ ഡി നോക്കിയേ. F ഇൻറ്റു L മൈനസ് വൈ ബൈ എം. ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ F ഇൻറ്റു L മൈനസ് വൈ ബൈ എം. അപ്പോൾ L മൈനസ് വൈക്ക് വീണ്ടും എന്തൊരു ഡയമെൻഷൻ? ലെങ്ത്തിൻ്റെ ഡയമെൻഷനാണ്. L മൈനസ് വൈക്ക് വീണ്ടും ലെങ്ത്തിൻ്റെ ഡയമെൻഷനാണ്. അതിനെ ഞാൻ എന്ത് ചെയ്യാണ്? ഫോഴ്സായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു, മാസ്സായിട്ട് ഡിവൈഡ് ചെയ്തു. അതിൻ്റെ ഡയമെൻഷൻ എങ്ങനെയെങ്കിലും ഫോഴ്സിൻ്റെ ഡയമെൻഷൻ ആവുമോ? അതിൻ്റെ ഡയമെൻഷൻ ഒരിക്കലും എന്താവില്ല? ഫോഴ്സിൻ്റെ ഡയമെൻഷൻ ആവില്ല. അതിൻ്റെ ഡയമെൻഷൻ വേറെ ആയിരിക്കും. കാരണം നമ്മൾ ഫോഴ്സിനെ ലെങ്ത്തായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മാസ്സായിട്ട് ഡിവൈഡ് ചെയ്തു. നമുക്ക് വേണ്ട ഫൈനൽ ആൻസറിൻ്റെ ഡയമെൻഷൻ എന്താണ്? നമുക്ക് വേണ്ട ഫൈനൽ ആൻസറിൻ്റെ ഡയമെൻഷൻ ഫോഴ്സിൻ്റെയാണ്. അപ്പോൾ ഞാൻ ഫോഴ്സിനെ ലെങ്ത്തായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മാസ്സായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡയമെൻഷൻ ഫോഴ്സിൻ്റെ ആയിരിക്കുമോ? ഒരിക്കലും ആയിരിക്കില്ല അല്ലേ? അപ്പോൾ ഓപ്ഷൻ ഡിയും എന്താണ്? തെറ്റാണ്. വിച്ച് മേക്സ് മൈ ആൻസർ ഓപ്ഷൻ സി. അപ്പോൾ ലോസ് ഓഫ് മോഷനിലൊരു കാര്യം പോലും അറിയാണ്ട് എനിക്ക് എന്ത് ചെയ്യാം? ഇതും സോൾവ് ചെയ്യാം. ലോസ് ഓഫ് മോഷനിലൊരു കാര്യം അറിയാണ്ട് എനിക്കിതും സോൾവ് ചെയ്യാം. ക്ലിയർ അല്ലേ? അടുത്ത് നോക്കിയേ. ഇത് കുറച്ചും കൂടി സിമ്പിളാണ്. മെക്കാനിക്സ് ഓഫ് സോളിഡ്സിലൊരു പ്രോബ്ലം. ഒരുപാട് എന്തെല്ലോ എഴുതി വെച്ചിട്ടുണ്ട് അവർ. One end of a long metallic wire of length L is tied to the ceiling. The other end is tied to a massless spring of spring constant K. Mass M hangs freely from the free end of the spring. The area of cross section and the Young's modulus of the wire are A and Y respectively. Find the time period with which the mass M will oscillate if it is slightly pulled down and released. അതാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. ശരിയല്ലേ? അപ്പോൾ വൺ എൻഡ് ഓഫ് എ ലോങ് മെറ്റാലിക് വെയർ ഓഫ് ലെങ്ത് L. അപ്പോൾ നമ്മളോട് പല ക്വാണ്ടിറ്റീസ് നമുക്കോട് തന്നിട്ടുണ്ട് അല്ലേ? എന്തൊക്കെയാണ്? ലെങ്ത്ത് തന്നിട്ടുണ്ട്, നമുക്ക് അതിൻ്റെ യങ്സ് മോഡുലസ് തന്നിട്ടുണ്ട്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ തന്നിട്ടുണ്ട്, പലതും തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചത് എന്താ? ടൈം പീരീഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. ടൈം പീരീഡ് അല്ലേ ചോദിച്ചിട്ടുള്ളത്? അപ്പോൾ ഫൈനൽ ആൻസറിൻ്റെ ഡയമെൻഷൻ എന്തായിരിക്കണം? ഫൈനൽ ആൻസറിൻ്റെ ഡയമെൻഷൻ T ആയിരിക്കണം.
ഫൈനൽ ആൻസർ ഡയമെൻഷൻ ടി ആയിരിക്കണം. അപ്പോൾ എനിക്ക് എന്ത് മാത്രം നോക്കിയാൽ മതി, ഈ 4 ഓപ്ഷനുകളിൽ ടീന്ന് ഡയമെൻഷൻ വരുന്ന വേരിയബിൾസ് ഏതാണുള്ളതെന്നാണ് നോക്കേണ്ടത്. ഈ 4 ഓപ്ഷനിൽ ടീന്ന് ഡയമെൻഷൻ വരുന്ന വേരിയബിൾ ഏതാണുള്ളതെന്നാണ് ഞാൻ നോക്കേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഞാൻ നോക്കുകയാണേ, ഞാൻ 4 ഓപ്ഷൻ നോക്കിയപ്പോൾ ഫസ്റ്റ്, അതായത് ഇവിടെ മുകളിൽ എ വൈയും കെ എല്ലും അവർ എല്ലാ ഓപ്ഷനിലും ആഡ് ചെയ്യുന്നുണ്ട്. ശരിയല്ലേ? എ വൈയും കെ എല്ലും അവരെല്ലാ ഓപ്ഷനിലും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എ വൈക്കും കെ എല്ലിനും എന്തായിരിക്കും? സെയിം ഡയമെൻഷൻ ആയിരിക്കും. എ വൈ നൺ ഓഫ് ദിസ് എന്നൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അത് എന്തുകൊണ്ട് സാർ നോക്കിയില്ല നിങ്ങൾ ചോദിക്കും. പക്ഷേ നൺ ഓഫ് ദിസ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ആവാനുള്ള സാധ്യതയെക്കാളും മറ്റ് 3 അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇൻ കേസ് എക്സാമിൽ മെക്കാനിക്സ് സോളിഡ്സ് ഒന്നും അറിയില്ല, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആൻസർ മാർക്ക് ചെയ്യണം. അങ്ങനെ മാർക്ക് ചെയ്യുന്ന ഒരാളുടെ ആൻസർ കറക്റ്റ് ആവാനുള്ള പ്രോബിലിറ്റി കൂട്ടാനുള്ള വഴിയാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ മാർക്ക് ചെയ്യുന്ന ഒരു ആൻസർ കറക്റ്റ് ആവാനുള്ള പ്രോബിലിറ്റി നമുക്ക് കൂടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വഴിയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിയേ, 2π ഇൻറ്റു റൂട്ട് എ വൈ കെ ഡിവൈഡഡ് ബൈ എം ഇൻറ്റു എ വൈ പ്ലസ് കെ എൽ. അപ്പോൾ എ വൈക്കും കെ എല്ലിനും ഒരേ ഡയമെൻഷൻ ആയിരിക്കും. അപ്പോൾ എ വൈക്കും കെ എല്ലിനും ഒരേ ഡയമെൻഷൻ ആണെങ്കിൽ ഇത് രണ്ടിനും എ വൈൻ്റെ ഡയമെൻഷൻ ആയിരിക്കും. അപ്പം ആ എ വൈയും മുകളിലത്തെ എ വൈയും കട്ടായി പോകും. ബാക്കി ഇവിടെ ആരാ ഉള്ളത്? ബാക്കി ഇവിടെ കെ ബൈ എം ആണുള്ളത്. ശരിയല്ലേ? ബാക്കി ഇവിടെ ആരുള്ളത്? കെ ബൈ എം ആണ്. കെ എന്ന് പറഞ്ഞത് സ്പ്രിങ്സ് കോൺസ്റ്റൻ്റ് ആണ്. കെൻ്റെ ഡയമെൻഷൻ എത്രയാണ്? നമുക്ക് എഫ് ഈസ് ഈക്വൽ ടു കെ എക്സ് എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാം. അപ്പം എം എൽ ടി റേസ് ടു -2 ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് കെ ഇൻറ്റു എൽ എന്ന് വെച്ചാൽ ഈ എൽ ഇങ്ങോട്ട് വരുമ്പം എം ടി റേസ് ടു -2 എന്നാവും. ഡയമെൻഷൻ ഓഫ് സ്പ്രിംഗ് കോൺസ്റ്റൻ്റ് ഈസ് എം ടി റേസ് ടു -2. അപ്പോൾ ഇവിടെ ആരുള്ളത്? കെ ബൈ എം. അപ്പോൾ കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെൻ്റെ ഡയമെൻഷൻ എം ടി റേസ് ടു -. അപ്പോൾ ഞാൻ റൂട്ട് ഓഫ് കെ ബൈ എം നോക്കാം കേട്ടോ. എൻ്റെ ഡയമെൻഷൻ എന്താണെന്നുള്ളത്? കെൻ്റെ ഡയമെൻഷൻ എം ടി റേസ് ടു -2 ഡിവൈഡഡ് ബൈ മാസിനെ ഡിവൈഡ് ചെയ്ത്. അപ്പോൾ എമ്മും കട്ടായി പോയി. ബാക്കി ആരുള്ളത്? റൂട്ട് ടി -2 എന്ന് പറഞ്ഞാൽ ടി റേസ് ടു -1. അതാണ് എനിക്ക് വേണ്ടത്. എനിക്ക് വേണ്ട ആൻസർ അതല്ല അല്ലേ? ടി റേസ് ടു -1 എന്നാണ് എനിക്ക് കിട്ടിയത്. പക്ഷേ അതല്ല എനിക്ക് വേണ്ട ആൻസർ. എനിക്ക് വേണ്ട ആൻസർ എന്താണ്? ടി എന്നാണ് എനിക്ക് വേണ്ട ആൻസർ. എനിക്കിവിടെ കിട്ടിയത് എന്താണ്? ടി റേസ് ടു -1 ആണ്. ടി എന്നാണ് എനിക്ക് വേണ്ടത്. എനിക്ക് പകരം കിട്ടിയത് ടി റേസ് ടു -1 ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഓപ്ഷൻ എ എന്താണ്? ഓപ്ഷൻ എ തെറ്റാണ്. ഓപ്ഷൻ എ എന്താടാ? ഓപ്ഷൻ എ ഈസ് ഡെഫിനറ്റ്ലി റോങ്. ഓക്കെ, ഓപ്ഷൻ ബി നോക്കിയേ. ഓപ്ഷൻ ബിയിൽ വീണ്ടും ഇതേപോലെ എ വൈയും കെ എല്ലും ഉണ്ട്. എ വൈക്കും കെ എല്ലിനും കൂടി എന്തിൻ്റെ ഡയമെൻഷനാണ്? എ വൈൻ്റെ ഡയമെൻഷനാണ്. ആ എ വൈയും കട്ടായി പോകും. ബാക്കി എന്താ ഉള്ളത്? 2π റൂട്ട് എം ബൈ കെ. കെ ബൈ എമ്മിൻ്റെ ഡയമെൻഷൻ ടി റേസ് ടു -1 ആണെങ്കിൽ എം ബൈ കെൻ്റെ ഡയമെൻഷൻ എന്തായിരിക്കും? എം ബൈ കെൻ്റെ ഡയമെൻഷൻ അതിൻ്റെ റെസിപ്രോക്കൽ ആയിരിക്കും അല്ലേ? അപ്പോൾ എം ബൈ കെൻ്റെ ഡയമെൻഷൻ എന്തായിരിക്കും? ടി എന്നായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻ എന്താണ്? ടി എന്നാണ്. അപ്പോൾ ഓപ്ഷൻ ബിൻ്റെ ഡയമെൻഷൻ ടി എന്നാണ്. അപ്പം ഇതിന് ആൻസർ ആകാം. ഓപ്ഷൻ ബിൻ്റെ ഡയമെൻഷൻ ടി എന്നാണ്. അപ്പോൾ ഇതിന് ആൻസർ ആകാം. അപ്പോൾ ബി ക്യാൻ ബി ദി ആൻസർ. ഇനി ഓപ്ഷൻ സി നോക്കി. ഓപ്ഷൻ സിയിൽ അഗെയിൻ ഇവിടെ വൈ കെ ഉണ്ട്, ഇവിടെ എ വൈ ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് നോക്കി? 2π ഇൻറ്റു റൂട്ട് ഓഫ് ഈ എ വൈ പ്ലസ് കെ എല്ലിന് ഞാൻ എങ്ങനെ എഴുതുകയാണ്? എ വൈ എന്ന് തന്നെ എഴുതാം കേട്ടോ. എ വൈ എന്ന് എഴുതുകയാണ്. ആ വൈയും കട്ടായിപ്പോയി. ബാക്കി എന്താ ഉള്ളത്? കെ ബൈ എം ഇൻറ്റു ഇവിടെ എ ഇൻറ്റു എ എന്താവും? എ സ്ക്വയർ എന്നാവും. ശരിയല്ലേ? അപ്പോൾ 2 കെ ബൈ എമ്മിൻ്റെ ഡയമെൻഷൻ എന്താണെന്ന് എനിക്കറിയാം. കെ ബൈ എൻ്റെ ഡയമെൻഷൻ ടി ഇൻവേഴ്സ് ആണെന്ന് എനിക്കറിയാം. കെ ബൈ എമ്മിൻ്റെ ഡയമെൻഷൻ ടി ഇൻവേഴ്സ് ആണെന്ന് എനിക്കറിയാം. അതിന് ഞാൻ ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യാണ്? വീണ്ടും ഞാനൊരു ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ ഏരിയൻ്റെ സ്ക്വയറായിട്ട് ഡിവൈഡ് ചെയ്യാണ്. ഏരിയൻ്റെ സ്ക്വയർ ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എൽ സ്ക്വയർ ഹോൾ സ്ക്വയർ. ശരിയല്ലേ? അപ്പം എൽ റേസ് ടു -4 ടി റേസ് ടു -1 ആവും. ശരിയല്ലേ? അപ്പോൾ എന്തായാലും നമുക്ക് ഫൈനലി കിട്ടാൻ പോകുന്ന സാധനത്തിൽ ഒരു എല്ലിൻ്റെ വേരിയബിൾ ഉണ്ട്. ടൈമിൻ്റെ വേരിയബിൾ മാത്രമല്ല, നമുക്ക് ഫൈനലി കിട്ടാൻ പോകുന്നതിൽ ഒരു എല്ലിൻ്റെ വേരിയബിൾ ഉണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ എന്താവില്ല? അത് ആൻസർ ഒരിക്കലും എന്താവില്ല? എല്ലിൻ്റെ വേരിയബിൾ ഉള്ളതുകൊണ്ട് അതിന് ഒരിക്കലും ആൻസർ ആകാൻ പറ്റില്ല. നമുക്ക് ഫൈനലി എന്തേ പാടുള്ളൂ? ടിയെ പാടുള്ളൂ. നൺ ഓഫ് ദിസ് ആൻസർ ആയിക്കൂടെ എന്ന് ചോദിച്ചാൽ നൺ ഓഫ് ദിസ് ആൻസർ ആകാം. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഒരു ആൻസർ ഫൈനലി മാർക്ക് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് മെക്കാനിക്സ് സോളിഡ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടില്ല. നിങ്ങൾ ഫൈനലി ഒരു ആൻസർ മാർക്ക് ചെയ്യാൻ പോവുകയാണെങ്കിൽ ദാറ്റ് ആൻസർ ഷുഡ് ബി ഓപ്ഷൻ ബി. ബിക്കോസ് ഇതിൽ ഓപ്ഷൻ ബിക്ക് മാത്രമേ എന്തിൻ്റെ ഡയമെൻഷനുള്ളൂ? ഓപ്ഷൻ ബിക്ക് മാത്രമേ ടൈമിൻ്റെ ഡയമെൻഷനുള്ളൂ. ബാക്കി 3നും എന്തില്ല? ടൈമിൻ്റെ ഡയമെൻഷൻ ഇല്ല. ക്ലിയർ ആയോ? ബാക്കി 3നും എന്തില്ല? ടൈമിൻ്റെ ഡയമെൻഷൻ ഇല്ല. ഓപ്ഷൻ ബിക്ക് മാത്രമേ ടൈമിൻ്റെ ഡയമെൻഷനുള്ളൂ. അപ്പോൾ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ വെച്ചിട്ട് വേറെ ചാപ്റ്ററിലെ പ്രോബ്ലംസ് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ സോൾവ് ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ? യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ വെച്ചിട്ട് നിങ്ങളോട് വേറൊരു ചാപ്റ്ററിലെ പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ സോളിഡ്സ് ഡിസ്കസ് ചെയ്തു, ലോസ് ഓഫ് മോഷൻ ഡിസ്കസ് ചെയ്തു, അതുപോലെ തന്നെ 1 ഡയമെൻഷണൽ മോഷൻ ഡിസ്കസ് ചെയ്തു. ഇതിലെല്ലാം നമ്മൾ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ വെച്ചിട്ട് നമ്മൾ എങ്ങനെ ഫൈനലി ആൻസറിലൂടെ എത്തുന്നതാണ് പറഞ്ഞത്. ഇത് ക്ലിയർ ആണോ എല്ലാവർക്കും? എങ്ങനെ ട്രിക്ക് യൂസ് ചെയ്യുക എന്നുള്ളത്, ആ ട്രിക്ക് എങ്ങനെ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും മനസ്സിലായോ? അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ
ബേസിക്കലി 4 ഓപ്ഷൻസും ഇങ്ങനെ ആയിരിക്കണം. 4 ഓപ്ഷൻ്റെയും പവർ മാറിക്കൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ട്രിക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. 4 ഓപ്ഷൻ്റെയും പവർ മാറിക്കൊണ്ടിരിക്കണം, എന്നാലേ നമുക്ക് ട്രിക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? അല്ലാണ്ട് AB/C, 2AB/C, 3AB/C എന്നുള്ള ഓപ്ഷൻ ആണെങ്കിൽ നമുക്കൊരിക്കലും എന്ത് യൂസ് ചെയ്യാൻ പറ്റില്ല? ഡയമെൻഷൻ എന്നുള്ള ട്രിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡയമെൻഷൻ എന്നുള്ള ട്രിക്ക് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നുള്ള എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവരും യെസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു എവരി വൺ. എല്ലാവരും യെസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ ഡയമെൻഷൻസ് ബാക്കിയുള്ളതിൽ അപ്ലൈ ചെയ്യുന്നുള്ളതാണ് നമ്മളിതിൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഇനി നമ്മൾ നേരത്തെ സ്കിപ്പ് ചെയ്തൊരു ക്വസ്റ്റ്യനിലെ വെർനിയർ കാലിപ്പർ, ആ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയാൽ. ആ ക്വസ്റ്റ്യൻ നോക്കിയാൽ, അതായത് ഇഫ് ദി ഇതല്ല, ഇതാ 1 centimeter on this main scale of vernier calipers is divided into 10 equal parts. അതായത് 1 centimeter is equal to മെയിൻ സ്കെയിൽ ഡിവിഷൻ്റെ 10 ഇൻറ്റു മെയിൻ സ്കെയിൽ ഡിവിഷനാണ് 1 സെൻറ്റിമീറ്റർ എന്ന് അവർ തന്നിട്ടുണ്ട്. 10 ഇൻറ്റു മെയിൻ സ്കെയിൽ ഡിവിഷനാണ് 1 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ബേസിക്കലി നമുക്ക് വെർനിയർ കാലിപ്പർ പൊതുവേ ചോദിക്കാറില്ല മെഡിക്കൽ എൻട്രൻസിന്. പൊതുവേ മെഡിക്കൽ എൻട്രൻസിന് വെർനിയർ കാലിപ്പർ ചോദിക്കാറില്ല. ഇനി ഇൻ കേസ് ചോദിക്കുകയാണെങ്കിൽ തന്നെ ഒറ്റ ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യാനുള്ള ക്വസ്റ്റൻ അവർ ചോദിക്കാറുള്ളൂ. ദറ്റ് ഈസ് ലീസ്റ്റ് കൗണ്ട് ഓഫ് എ വെർനിയർ കാലിപ്പർ നമ്മൾ എങ്ങനെ കാണുന്നുള്ളത്. ലീസ്റ്റ് കൗണ്ട് ഓഫ് എ വെർനിയർ കാലിപ്പർ കാണാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന സാധനം 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ മൈനസ് 1 വെർനിയർ സ്കെയിൽ ഡിവിഷനാണ് ചെയ്യുക. ഒരു വെർനിയർ കാലിപ്പറിൻ്റെ ലീസ്റ്റ് കൗണ്ട് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുക 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ മൈനസ് 1 വെർനിയർ സ്കെയിൽ ഡിവിഷനാണ്. ഓക്കെ, നമ്മൾ 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ മൈനസ് 1 വെർനിയർ സ്കെയിൽ ഡിവിഷൻ ചെയ്താണ് നമുക്ക് ലീസ്റ്റ് കൗണ്ട് കിട്ടുക. അപ്പോൾ നമ്മുടെ ക്വസ്റ്റനിൽ എന്താ തന്നിട്ടുള്ളത്? 1 സെൻറ്റിമീറ്റർ ഓൺ ദി മെയിൻ സ്കെയിൽ ഓഫ് വെർനിയർ കാലിപ്പേഴ്സ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 10 ഈക്വൽ പാർട്സ്. 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ഇൻറ്റു മെയിൻ സ്കെയിൽ ഡിവിഷനാണ്. 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ഇൻറ്റു മെയിൻ സ്കെയിൽ ഡിവിഷനാണ്. അങ്ങനെയാണെങ്കിൽ 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ എത്രയാണ്? 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ ഈസ് 1/10 സെൻറ്റിമീറ്റർ, ദറ്റ് ഈസ് 0.1 സെൻറ്റിമീറ്റർ. ഡൗട്ടില്ലല്ലോ? അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ ക്വസ്റ്റനിൽ പറഞ്ഞ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ചെയ്തു. ഇനി സെക്കൻഡ് പാർട്ട് എന്താ പറയുന്നത്? ഇഫ് 10 ഡിവിഷൻസ് ഓഫ് ദി മെയിൻ സ്കെയിൽ കോയിൻസൈഡ് വിത്ത് 8 സ്മോൾ ഡിവിഷൻസ് ഓഫ് ദി മെയിൻ സ്കെയിൽ, ദി ലീസ്റ്റ് കൗണ്ട് ഓഫ് ദി കാലിപ്പർ. അപ്പോൾ നമ്മൾ ചോദിച്ചിട്ടുള്ളത് ബേസിക്കലി ഈ ഇക്വേഷൻ തന്നെയാണ്. അതിന് മുമ്പ് നമുക്കൊരു കാര്യം തന്നു, എന്താ? 10 ഡിവിഷൻസ് ഓഫ് ദി മെയിൻ സ്കെയിൽ ഈസ് കോയിൻസൈഡിങ് വിത്ത് ദി 8 സ്മോൾ ഡിവിഷൻസ് ഓഫ് ദി മെയിൻ സ്കെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്താ പറഞ്ഞിട്ടുള്ളത്? 8 ഇൻറ്റു മെയിൻ സ്കെയിൽ ഡിവിഷൻ ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു വെർനിയർ സ്കെയിൽ ഡിവിഷൻ തന്നിട്ടുണ്ട്. 8 ഇൻറ്റു മെയിൻ സ്കെയിൽ ഡിവിഷൻ ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു വെർനിയർ സ്കെയിൽ ഡിവിഷൻ തന്നിട്ടുണ്ട്. 8 ഇൻറ്റു മെയിൻ സ്കെയിൽ ഡിവിഷൻ ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു വെർനിയർ സ്കെയിൽ ഡിവിഷൻ തന്നിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് എന്ത് കാണാം? ഈ 10 ഇങ്ങോട്ട് പോകുന്നു കഴിഞ്ഞാൽ 1 വെർനിയർ സ്കെയിൽ ഡിവിഷൻ ഈസ് ഈക്വൽ ടു 8/10 മെയിൻ സ്കെയിൽ ഡിവിഷൻ. 1 vernier scale division is equal to 8/10 main scale division, which implies 0.8 main scale division. 1 vernier scale division എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.8, 1 vernier scale division എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.8 main scale division ആണ്. 1 vernier scale division എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.8 main scale division ആണ്. അപ്പോൾ ലീസ്റ്റ് കൗണ്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ മൈനസ് 1 വെർനിയർ സ്കെയിൽ ഡിവിഷൻ അല്ലേ? ആ വെർനിയർ സ്കെയിൽ ഡിവിഷൻ ഞാൻ എന്ത് കൊടുക്കുകയാണ്? 0.8 മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് കൊടുക്കുകയാണ്. ഇത് ഞാനിവിടെ എഴുതി. ഓക്കെ, അപ്പോൾ 1 മൈനസ് 0.8 മെയിൻ സ്കെയിൽ ഡിവിഷൻ എത്രയാണ്? 0.2 മെയിൻ സ്കെയിൽ ഡിവിഷൻ. ഇനി ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ എത്രയാണെന്ന് നമുക്കറിയാം. ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ 0.1 സെൻറ്റിമീറ്റർ ആണെന്ന് നമുക്കറിയാം. ശരിയല്ലേ? ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ 0.1 സെൻറ്റിമീറ്റർ എന്ന് പറയാം. അപ്പോൾ 0.2 ഇൻറ്റു മെയിൻ സ്കെയിൽ ഡിവിഷന് പകരം ഞാൻ എന്ത് കൊടുത്തു? 0.1 സെൻറ്റിമീറ്റർ എന്ന് കൊടുത്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.02 സെൻറ്റിമീറ്റർ. അപ്പോൾ ലീസ്റ്റ് കൗണ്ട് എത്രയാണ്? ആ വെർനിയർ കാലിപ്പറിൻ്റെ ലീസ്റ്റ് കൗണ്ട് 0.02 സെൻറ്റിമീറ്റർ ആണ്. ആ വെർനിയർ കാലിപ്പറിൻ്റെ ലീസ്റ്റ് കൗണ്ട് 0.02 സെൻറ്റിമീറ്റർ ആണ്. എല്ലാവർക്കും സംശയമില്ലല്ലോ? ക്ലിയർ ആണോ? ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു എവ്രി വൺ. അതായത് വെർനിയർ കാലിപ്പർ നിങ്ങൾക്ക് പൊതുവെ സ്ക്രൂ ഗേജ് ചോദിക്കുന്നുണ്ട് മുഫീദ. സ്ക്രൂ ഗേജ് ചോദിക്കാൻ ചാൻസ് ഭയങ്കര കുറവാണ്. സ്ക്രൂ ഗേജും വെർനിയർ കാലിപ്പറൊക്കെ അതായത് ബേസിക്കലി നിങ്ങളൊരു മെഡിക്കൽ എൻട്രൻസ് കിട്ടിക്കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ ഉപയോഗിക്കുന്നുള്ളതാണ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസാണ് നിങ്ങൾ ചോദിക്കുക. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഫിസിക്സിൽ ചില സാധനങ്ങൾ നിങ്ങൾക്ക് മെഡിക്കൽ എൻട്രൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആവശ്യമുണ്ടാവും. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് റേഡിയോളജി പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഈ മറ്റെന്താ പറയുക മോഡേൺ ഫിസിക്സ് ഒക്കെ അറിയണം. എങ്ങനെ ഇലക്ട്രോൺസ് മൂവ് ചെയ്യും, എങ്ങനെ ആറ്റംസ്, എന്നാൽ മാത്രമേ നമുക്ക് എക്സ്റേ എങ്ങനെ എടുക്കുന്നതെന്നൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ
നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിക്കുന്ന ബയോമോളിക്യൂൾസും ഓരോട്ട് റിയാക്ഷൻസും ഓർഗാനിക് കെമിസ്ട്രി അതൊക്കെ നിങ്ങൾക്ക് ബയോകെമിസ്ട്രി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഫസ്റ്റ് ഇയർ ഒരു സെപ്പറേറ്റ് സബ്ജക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ഇനി ഫ്യൂച്ചറിൽ ആവശ്യമുള്ളത് അതാണ് നിങ്ങളുടെ എൻട്രൻസിന് ചോദിക്കാൻ കൊടുത്തതിൽ ചാൻസ്. അപ്പോൾ സ്ക്രൂ ഗേജും വെർനിയർ കാലിപ്പറൊന്നും ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റ് ഒരിക്കലും യൂസ് ചെയ്യാൻ പോകുന്നില്ല. സോ അത് ചോദിക്കാനുള്ള ചാൻസസും വെരി ലോ ആണ്. പക്ഷേ വെർനിയർ കാലിപ്പർ ഇടയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് വെർനിയർ കാലിപ്പർ ഞാൻ ഇൻക്ലൂഡ് ചെയ്തത്. അതും വെർനിയർ കാലിപ്പറിൽ ഈ ഇക്വേഷൻ മാത്രം യൂസ് ചെയ്തിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ലീസ്റ്റ് കൗണ്ട് ഈസ് ഈക്വൽ ടു 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ മൈനസ് 1 വെർനിയർ സ്കെയിൽ ഡിവിഷൻ എന്നുള്ള ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ മാത്രമാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആണ് എല്ലാവർക്കും. വെർനിയർ കാലിപ്പർ എന്താണ്, എങ്ങനെയാണ് ഇതിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇതോടെ നമ്മൾ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ കഴിഞ്ഞു. യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ നമ്മൾ ഇത്രയാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ചാപ്റ്ററിൽ എല്ലാ ടോപ്പിക്കും നമ്മൾ കവർ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൂടാണ്ട് നമ്മൾ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷനിലല്ല, നമ്മൾ വേറൊരു ചാപ്റ്ററിൽ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് എങ്ങനെ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ വെച്ച് സോൾവ് ചെയ്യുന്നുള്ളതും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഏകദേശം 1.25 മണിക്കൂർ എടുത്തു നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബട്ട് ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു എവരിവൺ. അപ്പോൾ എന്താ എല്ലാവരുടെ അഭിപ്രായം? ക്ലാസ് ഇതുപോലെ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്താൽ മതിയോ? നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ പറഞ്ഞാൽ മതി. എനിക്ക് തോന്നുന്നു നമുക്ക് 1 ഡയമെൻഷൻ നെക്സ്റ്റ് സെഷൻ്റെ കൂടെ ഡിസ്കസ് ചെയ്യാം. അത് 2 ഡയമെൻഷൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ 1 ഡയമെൻഷൻ ഡിസ്കസ് ചെയ്യാം. അത് മതിയോ? കാരണം ഇപ്പം ഞാൻ ഇപ്പം കൊണ്ടുവന്ന സ്ലൈഡിൽ എന്താ വെച്ചാൽ 1 ഡയമെൻഷനിലെയും കുറേ സിമ്പിൾ ക്വസ്റ്റൻസ് ഉണ്ട്. ബട്ട് നിങ്ങളുടെ റെസ്പോൺസ് കണ്ടിട്ട് യു ഗൈസ് ആർ വെൽ പ്രിപ്പയർഡ്. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ ക്വസ്റ്റൻസിൻ്റെ ഭയങ്കര സിമ്പിൾ ക്വസ്റ്റൻസിൻ്റെ ആവശ്യമില്ല, ഒരു ആവറേജും അബോവ് ആവറേജ് ക്വസ്റ്റൻസും മതി. അപ്പം ഞാൻ സ്ലൈഡ് ഒന്ന് റീഫൈൻ ചെയ്യട്ടെ. ഞാൻ ഇപ്പോൾ ഒരു 10-40 ക്വസ്റ്റൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര ആവശ്യമില്ല. ആ 40 20 ഭയങ്കര സിമ്പിളാണ്. ആ 20 ഒഴിവാക്കിയിട്ട് നമുക്ക് ബാക്കി 20 ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു നമുക്ക് 2 ഡയമെൻഷൻ്റെ കൂടെ തന്നെ 1 ഡയമെൻഷൻ ഡിസ്കസ് ചെയ്യാം. അത് മതിയോ? അപ്പോൾ എന്താ ഇതുപോലെ എടുത്താൽ മതിയോ? എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണോ നെക്സ്റ്റ് സെഷനിൽ? ഇപ്പോൾ നെക്സ്റ്റ് സെഷനിൽ നമുക്ക് 1Dയും 2Dയും പറ്റുകയാണെങ്കിൽ ലോസ് ഓഫ് മോഷൻ കൂടി ഡിസ്കസ് ചെയ്യാം. അപ്പം അത് ഇങ്ങനെ തന്നെ എടുത്താൽ മതിയോ അതോ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? എനിക്ക് നിങ്ങളുടെ റെസ്പോൺസ് കണ്ടപ്പോൾ മനസ്സിലായി. സിമ്പിൾ ക്വസ്റ്റൻസ് ഒന്നും ആർക്കും വേണ്ട. 10 മണിക്ക് വേറെ ക്ലാസ് ഉണ്ടാവും. ഓക്കെ, നമുക്ക് അങ്ങനെ ചെയ്യാം. ഇന്നിപ്പോൾ നിങ്ങൾ എന്തായാലും നെക്സ്റ്റ് ക്ലാസ്സിന് കയറിക്കോ. നമുക്ക് എന്ത് ചെയ്യാം, 1D 2Dൻ്റെ കൂടെ ഡിസ്കസ് ചെയ്യാം. എനി സജഷൻസ് ആർ വെൽക്കം. ഇപ്പോൾ ഇന്നെടുത്ത ക്ലാസ് എല്ലാവർക്കും മനസ്സിലായോ? നമ്മളിതുവരെ പറഞ്ഞ ട്രിക്സ് ആണെങ്കിൽ ട്രിക്സ്, അല്ലെങ്കിൽ ആ ചാപ്റ്ററിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ? അതൊന്ന് പറയാം. അതിനനുസരിച്ച് എനിക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് സെഷനിലോട്ട് പ്രിപ്പയർ ചെയ്യാം. ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടി സ്പീഡിലുള്ള ക്ലാസ്സാണ് വേണ്ടത്. അത് നമുക്ക് അറേഞ്ച് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഞാൻ പിന്നെ എന്താ വെച്ചാൽ സ്ലോ ആയിട്ട് എടുക്കാൻ കാരണം എല്ലാവർക്കും മനസ്സിലായിക്കോട്ടെ എന്നുള്ള രീതിയിലാണ്. നെക്സ്റ്റ് ഇങ്ങനെ തന്നെ മതി എന്നാണ് എല്ലാവരും പറഞ്ഞത്, ഓക്കെ ആണെന്നാണ് എല്ലാവരും പറഞ്ഞത്. നെക്സ്റ്റ് സെഷൻ എപ്പോഴാണെന്ന് ചോദിക്കുന്നുണ്ട്. നെക്സ്റ്റ് സെഷൻ പ്രോബബ്ലി ഒരു 2 ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും. എല്ലാ ടൈപ്പ് ക്വസ്റ്റനും ഉൾപ്പെടുത്തണം ഡെഫിനറ്റ്ലി. അപ്പോൾ ഇന്നെടുത്തത് എല്ലാവർക്കും ക്ലിയർ ആണോ? ഈസി ക്വസ്റ്റൻസ് മിസ്റ്റേക്ക് ആവാറുണ്ട് എനിക്ക് അറിയുന്നതുകൊണ്ടാണ് ഞാൻ ഈസി ക്വസ്റ്റൻസും കൂടി ഇൻക്ലൂഡ് ചെയ്തത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങളുടെ എനർജീൻ്റെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും നേരെ കയറി ഓപ്ഷൻ എ പറഞ്ഞില്ലേ, ജൂൾ പെർ സെക്കൻഡ്. അങ്ങനെ ഈസി ക്വസ്റ്റൻസും മിസ്റ്റേക്ക് വരും. അപ്പോൾ നമുക്ക് 1 ഡയമെൻഷൻ നെക്സ്റ്റ് ഇതിൻ്റെ കൂടെ ഡിസ്കസ് ചെയ്യാം അല്ലേ? ഇതുപോലെ തന്നെ മതി എന്നാണ് എല്ലാവരും പറഞ്ഞത്. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. അതുപോലെ ഈസിയും ടഫും എല്ലാം ഉൾപ്പെടുത്തണം എന്ന് പറയുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ ട്രിക്സൊക്കെ എല്ലാവർക്കും മനസ്സിലായി. ട്രിക്സ് ഒരുപാടുണ്ട്. അതായത് ട്രിക്സ് ഡയമെൻഷൻ മാത്രമല്ല, വേറെയും പല ട്രിക്സും ഉണ്ട്. പക്ഷേ എല്ലാം കൂടി എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല ഈ സെഷനിൽ. അത് ഞാൻ പറ്റുകയാണെങ്കിൽ നെക്സ്റ്റ് സെഷനിൽ എല്ലാം കൂടി കൂട്ടിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. എക്സാമിന് മുമ്പ് എന്തായാലും നിങ്ങൾക്ക് ഞാൻ ട്രിക്സിനോട് നിങ്ങളെ കസ്റ്റംഡ് ആക്കി തരാം. ഓൾ ക്ലിയർ ആണ്. താങ്ക് യു ഫ്രം മൈ സൈഡ് ഓൾസോ. എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെഷനിൽ ഇടുക. ഓക്കെ, എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് വേണമെന്നുണ്ടെങ്കിലോ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായം കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് സെഷനിൽ ഇടുക. ആൻഡ് അബവ് ഓൾ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. ഓക്കെ, കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. നല്ല കോൺഫിഡൻസോടെ പോയി എക്സാം എഴുതുക. ആ 3.5 മണിക്കൂറിൽ നിങ്ങൾക്ക് ഇടാൻ പറ്റുന്ന മാക്സിമം എഫേർട്ടും ഇടുക. എന്തായാലും നിങ്ങൾ നല്ല റിസൾട്ടായിട്ട് പുറത്തോട്ട് വരും. ഓക്കെ, ട്രിക്സ് വെരി ഹെൽപ്ഫുൾ എന്ന് പറയുന്നത് ഐ എം വെരി ഹാപ്പി ടു ഹിയർ ദാറ്റ്. ആൻഡ് ഞാൻ പറഞ്ഞില്ല, ഡയമെൻഷൻസ് മാത്രമല്ല ഇനിയും ഒരുപാട് ട്രിക്സ് ഉണ്ട്. അത് ഞാൻ സബ്സിക്വൻറ്റ് സെഷൻസിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. ഞങ്ങൾക്ക് ചെറിയൊരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് വരുന്നത്. 6 മന്ത്സ് ഞാൻ പറഞ്ഞില്ല, PG കോഴ്സ് എല്ലാം ആയിട്ട് കുറച്ച് ബിസി ആയിരുന്നു. ഓക്കെ, സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. അപ്പം തുടക്കത്തിൽ ക്ലാസ് കണ്ട് മിസ്സായവർക്ക് തുടക്കത്തിൽ നമ്മൾ ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്ത് മുന്നോട്ട് പോകുമ്പം കുറച്ച് പേര് വ്യൂവേഴ്സ് കുറച്ച് കുറഞ്ഞിരുന്നു. അപ്പം അവരോട് നിങ്ങൾ ജസ്റ്റ് ഇൻഫോം ചെയ്യുക. മൊത്തം ക്ലാസ്സൊന്നും കാണണ്ട. അതായത് ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ നമ്മൾ തുടക്കത്തിൽ ഡിസ്കസ് ചെയ്തപ്പോൾ ഇതെല്ലാം വളരെ സിമ്പിൾ ക്വസ്റ്റൻസ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റൻസൊക്കെ അറിയുന്നവർ ഒരിക്കലും എന്ത് കാണണ്ട, മൊത്തം ക്ലാസ് കാണണ്ട. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂടി അറിയിക്കുക. ലാസ്റ്റ് കുറച്ച് ട്രിക്സ് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ട്രിക്സിൻ്റെ ഭാഗം അറിയാത്തവരെല്ലാവരും കാണാൻ ശ്രമിക്കുക. ഓക്കെ, സോ
ഐ ഹോപ്പ് വി ക്യാൻ വൈൻഡ് അപ്പ്. ഞാൻ നെക്സ്റ്റ് സെഷൻ്റെ കൂടെ 1D 2D എല്ലാം ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, സോ ബൈ. വേറെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് ഇടുക. നിങ്ങൾക്ക് ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങളുടെ സജഷൻസും എല്ലാം കമൻറ്റ് ബോക്സിൽ ഇടുക. ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ലാസ്റ്റ് 5 ക്വസ്റ്റൻസ് ജസ്റ്റ് ഒന്ന് കാണിക്കുക. കാരണം ദിസ് ഈസ് വെരി വെരി യൂസ്ഫുൾ. ഞാൻ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷത്തെ നീറ്റ് എക്സാം ഹാക്കിംഗ് NEET 2021 ഫിസിക്സ് എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് വീഡിയോ തന്നെ യൂട്യൂബിൽ ചെയ്തിരുന്നു. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിക്സ് മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാമെന്നുള്ള കുറേ ക്വസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ട്രിക്സ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാമിൽ നിങ്ങൾക്ക് ഒരു തുമ്പും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അവസാനം ട്രിക്സ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കറക്റ്റ് ആൻസറിലോട്ട് എത്താം. അപ്പോൾ വെറുതെ നിങ്ങൾക്ക് അറിയാതെ നിങ്ങൾ ലീവ് ചെയ്യുന്നൊരു ക്വസ്റ്റന് പകരം നിങ്ങൾക്ക് അതിന് 4 മാർക്ക് കിട്ടാൻ പോകുന്നത്. ആൻഡ് യു നോ ദറ്റ് എവറി മാർക്ക് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ നമുക്ക് തൽക്കാലത്തേക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നമുക്ക് 1D 2D എല്ലാം നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ബൈ.